ഈ പ്രോഗ്രാമിൽ ഞാൻ കൊടുത്തിരിക്കുന്ന ഒരു ടൈറ്റിൽ BA ഫ്യൂച്ചറിസ്റ്റിക് ഫുഡ് ടെക്നോളജിസ്റ്റ് എന്നുള്ളത്. അതായത് നമ്മൾ ഫുഡ് ടെക്നോളജി എന്ന് പറയുന്ന മേഖല നമ്മൾ പലതരത്തിൽ കേട്ടിട്ടുണ്ടാകും, ഇന്റർപ്രറ്റ് ചെയ്തിട്ടുണ്ടാകും. പക്ഷെ ആ മേഖലയെക്കുറിച്ച് അതിൻ്റെ ഒരു ഡൈവേഴ്സിറ്റി എത്രമാത്രം വലുതാണ് എന്നുള്ളത് വളരെ കുറഞ്ഞ സമയത്ത് ഓടിപ്പിടിച്ച് പറഞ്ഞു പോവുക എന്നത് മാത്രമാണ് സാധ്യമാകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, എന്താണ് ഫുഡ് ടെക്നോളജി എന്ന് ചെറുതായിട്ടൊന്ന് പരിചയപ്പെടുത്താമെന്ന് ഉദ്ദേശിക്കുന്നു. നമ്മൾ ഫുഡ് എന്ന് പറയുന്ന ഒരു മേഖല നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് നമ്മളെല്ലാവരും മനുഷ്യരാശിയുടെ തുടക്കം മുതൽ എങ്ങനെയാണ് നമ്മൾ ഇപ്പോഴെത്തിയിരിക്കുന്ന ഒരു സ്റ്റേജിലേക്ക് എത്തിയത് എന്നുള്ളത് ലോജിക്കലി ചിന്തിച്ചാൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും. അതായത് നമുക്ക് വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ കഴിഞ്ഞ ഒരു തലമുറ, നമ്മുടെ ഒരു ഏകദേശം 80s മുമ്പുള്ള ഒരു സാഹചര്യം, അവരുടെ ഒരു സ്റ്റാർവേഷൻ അല്ലെങ്കിൽ നമ്മുടെ പട്ടിണിയിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു ജീവിതമായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. പക്ഷേ ഏകദേശം ഒരു 80s ആഫ്റ്റർ 90s ശേഷം ഏറെക്കുറെ നമ്മുടെ മേഖലയിൽ ഏറെക്കുറെ ഒരുവിധം സമൂഹത്തിൻ്റെ വലിയൊരു വിഭാഗം ആളുകൾക്കും ഫുഡ് വളരെ എന്താ പറയുക, ഫ്രീ കോസ്റ്റിൽ എന്ന് പറയാവുന്ന തരത്തിൽ, അതല്ലെങ്കിൽ ഒരു റിസ്ക്കും ഇല്ലാത്ത രൂപത്തിൽ ഫുഡ് കിട്ടുന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ വന്നു. അതായത് കഴിഞ്ഞ തലമുറയിലെ ജനങ്ങൾ ഭക്ഷണത്തിന് വേണ്ടി ജീവിക്കുകയും അതിനു വേണ്ടിയിട്ട് ഒരുപാട് അധ്വാനം നടത്തുകയും ചെയ്തിരുന്നതിന് പകരമായിട്ട് ഇന്നതിൽ കുറേയും കൂടെ ടെക്നോളജിയും ഇന്നോവേഷനൊക്കെ കൊണ്ടുവരികയും അത് സാർവത്രികമാക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഒറ്റയടിക്ക് നമുക്ക് പറയാൻ പറ്റുക. അപ്പോൾ ഫുഡ് ടെക്നോളജി എന്ത് എന്നുള്ളതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. ഇറ്റ്സ് ബേസിക്കലി എ സയൻസ് ഡ്രിവൺ ആപ്ലിക്കേഷൻ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി. അതായത് നമുക്ക് ഫുഡ് ടെക്നോളജി എപ്പോഴും എങ്ങനെയാണ് വ്യത്യസ്തമാവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സാധാരണ ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന ഇപ്പോൾ ഒരു ഹോട്ടൽ ഇൻഡസ്ട്രി നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഹോട്ടൽ ഇൻഡസ്ട്രിയിൽ നിന്നും എങ്ങനെയാണ് ഒരു ഫുഡ് ടെക്നോളജി വ്യത്യസ്തമാവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പ്രോസസ്സിംഗ് ലെവലിൽ കുറേ കാര്യങ്ങൾ വരുന്നു, പ്രിസർവേഷൻ കാര്യങ്ങൾ വരുന്നു, പാക്കേജിങ് വരുന്നുണ്ട്, അതുപോലെ തന്നെ ഫുഡിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ, അതിൻ്റെ ന്യൂട്രീഷണൽ പാർട്സ്, ഇങ്ങനെ വളരെ വൈഡായിട്ടുള്ള എല്ലാ മേഖലയിലും സ്പർശിച്ചുകൊണ്ടാണ് ഫുഡ് ടെക്നോളജി മുന്നോട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ നമ്മുടെ അടുക്കളയിലുള്ള നമ്മുടെ കിച്ചൺ ഉള്ള ഒരു ഫുഡ് അത് വലിയൊരു ശതമാനവും അതിൻ്റെ പ്രിപ്പറേഷൻ ലെവലിൽ കുറച്ച് മാറ്റി നിർത്തിയാലും അതിൻ്റെ പ്രോസസ്സിംഗ് രംഗത്ത് എന്തുണ്ട് വലിയ രൂപത്തിലുള്ള വിപ്ലവം നമുക്ക് കൊണ്ടുവരാൻ പറ്റിയിട്ടുള്ളത് ഫുഡ് ടെക്നോളജിയാണ്. അപ്പോൾ ഈ ഫുഡ് ടെക്നോളജി എന്ന് പറയുന്ന സബ്ജക്റ്റ് നമ്മൾ മനസ്സിലാക്കുമ്പോൾ പ്രധാനമായിട്ടും 3 ഭാഗമായിട്ട് നമ്മൾ അതിനെ മനസ്സിലാക്കണം. ഒന്ന്, അതിനൊരു സയൻറ്റിഫിക് ആസ്പെക്റ്റ് ഉണ്ട്, മറ്റൊന്ന് അതിന് ടെക്നോളജിക്കൽ ആസ്പെക്റ്റ്, മറ്റൊന്ന് ഇൻഡസ്ട്രിയൽ ആസ്പെക്റ്റ്. ഈ 3 ആസ്പെക്റ്റിലാണ് ഫുഡ് ടെക്നോളജി എന്ന് പറയുന്ന ഫീൽഡ് ശരിക്കും നിൽക്കുന്നത്. സയൻറ്റിഫിക് ആസ്പെക്ട്സ്, നമ്മൾ ഈ ഒരു മേഖലയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ താല്പര്യപ്പെടുന്ന ആളുകൾ എന്ന അർത്ഥത്തിൽ ഇതിൻ്റെ സയൻറ്റിഫിക് ആസ്പെക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഒരു ഫുഡിൻ്റെ കോമ്പോസിഷൻ. അതിപ്പോൾ നമ്മൾ എന്തൊരു ഫുഡായിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നിങ്ങൾ സിംപ്ലി നമ്മളൊരു ബിസ്ക്കറ്റ് വാങ്ങുമ്പോൾ വാട്ട് എവർ ഇറ്റ് ഈസ്, നിങ്ങൾ ഏത് ടൈപ്പ് ഓഫ് പ്രോഡക്റ്റ് നിങ്ങൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങുകയാണെന്നുണ്ടെങ്കിലും ശരി, അതിലെല്ലാം നമ്മളൊരു കോമ്പോസിഷൻ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് അവൈലബിൾ ആണ്. അതിൽ ഇൻഗ്രീഡിയൻസ് ലെവലിലുള്ള കാര്യങ്ങളുണ്ട്. അപ്പം നമ്മൾ എന്താണ് ഒരു ഫുഡിൻ്റെ ഇൻഗ്രീഡിയൻസ് ലെവലിലുള്ള കാര്യങ്ങൾ, അതിൻ്റെ കോമ്പോസിഷൻ മനസ്സിലാക്കുന്നു. അതുപോലെ തന്നെ അതിൻ്റെ ഒരു കെമിസ്ട്രി ഉണ്ട്, അതിൻ്റെ പിന്നിൽ കൃത്യമായിട്ടുള്ള ഒരു കെമിസ്ട്രി ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ മൈക്രോബയോളജിക്കൽ ആസ്പെക്ട്സ് ഉണ്ട്. അതുപോലെ തന്നെ ന്യൂട്രീഷൻ. ഇപ്പോഴത്തെ കാലത്ത് എല്ലാവരും കുറേ ആയിരിക്കില്ല, നമ്മളെല്ലാവരും നല്ലൊരു ശതമാനം ആളുകളും ഫുഡിൽ വളരെയേറെ കൺസേൺഡ്, എസ്പെഷ്യലി ന്യൂജനൊക്കെ. നമ്മൾ എന്ത് കഴിക്കുന്നു, വളരെ കുറഞ്ഞ, അതായത് നമ്മൾ ഒരു നേരം കഴിക്കുന്ന ഫുഡിൻ്റെ കലോറിയെക്കുറിച്ചൊക്കെ നമ്മൾ വളരെയേറെ കൺസേൺഡ്. അപ്പോൾ ആ ഒരു സയൻറ്റിഫിക് ആസ്പെക്റ്റ് ഫുഡ് ടെക്നോളജിയുടെ ഭാഗമായിട്ട് വരുന്നതാണ്. രണ്ടാമത്തേതാണ് ടെക്നോളജിക്കൽ ആസ്പെക്റ്റ്. ടെക്നോളജിക്കൽ ആസ്പെക്ട്സ് എന്ന് പറയുമ്പോൾ ഡിഫറെൻറ്റ് ടൂൾസ് ആൻഡ് ടെക്നിക്സ് നമ്മൾ ഉപയോഗിക്കുന്നു. അപ്പോൾ നമുക്ക് ഇന്ന് നമ്മൾ മാർക്കറ്റിൽ അവൈലബിൾ. അപ്പോൾ നമ്മളെല്ലാവരും പാല് എന്ന് പറയുന്ന സമയത്ത് നമുക്ക് ആർക്കെങ്കിലും ഒരു പശു അല്ലെങ്കിൽ നമ്മുടെ അടുത്ത ഒരു വീട്ടിൽ നിന്ന് പാല് കൊണ്ടുതരുന്ന ഒരു ഫീല് നമ്മളിൽ എത്ര പേർക്കുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറയുന്നത് ഒരു 80% ആളുകൾക്ക് ഉണ്ടാവില്ല. പാക്കറ്റ് പാല് എന്നതായിരിക്കും നമ്മളെ മൈൻഡിലേക്ക് വന്നിട്ടുള്ളത്. എങ്ങനെയാണ് ഈ പാക്കറ്റ് ലെവലിലേക്ക് പാലിനെ കൊണ്ടുവന്നിട്ടുള്ളത്? നമുക്കറിയാം, പാലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് കേടുവരും അല്ലേ. നമ്മുടെ വീട്ടിൽ പാല് അടുത്ത വീട്ടിൽ നിന്ന് ആരെങ്കിലുമൊക്കെ കറന്നു കൊണ്ടുവരുന്ന ഒരു പാല് നമുക്ക് എത്ര സമയം പുറത്തു വെക്കാൻ പറ്റും? ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. പക്ഷെ നമുക്ക് ഇന്ന് റൂം ടെമ്പറേച്ചറിൽ, പാക്കറ്റിൽ റൂം ടെമ്പറേച്ചറിൽ മോർ ദാൻ 6 മന്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പാല് നമുക്ക് സൂക്ഷിക്കാൻ പറ്റും. ഞാൻ വളരെ അതിൻ്റെ ഏറ്റവും ഫെമിലിയർ ആയിട്ടുള്ള ഒരു ടെക്നോളജിയെ മാത്രം പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് പാസ്ചറൈസേഷൻ, അതുപോലെ എക്സ്ട്രൂഷൻ
അപ്പോൾ നമുക്ക് എല്ലാവർക്കും അല്ലെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ടൈപ്സ് ഓഫ് കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രൊഡക്ട്സുകളിൽ പെട്ടതാണ് ലേസ്, കുർക്കുറെ, ഇങ്ങനെ ഡിഫറെൻറ്റ് ബ്രാൻഡുകൾ. ഇതെല്ലാം ബ്രാൻഡ് നെയിംസ് മാത്രമാണ്. ഇതെല്ലാം എന്താണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രോഡക്ട്സുകളാണ്. അതുപോലെ തന്നെ ഫെർമെൻറ്റേഷൻ, നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രത്യേകിച്ചും ബിവറേജസ് ഇൻഡസ്ട്രി, ഇങ്ങനെ വലിയ ഏതൊരു ഇൻഡസ്ട്രി എടുക്കുകയാണെന്നുണ്ടെങ്കിലും അവിടെ ഒരു ടെക്നോളജിക്കൽ ആസ്പെക്ട്സ് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നമ്മൾക്ക് ഫുഡ് ടെക്നോളജിയിൽ എന്തെല്ലാമാണ് നമ്മൾ കവർ ചെയ്യുന്നതെന്നാണ് നമ്മൾ പറയുന്നത് അല്ലേ. അപ്പോൾ ഒന്നാമത്തെ എന്താണ്, സയൻറ്റിഫിക് ആയിട്ടുള്ള ഭാഗങ്ങൾ നമ്മൾ കവർ ചെയ്യും. നമ്പർ 2 അതിൻ്റെ ടെക്നോളജിക്കൽ ആസ്പെക്ട്സ് കവർ ചെയ്യും. നമ്പർ 3 അതിൻ്റെ ഇൻഡസ്ട്രിയൽ ആസ്പെക്ട്സ് കവർ ചെയ്യും. ഇൻഡസ്ട്രിയൽ ആസ്പെക്ട്സ് എന്ന് പറയുമ്പോൾ എന്താ, നമ്മൾ ആദ്യമേ ഒരു ടെക്നോളജി ഉപയോഗിച്ചു. ടെക്നോളജി ശരിക്കും ഇപ്പോൾ നമ്മൾ പാസ്ചറൈസേഷൻ എന്ന് പറയുന്ന ടെക്നോളജി എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതിലിപ്പോൾ മിൽക്ക് അല്ലെ, അപ്പം അന്ന് ലൂയി പാസ്ചർ ആ ഒരു കൺസെപ്റ്റ് കണ്ടെത്തി. എന്തുകൊണ്ട് അതിൻ്റെ ഒരു ഹിസ്റ്ററി ഓഫ് മൈക്രോബയോളജി ആ ലെവലിൽ പറയുമ്പോൾ ഭയങ്കര രസമാണ് കാര്യങ്ങൾ പഠിക്കാനൊക്കെ. അപ്പോൾ ആ ഒരു ലെവലിൽ നിന്നും ഇന്ന് നമ്മൾ കാണുന്ന ഇൻഡസ്ട്രിയൽ ആസ്പെക്റ്റ് ഉണ്ട്. മെഡിക്കൽ ഫീൽഡിൽ കുറച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ സാമുവൽ ഹാനിമാൻ അന്ന് കാലത്ത് കുറേ കാര്യങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിലെ തെറ്റുകൾ, അതിൻ്റെ കുറവുകളെല്ലാം പരിഹരിച്ചുകൊണ്ട് ആധുനിക സയൻസ് അല്ലെങ്കിൽ ആധുനിക മെഡിക്കൽ ഫീൽഡ് എത്രമേൽ ഡെവലപ്ഡ് ആയി എന്നുള്ളത് നമുക്കറിയാൻ പറ്റും അല്ലേ. ഇപ്പോൾ ഹോമിയോ ആണ് പൊതുവെ അന്ന് ഉപയോഗപ്പെട്ടിരിക്കുന്നത്. അതെ, അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് മറ്റേ മോഡേൺ മെഡിസിനെയാണ് നമ്മൾ ആശ്രയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതുപോലെ തന്നെ ഫുഡ് ഇൻഡസ്ട്രിയിൽ എന്തുണ്ട്, കൃത്യമായിട്ടുള്ള ഒരു മോഡേൺ ടെക്നോളജി ഇൻഡസ്ട്രിയൽ ആസ്പെക്ട് കൃത്യമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഈച്ച് ആൻഡ് എവറി പ്രോഡക്ട്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഒരു പാക്കേജഡ് ആയിട്ടുള്ള പ്രോഡക്ട്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻ കൊണ്ടുവന്നതുകൊണ്ടാണ് അതിന് അത്രമേൽ സർവൈവൽ നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഞാൻ ഇപ്പോൾ പറയാൻ ശ്രമിച്ചിട്ടുള്ള ഒന്നാമത്തെ സ്ലൈഡ്സിൽ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് എന്താണ് ഫുഡ് ടെക്നോളജി എന്നുള്ളതാണ്. അത് ബേസിക്കലി ഒരു സയൻസ് ഡ്രിവൺ എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി. അതിൽ പ്രോസസ്സിംഗ് വരുന്നുണ്ട്. നമ്മൾ പ്രോസസ്സിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞുള്ള പാസ്ചറൈസേഷൻ ആവാം, ഫെർമെൻറ്റേഷൻ ആവാം, എക്സ്ട്രൂഷൻ ആവാം, അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രോസസ്. ദെൻ പ്രിസർവേഷൻ ഡിഫറെൻറ്റ് ടെക്നിക്സ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. കെമിക്കലായിട്ടുള്ള പ്രിസർവേഷൻസ് ഉണ്ട്. ദെൻ ടെക്നോളജിക്കൽ ലെവലിലുള്ള എന്തെങ്കിലും തരത്തിലുള്ള ആപ്ലിക്കേഷൻ ഓഫ് ഹീറ്റ് ഓർ സംതിങ് ആയിരിക്കാം. ദെൻ പാക്കേജിങ് നമ്മൾ ഉപയോഗിക്കുന്നു. ഇങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ആസ്പെക്ട്സ് ഉൾക്കൊള്ളുന്നതാണ് ഫുഡ് ടെക്നോളജി എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നമ്മൾ ഇതിൻ്റെ ഒരു അക്കാഡമിക് പെർസ്പെക്റ്റീവ്സിലേക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെല്ലാമായിരിക്കും പഠിക്കാനുണ്ടാവുക. കാരണം നമ്മൾ ഈ മേഖല ചൂസ് ചെയ്യാൻ താല്പര്യപ്പെടുന്ന ആളുകളാണ് അല്ലേ. അപ്പോൾ കോറായിട്ട് നമുക്ക് സയൻസ് സബ്ജക്റ്റ് പഠിക്കാനുണ്ടാവും. നമ്മൾ +2 നമ്മൾ പഠിച്ചിട്ടുള്ള ഒരുപാട് സബ്ജക്റ്റുകളില്ലേ, അതിൻ്റെ കുറേ പാർട്ടുകൾ. അത് ഒന്നാമതാണ് ഫുഡ് കെമിസ്ട്രി. അപ്പോൾ കെമിസ്ട്രി നല്ല സ്ട്രോങ് ഉള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ഫുഡ് ടെക്നോളജി എന്ന് പറയുന്നത് ഒരു അടിപൊളി ഓപ്ഷൻ ആയിരിക്കും. സ്റ്റഡി ഓഫ് കെമിക്കൽ കോമ്പോസിഷൻ ആൻഡ് റിയാക്ഷൻസ് ഇൻ ഫുഡ്. അപ്പോൾ നമ്മൾ വളരെ ഇപ്പം നമ്മുടെ +2 നമുക്ക് പഠിക്കാനുണ്ടാവും അല്ലേ. ഒരു ചാപ്റ്റർ ഉണ്ട് നമ്മൾ കൃത്യമായിട്ട് പഠിക്കുന്ന ന്യൂട്രീഷൻ ബേസ് അല്ലേ, പ്രോട്ടീൻ, കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻസ്, ലിപ്പിഡ്സ്, ഇങ്ങനെയൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പ്ലെയിൻഡ് ആയിട്ടുള്ള വേർഷൻസ് ഫുഡ് കെമിസ്ട്രിയിൽ പഠിക്കാനുണ്ടാകും. ദെൻ ഫുഡ് മൈക്രോബയോളജി, മൈക്രോ ഓർഗാനിസമായിട്ട് ഇപ്പോൾ നമുക്കറിയാം ഫുഡുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് തരത്തിലുള്ള ഇഷ്യൂസും കാര്യങ്ങളും വന്നുകൊണ്ടിരിക്കുന്നു അല്ലേ. ഇപ്പോൾ പ്രത്യേകിച്ചും ഇപ്പോൾ കോവിഡ് കാലം കഴിഞ്ഞുപോയി. അപ്പോൾ ഇങ്ങനെ നമുക്ക് മൈക്രോബയോളജി അല്ലെങ്കിൽ സൂക്ഷ്മാണുക്കൾ എന്ന് പറയുന്ന ഒരു വിഭാഗം ആളുകൾ നമ്മളോടൊപ്പം ചേർന്ന് നിൽക്കുന്നു എന്നുള്ളത് നമുക്കെല്ലാവരും ബോധം വെച്ച് കഴിഞ്ഞു. അപ്പോൾ ഈ ഫുഡ് മേഖലയിൽ ഈ മൈക്രോബ്സിന് വലിയ രൂപത്തിലുള്ള പങ്ക് വഹിക്കുന്നുണ്ട്. അത് അഡ്വേഴ്സ് ആയിട്ട് നെഗറ്റീവ് ആയിട്ടുണ്ട്, അതിൽ കൂടുതലായിട്ട് നമ്മൾ പോസിറ്റീവ് ആയിട്ടുണ്ട്. അത് നമ്മൾ പലപ്പോഴും മനസ്സിലാക്കാതെ പോകുന്നതാണ്. നല്ലൊരു ശതമാനവും മൈക്രോ ഓർഗാനിസം, അബൌട്ട് 70% ഓഫ് മൈക്രോബ്സ് നമുക്ക് ബെനിഫിഷ്യൽ ആയിട്ടുള്ള മൈക്രോബ്സാണ്. നമ്മളെപ്പോഴും എന്താണ് മൈക്രോബ്സ്, ബാക്ടീരിയ, വൈറസ് ആകെ പ്രശ്നമായിട്ടാണ് നമ്മൾ കാണുന്നത്. പക്ഷെ ഇതിൽ കുറേ നല്ലൊരു ശതമാനം ആളുകൾ മൈക്രോബ്സ് എന്താണ് നമുക്ക് ബെനിഫിഷ്യൽ ആയിട്ടുള്ള. അപ്പം നമുക്ക് ആസ് പാർട്ട് ഓഫ് ഫുഡ് ടെക്നോളജി വി നീഡ് ടു സ്റ്റഡി അബൌട്ട് ഫുഡ് മൈക്രോബയോളജി. ദെൻ ഫുഡ് ബയോകെമിസ്ട്രി, നമ്മൾ ഉണ്ടാക്കുന്ന എൻസൈംസ്, മെറ്റബോളിസം, ഇതൊക്കെ നമ്മൾ ഒരു ഫുഡ് ഐറ്റം ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ട് നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത് ഇതിൻ്റെ എൻസൈംസ്, അതിൻ്റെ മെറ്റബോളിക് ആക്ടിവിറ്റി, ബയോകെമിക്കൽ ചേഞ്ചസ്, ഇങ്ങനെയുള്ള വലിയൊരു മേഖലയും കൂടെ കവർ ചെയ്യുമ്പോഴാണ് ഞാൻ പറഞ്ഞു തരാൻ ശ്രമിച്ചിട്ടുള്ളത്. സയൻസ് ആയിട്ട് സബ്ജക്റ്റ് നമുക്ക് കുറച്ച് കവർ ചെയ്യാനുണ്ടാവും ആസ് പാർട്ട് ഓഫ് ഫുഡ് ടെക്നോളജി. ദെൻ നമ്പർ 2 പ്രോസസ്സിംഗ് ആൻഡ് എഞ്ചിനീയറിംഗ് ലെവലിൽ നമുക്ക് കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ടാവും. പ്രോസസ്സിംഗ് ടെക്നോളജി നേരത്തെ പറഞ്ഞിട്ടുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള അല്ലേ, ഞാൻ നേരത്തെ പറഞ്ഞ ഫ്രീസിങ്, പാസ്ചറൈസേഷൻ, ഫെർമെൻറ്റേഷൻ, ഇങ്ങനെയുള്ള നമ്മൾ ഒരു ഇൻഡസ്ട്രിക്കകത്ത് നടക്കുന്ന അതിൻ്റെ ടെക്നോളജിക്കൽ ആസ്പെക്ട്സ്, എഞ്ചിനീയറിംഗ് ആസ്പെക്ട്സ് പഠിക്കാനുണ്ടാവും. ദെൻ പ്രിസർവേഷൻ,
പ്രിസർവേഷനിൽ എന്തെല്ലാമാണ് നമ്മുടെ ഒരു ഷെൽഫ് ലൈഫിന്. നമുക്കൊരു പ്രൊഡക്റ്റ് എന്തുകൊണ്ടാണ് കേട് വരുന്നത്? ഇപ്പോൾ നമ്മുടെ വീട്ടിൽ നമ്മളൊരു ചോറ് വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നുണ്ട്, വളരെ പെട്ടെന്ന് അത് കേട് വരും അല്ലേ. ഒരു ഫുഡ് ഐറ്റം ശരിക്കും പ്രിപ്പയർ ചെയ്ത് 4 മണിക്കൂറിനകം മാക്സിമം വിതിൻ 4 അവേഴ്സിനകം നമ്മൾ കഴിക്കണം എന്നാണ് അതിൻ്റെ ഒരു ശരിയായിട്ടുള്ള രീതി. പിന്നെ നമ്മൾ അത് എക്സ്റ്റെൻഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അതിനപ്പുറത്തേക്ക് പോകുന്ന ഇടത്തെല്ലാം നമ്മൾ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ടെക്നോളജി നമ്മൾ അപ്ലൈ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ തെർമലായിട്ടുള്ള ഇതായിരിക്കും നമ്മൾ കൊടുക്കുന്നത്. തെർമൽ എന്ന് പറയുമ്പോൾ റിഫ്രിജറേഷൻ അതിൻ്റെ ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ്. ഇപ്പോൾ നമ്മൾ ഈവൻ പിന്നെ UK-യിലോട്ടൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ ഇഷ്ടം പോലെ എന്ന് പറയാൻ പറ്റില്ല, എന്നാലും കുറച്ച് കമ്പനികൾ എന്ത് ചെയ്യുന്നുണ്ട്, സദ്യ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, അവർക്ക് ജസ്റ്റ് അവിടെ എത്തിക്കഴിഞ്ഞാൽ ജസ്റ്റ് ആ സാധനം ഒന്ന് ഹീറ്റ് ചെയ്യേണ്ട കാര്യം മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാ കാര്യങ്ങളും റെഡിയാണ്. അപ്പോൾ ആ തരത്തിലേക്ക് നമ്മുടെ ടെക്നോളജി മാറിയിട്ടുണ്ട്. എവിടെ? നമ്മുടെ കൊച്ചു കേരളത്തിൽ അല്ലെങ്കിൽ നമ്മുടെ മലപ്പുറം ജില്ലയിലും കോഴിക്കോട് ജില്ലയിലൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള പാക്കഡ് ആയിട്ടുള്ള സാധനങ്ങൾ UK-യിൽ എത്തിയിട്ട് പാക്കറ്റ് പൊട്ടിച്ച് അവർ ഓണത്തിന് ഫുഡ് കഴിക്കുന്നു, സദ്യ കഴിക്കുന്നു. അപ്പം അത്രമാത്രം വൈഡായിട്ട് നമുക്ക് നമ്മുടെ ഡേ ടു ഡേ ലൈഫിലുള്ള ആഘോഷങ്ങൾ പോലും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇതെല്ലാം ടെക്നോളജി ബേസ് ചെയ്തിട്ടാണ്. ഫുഡ് ടെക്നോളജിയാണ്. ദെൻ ഫുഡ് എഞ്ചിനീയറിങ്, ഹീറ്റ് ട്രാൻസ്ഫർ, മാസ് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ ഈ പാസ്ചറൈസേഷനിലൊക്കെ പഠിക്കുന്ന എന്താണ്, ശരിക്കും ഹീറ്റ് ട്രാൻസ്ഫർ ആണ്. നമ്മൾ അത് ഡിസ്കസ് ചെയ്യുന്നൊരു സ്റ്റേജ് അല്ല. ദെൻ ഡയറി ഇൻഡസ്ട്രീസ്, മീറ്റ് ഇൻഡസ്ട്രീസ്, നമുക്കറിയാം. ഇപ്പോൾ ഡയറി ഇൻഡസ്ട്രി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വലിയ ഒരു മേഖലയാണ്. അപ്പോൾ പിന്നെ മീറ്റ് ഇൻഡസ്ട്രി നമുക്കറിയാം, ലോകത്തിൽ തന്നെ വലിയൊരളവിൽ മീറ്റ് എക്സ്പോർട്ട് ചെയ്യുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് നമ്മുടെ രാജ്യം. അപ്പോൾ എനിക്ക് തോന്നുന്നു 1-ാം സ്ഥാനത്തോ 2-ാം സ്ഥാനത്തോ എങ്ങാണ്ടാണ് ഞാൻ മനസ്സിലാക്കുന്നു. ചെറിയ വേരിയേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും ചില സമയങ്ങളിൽ ഉണ്ടാവാറുണ്ട്, അതുകൊണ്ടാണ്. ദെൻ ഫിഷ്, നമ്മൾ എസ്പെഷ്യലി ഇൻ കേരള അല്ലേ, നമ്മളെന്താണ് ഫിഷ് എക്സ്പോർട്ടിൽ ഇന്ത്യയിലെ ഏറ്റവും 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന സംസ്ഥാനമാണ്. ഏറ്റവും കൂടുതൽ ഫിഷ് എക്സ്പോർട്ട് ചെയ്യുന്ന സ്റ്റേറ്റ് നമ്മളെ കേരളമാണ്. പോൾട്രി പ്രോസസ്സിങ്, അതുപോലെ ബേക്കറി ഇൻഡസ്ട്രി നമുക്ക് പറയേണ്ട കാര്യമില്ല അല്ലേ. നമുക്ക് എല്ലാവരും ബേക്കറി എന്ന് പറയുന്നത് അത്രയും വൈഡ് ആയിട്ടുള്ള ഒരു ഏരിയ. അപ്പോൾ ഇത്രമാത്രം ഏരിയാസ് നമുക്ക് ആസ് പാർട്ട് ഓഫ് ടെക്നോളജി നമുക്ക് പഠിക്കാനുണ്ടാകും. പഠിക്കാൻ എന്നതിനേക്കാൾ കൂടുതലായിട്ട് നമുക്ക് കരിയറിൽ നമുക്ക് അത്രയും ഓപ്പർച്യൂണിറ്റി ഉണ്ട് എന്ന് പറയാനാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. ദെൻ ഇപ്പോഴത്തെ കാലത്തിനനുസരിച്ച് ക്വാളിറ്റി ആൻഡ് സേഫ്റ്റി നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരുപക്ഷെ നിങ്ങൾക്കൊക്കെ പരിചയം ഉണ്ടായിരിക്കും, FSSA എല്ലാവരും കേട്ടിട്ടുണ്ടാവും, ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ. അപ്പോൾ നമ്മൾ ഫുഡ് സേഫ്റ്റി എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും ഫെമിലിയറായി. അപ്പോൾ അതിൻ്റെ ഭാഗം ഒന്ന് ആലോചിക്കുകയാണെങ്കിൽ അവിടെ ക്വാളിറ്റി അഷ്വറൻസ് ഉണ്ട്, ക്വാളിറ്റി കൺട്രോൾ ഉണ്ട്. ഒരു കമ്പനിയിൽ നിന്ന് എന്തുകൊണ്ടാണ് നമ്മൾ ഒരു ബ്രാൻഡഡ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് നമ്മൾ വാങ്ങിക്കുന്നത്? അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് അതിൽ നമുക്ക് വിശ്വാസമുണ്ട് എന്നുള്ള അല്ലെ. നമ്മൾ ഡിഫറെൻറ്റ് ബ്രാൻഡിലുള്ള പ്രോഡക്ട്സ് നമ്മൾ വാങ്ങിക്കുന്നു, അതെന്താണ് നമ്മുടെ ഒരു ക്രൈറ്റീരിയ എന്താ, അല്ലെങ്കിൽ നമ്മൾ പൊതുവേ അതിനൊരു മാർക്കറ്റിംഗ് ടേംസിൽ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ USP അങ്ങനെ പല കാര്യങ്ങളും പറയും അല്ലേ. അപ്പോൾ ആ ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി എന്താണ് അവർ മുന്നോട്ട് വെക്കുന്നത്? ക്വാളിറ്റി ആൻഡ് സേഫ്റ്റിയാണ്. അപ്പോൾ ആ ഒരു സെക്ടറിൽ വലിയ സാധ്യതകളുണ്ട്, എസ്പെഷ്യലി ഫുഡ് റെഗുലേഷൻ. ഇന്ന് ഫുഡ് റെഗുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ഇൻഡസ്ട്രി സ്റ്റാർട്ട് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ രജിസ്ട്രേഷൻ മുതൽ അതിൻ്റെ പ്ലാന്റ് ലേഔട്ട്, അതിൻ്റെ മെഷീനറീസ്, അതിൻ്റെ മെയിൻ്റനൻസ്, അതിൻ്റെ പിന്നെ ഡിഫറെൻറ്റ് ആസ്പെക്ട്സിലുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്, ഹൈജീൻ റിലേറ്റഡ് ആയിട്ടുള്ള സാധനങ്ങൾ, ഇങ്ങനെ അത് തന്നെ വലിയൊരു ഏരിയയാണ്. അപ്പോൾ ക്വാളിറ്റി ആസ്പെക്ട്സ്, സേഫ്റ്റി ആസ്പെക്ട്സ് എന്ന് പറയുന്നത് വലിയൊരു മേഖലയായിട്ട് നമുക്ക് ഓപ്പർച്യൂണിറ്റി തരുന്നുണ്ട്. മറ്റൊന്ന് ഫുഡ് സേഫ്റ്റി ആൻഡ് ഹൈജീൻ. അപ്പോൾ നമ്മൾ ഈവൻ FSSA നമുക്കറിയാം അല്ലേ, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ ഗ്ലോബലി ഇതിൻ്റെ അപ്പർ ബോഡി ആയിട്ട് വർക്ക് ചെയ്യുന്നതാണ് കോഡെക്സ് അലിമെൻ്റേറിയസ് കമ്മീഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ISO സ്റ്റാൻഡേർഡ്സ്, ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡ്സുകൾ അവൈലബിൾ ആണ്, ഇപ്പോൾ നിലവിലുണ്ട്. അപ്പോൾ ഈ സ്റ്റാൻഡേർഡ്സുകളിലൊക്കെ നമുക്ക് ചാൻസ് ഉണ്ട്. ഇപ്പോൾ നമ്മളൊരു ഇൻഡസ്ട്രിയിൽ പോകുന്ന സമയത്ത് ആ ഇൻഡസ്ട്രി ഇന്ത്യയിലുള്ളൊരു കമ്പനിയാണോ, ദാറ്റ് ഷുഡ് ബി വർക്ക്ഡ് അണ്ടർ FSSA അല്ലേ. അപ്പോൾ ഒരു തർക്കവുമില്ല, അത് ദാറ്റ് ഈസ് കംപ്ലൈങ് വിത്ത് FSSA എന്ന് പറയാം. FSSAക്ക് കംപ്ലൈ ചെയ്തുകൊണ്ട് മാത്രമേ ആ സ്ഥാപനം വർക്ക് ചെയ്യുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എന്താണെങ്കിലും അവിടെ ഉണ്ടാവില്ലേ. മറ്റൊന്ന് ISO സ്റ്റാൻഡേർഡ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗ്ലോബലി ഏറ്റവും കൂടുതൽ ആക്സെപ്റ്റൻസ് ഉള്ളതാണ് ISO സിസ്റ്റം. നമ്മൾ തന്നെ എന്ത് സാധനം വാങ്ങുകയാണെന്നുണ്ടെങ്കിലും ISO സ്റ്റാൻഡേർഡ്സ് വരുന്നില്ലേ. ഇതുപോലെ ഫുഡ് മേഖലയിൽ എന്തുണ്ട്, ISO സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. ISO 22000 2018 ആണ് റീസെൻ്റ് ആയിട്ടുള്ള അപ്ഡേറ്റഡ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത്. അതുപോലെ ഈ മേഖലയിലുള്ള ലോസ്, GMP GHP സ്റ്റാൻഡേർഡ്സ്, ഇതൊക്കെ എന്താണ് ക്വാളിറ്റി ആൻഡ് സേഫ്റ്റി സെക്ടറിലുള്ള ഓപ്പർച്യൂണിറ്റിയാണ്. മറ്റൊന്നാണ് പാക്കേജിങ് ആൻഡ് സ്റ്റോറേജ്.
പാക്കേജിങ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇപ്പോഴത്തെ കാലത്ത് ആളുകൾ ഒരു വസ്തു വാങ്ങുന്നത് പാക്കേജിങ്ങിന് വലിയ പങ്കുണ്ട് അല്ലേ. നമുക്ക് അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു പാക്കേജിങ് ഉണ്ടാക്കാം. അപ്പോൾ പാക്കേജിങ്ങിന്റെ ഡിസൈനിങ്ങിൽ ഒരു ഭാഗമുണ്ട്. നമുക്ക് ആ ഡിസൈനിങ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു എന്താ പറയുക സൗന്ദര്യാത്മകത എന്നൊക്കെ പറയാൻ പറ്റില്ല, അതിൻ്റെ ഒരു ഭംഗിയിലാണ് പലപ്പോഴും നമ്മൾ വാങ്ങുന്നത്. പക്ഷെ ഇൻഡസ്ട്രികൾ ഏറ്റവും കൂടുതൽ മാർക്കറ്റിനെ അല്ലെങ്കിൽ കസ്റ്റമേഴ്സിനെ ആക്സെപ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അതിൻ്റെ ഭംഗി അല്ലെങ്കിൽ അതിൻ്റെ ഡിസൈൻ ശ്രദ്ധിക്കുന്നുണ്ട്. അതിനേക്കാൾ കൂടുതലായിട്ട് അതിൻ്റെ പിറകിലുള്ള മെറ്റീരിയൽ, വാട്ട് കൈൻഡ് ഓഫ് മെറ്റീരിയൽ വി ക്യാൻ യൂസ് ടു പ്രിസർവ് ദാറ്റ് സച്ച് പ്രോഡക്റ്റ്, അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ അതിൻ്റെ സ്റ്റോറേജ്, അതിനിപ്പോൾ നമ്മൾക്കറിയാം ഇപ്പോൾ പഫ് ആയിട്ടുള്ളത്, അതുപോലെ തന്നെ ഇപ്പോൾ എക്സ്ട്രൂഡഡ് ടൈപ്പ് പ്രോഡക്റ്റ്, ഇങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രോഡക്ട്സ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ലേസ് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമുക്കറിയാം, സിംപ്ലി നൈട്രജൻ ഫില്ലിങ്, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളില്ലേ. അപ്പോൾ ഇതിനെല്ലാം എന്താണ് ഇതിൻ്റെയൊക്കെ പിന്നിൽ പാക്കേജിങ്, അതിൻ്റെ സ്റ്റോറേജ്, ഇങ്ങനെയുള്ള പാക്കേജിങ് ടെക്നോളജി, ടൈപ്പ് ഓഫ് പാക്കേജിങ് മെറ്റീരിയൽ. ആ ഒരു പാക്കേജിങ് മെറ്റീരിയൽ ഉപയോഗിച്ചാൽ നമുക്ക് എത്ര ഷെൽഫ് ലൈഫ് കിട്ടും. ഇപ്പോൾ പലപ്പോഴും നമ്മുടെ നാട്ടിലൊക്കെ പല ഇപ്പോൾ ചെറുകിട സ്ഥാപനങ്ങളുടെയൊക്കെ ഒരു പ്രശ്നം, അവർ ഒരു പ്ലാസ്റ്റിക് കവറിൽ എന്ത് ചെയ്യും, എന്തെങ്കിലും പിക്കിളോ ഇങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ അവർ പാക്ക് ചെയ്ത് കുറച്ച് കഴിഞ്ഞാൽ തന്നെ ആ സാധനം കേടുവരും. എന്നാൽ കുറച്ചും കൂടെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കമ്പനി വേറൊരു പാക്കേജ് സെയിം, ഇത് നമ്മൾ കാണുന്ന സമയത്ത് സെയിം പാക്കേജിങ് മെറ്റീരിയൽ ആയിട്ട് ഫീൽ ചെയ്യും, പക്ഷെ അതിൻ്റെ ക്വാളിറ്റിയിൽ വ്യത്യാസമുണ്ട്. അതുപോലെ ലാബലിംഗ് റെഗുലേഷൻ അനുദിനം മാറിക്കൊണ്ടിരിക്കുന്ന മേഖലയാണ് റെഗുലേഷൻ മേഖല. അപ്പോൾ ആ മേഖലയിലൊക്കെ നമുക്ക് ഇഷ്ടം പോലെ സാധ്യതകൾ നിലനിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ അഡ്വാൻസ്ഡ് ഇന്റർ ഡിസിപ്ലിനറി ഏരിയാസ്, ഇപ്പോൾ ബയോടെക്നോളജി നമുക്കറിയാം, GM ഫുഡുകളൊക്കെ അല്ലേ, പിന്നെ എൻസൈം ആപ്ലിക്കേഷൻ. ഇപ്പോൾ ഈ ഒരു മേഖലയിലേക്കൊക്കെ നമുക്ക് എത്തിപ്പെടാൻ പറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കരിയറിൻ്റെ മറ്റൊരു ലെവലിലേക്ക് എത്തിയെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മീൻസ് ആ ഒരു ലെവലിലുള്ള ആപ്ലിക്കേഷൻ ലെവലിലുള്ള സാധനങ്ങൾ ഇപ്പോൾ അവൈലബിൾ ആയി. ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാമായിരിക്കും, മുമ്പൊക്കെ ഇപ്പോൾ നമ്മൾ പിന്നെ നമ്മുടെ ഫെർമെന്റഡ് ആയിട്ടുള്ള നമ്മുടെ അപ്പം ഉണ്ടല്ലോ, വെള്ളപ്പം എന്ന് പറയുന്നത്, ആ വെള്ളപ്പത്തിന് നമ്മൾ എത്ര പണിയെടുക്കണം, തലേ ദിവസം അല്ലേ, ദിവസം വെക്കണം, എന്നിട്ട് അത് ഫെർമെന്റ് ചെയ്യണം, എന്നിട്ട് അത് പൊളിച്ച് പൊന്തുന്നു, എന്നിട്ട് കുറേ ഫ്രിഡ്ജിലാവുന്നു, അല്ലെങ്കിൽ അത് പുറത്തേക്ക് തെറിക്കുന്നു, ഇങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴത്തോ ഇപ്പം റീസെൻ്റ്ലി ഇപ്പം നമ്മുടെ നാട്ടിലുള്ള, നമ്മുടെ കേരളത്തിലുള്ള കമ്പനി തന്നെയും ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഒരു പാക്കറ്റ് പൊട്ടിച്ചിട്ട് ഒരു പാത്രത്തിൽ ഒരു ഇച്ചിരി വെള്ളം ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നേരെ ചട്ടിയിലോട്ട് ഒഴിച്ചാൽ മതി, കറക്റ്റ് പാലപ്പം, ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഇല്ല. അപ്പം ഇതിനൊക്കെ എങ്ങനെയാണ് വരുന്നത്, എൻസൈംസിനെ വേണ്ട രൂപത്തിൽ നമ്മൾ ഉപയോഗപ്പെടുത്തി എന്നുള്ളത്. അതുപോലെ പ്രൊബയോട്ടിക് ഫുഡ്സ്, അതുപോലെ തന്നെ ന്യൂട്രീഷൻ ഡയറ്ററ്റിക്സ്, ന്യൂട്രീഷൻ ലാബലിങ്, ഇങ്ങനെയുള്ള മേഖലകളിൽ ഒരുപാട് സാധ്യതകൾ നിലനിൽക്കുന്നുണ്ട്. അതുപോലെ വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് ബിസിനസ് ആൻഡ് മാനേജ്മെന്റ്. ഈ ഫുഡ് ഇൻഡസ്ട്രി അല്ലെങ്കിൽ ഫുഡ് ബിസിനസ് എന്ന് പറയുന്നത് എന്തായാലും നമുക്ക് എല്ലാവർക്കും അറിയാം, മനുഷ്യൻ നിലനിൽക്കുന്ന കാലത്തോളം എന്താണെങ്കിലും ഫുഡിന് സ്കോപ്പ് ഉണ്ട്. ഇപ്പോൾ കോവിഡ് കാലത്ത് ഏറ്റവും കൂടുതൽ പൈസ ഉണ്ടാക്കിയ ഇൻഡസ്ട്രി ഏതാ, ഒരു തർക്കമില്ല, ഫുഡ് ഇൻഡസ്ട്രിയാ, എസ്പെഷ്യലി ബേക്കറി ഇൻഡസ്ട്രി. അന്ന് ആ ഒരു സമയത്ത് ബേക്കറി ഇൻഡസ്ട്രിക്കാരാണ്, അല്ലെങ്കിൽ അവിടെ ജോലി ചെയ്ത ആളുകൾക്ക് ഇൻസെൻറ്റീവ്സ് ഇനത്തിൽ തന്നെയും 1,00,000-ൽ കൂടുതൽ പൈസ അവർക്ക് കിട്ടിയിട്ടുണ്ട്. ശമ്പളമല്ല പറയുന്നത്, ഇൻസെൻറ്റീവ്സ്. അവർ കമ്പനിയുടെ ഒരു പ്രോഫിറ്റ്, കാരണം അത്രയും അവർക്ക് എഫേർട്ട് എടുക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു, അത്രയും പ്രോഫിറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കെന്താ, ഇപ്പോൾ കേരളത്തിൽ വളരെ ഫേമസ് ആയിട്ടുള്ള പല ബ്രാൻഡുകൾ എടുക്കുകയാണെങ്കിലും അവർ കോവിഡിന് ശേഷമാണ് കൂടുതൽ ഫെമിലറൈസ് ചെയ്യപ്പെട്ടത്. അതെങ്ങനെയാണ്, ആളുകൾക്ക് ഇതൊരു ആവശ്യമുണ്ടെന്ന്. അപ്പോൾ ബിസിനസ് മാനേജ്മെന്റ് രംഗത്ത് വലിയ സാധ്യതകൾ ഈ സെക്ടർ തുറക്കുന്നുണ്ട്. എസ്പെഷ്യലി മാർക്കറ്റിംഗ്, ബ്രാൻഡിങ് മേഖല അല്ലെ. ഒരു ഫുഡ് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എന്താ പറയുക, ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു മേഖലയിൽ വലിയ സാധ്യതകളുണ്ട്. അതുപോലെ സ്റ്റാർട്ടപ്പ് ഒരു മേഖല ഞാൻ പിന്നീട് സംസാരിക്കാം. ദെൻ റിസർച്ച് മെത്തഡോളജി, പ്രൊജക്റ്റ് വർക്ക്, ഇത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ബിസിനസ് ആൻഡ് മാനേജ്മെന്റ് ഓപ്ഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഓപ്ഷണൽ ആയിട്ടുള്ള മറ്റൊരു ഏരിയകളിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇൻസ്ട്രുമെന്റേഷൻ. അപ്പോൾ നിങ്ങൾ കെമിസ്ട്രിയിലൊക്കെ താല്പര്യമുള്ള ആളുകളാണെങ്കിൽ നമുക്ക് പണ്ട് ഇപ്പം നമ്മൾ പൊതുവെ നമ്മൾക്കിപ്പോൾ ഹോട്ടലിൽ ഇപ്പോൾ കയറി കഴിഞ്ഞാൽ നമ്മൾക്ക് മട്ടൺ എന്ന് പറഞ്ഞിട്ട് പലയിടങ്ങളിലും എന്തുണ്ട്, മേ ബി അത് നടന്നിട്ടുള്ള ചെറിയ ചെറിയ സംഭവങ്ങളായിരിക്കും, എല്ലായിടത്തും അങ്ങനെയാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, ഒരിക്കലും അല്ല. എല്ലാവരും വിശ്വസ്തയോടുകൂടി ബിസിനസ് ചെയ്യുന്ന ആളുകളാണ്. പക്ഷെ ചില ഇടങ്ങളിലെങ്കിലും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു പട്ടിയിറച്ചിയാണ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതെങ്ങനെ നമുക്ക് കാണാൻ, എങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക,
അതിന് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ, അതായത് ഏത് കൈൻഡ് ഓഫ് മീറ്റ് ആണ് എന്നുള്ളത് നമുക്ക് അനലൈസ് ചെയ്യാനുള്ള അത്രമേൽ വലിയ അഡ്വാൻസ്ഡ് ടെക്നോളജീസ് ഇൻസ്ട്രുമെന്റേഷൻ രംഗത്ത് അല്ലെങ്കിൽ അനാലിസിസ് രംഗത്ത് വന്നിട്ടുണ്ട്. നമ്മൾ ചുമ്മാ അനാലൈസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന കാറ്റഗറി ആണെന്ന് വേർതിരിക്കുന്നതിന് പകരമായിട്ട് ഇപ്പോഴത്തെ കാലത്തുള്ള അഡ്വാൻസ്ഡ് ടെക്നിക്സ് എന്ന് പറയുന്നത് ഇൻസ്ട്രുമെന്റേഷൻ രംഗത്ത് GC MS നമ്മൾ ക്രൊമറ്റോഗ്രഫി ഒക്കെ +2 പഠിച്ചിട്ടുണ്ടാവും അല്ലെ. അപ്പൊ അതിൻ്റെയൊക്കെ HPLC GC ഇങ്ങനെ കുറെ സാധനങ്ങൾ, ഹൈ പെർഫോമൻസ് ലിക്വിഡ് ക്രോമ ഒക്കെ ഇതിൻ്റെ ഒരു ബേസ് ചെയ്തിട്ട് കുറെ സാധനങ്ങളുണ്ട്. അപ്പൊ ആ ഒരു ലെവലിലുള്ള ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നിക്സ് ഈ മേഖലയിൽ ഇമ്പോർട്ടൻ്റ് ആണ്. മറ്റൊന്നാണ് വേസ്റ്റ് മാനേജ്മെന്റ്. ഇൻഡസ്ട്രീസ് എപ്പോഴും കൂടുതലായിട്ട് പ്രൊഡക്ഷൻ ഉണ്ടാക്കുന്നിടത്ത് എന്തുണ്ടാകും? വേസ്റ്റ് ഉണ്ടാകും. അപ്പോൾ ആ വേസ്റ്റ് മാനേജ്മെന്റ് തന്നെ വലിയൊരു മേഖലയായിട്ട് ഫുഡ് മേഖലയിൽ, ഫുഡ് ഇൻഡസ്ട്രീസിൽ നമുക്കൊരു സ്കോപ്പ് തുറന്നു വെക്കുന്നുണ്ട്. അതുപോലെ തന്നെ IPR, പിന്നെ നമ്മളൊരു പ്രൊഡക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് പുതിയ പുതിയ പ്രൊഡക്ട്സുകൾ വരുന്ന സമയത്ത് ഇങ്ങനെയൊക്കെയുള്ള ഓപ്പർച്യൂണിറ്റീസ് ഫുഡ് സെക്ടറിൽ വരുന്നുണ്ട്. അപ്പം ഞാൻ ബേസിക് ആയിട്ട് എന്താണ് ഫുഡ്, അതിൻ്റെ ഒരു മേഖല പരിചയപ്പെടുത്താനാണ് ശ്രമിച്ചിട്ടുള്ളത്. ഇനി വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് അടുത്ത, നിങ്ങൾക്ക് എന്തുകൊണ്ട് ഈ മേഖല തിരഞ്ഞെടുക്കണം, ഇതിലുള്ള പ്രധാനപ്പെട്ട ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയായിരിക്കും എന്നതിനെക്കുറിച്ച് പറയാനാണ് അടുത്ത സെഷൻ ഞാൻ, അടുത്തൊരു പാർട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒന്ന് ഇൻഡസ്ട്രിയൽ ആയിട്ടുള്ളതാണ്. ഇൻഡസ്ട്രിയൽ എന്ന് പറയുന്ന സമയത്ത് ഇപ്പോൾ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ നമ്മൾക്ക് ഓപ്പർച്യൂണിറ്റി, ഈ ഞാൻ നേരത്തെ പറഞ്ഞ വ്യവസായവൽക്കരണം മറ്റു കാര്യങ്ങളൊക്കെ വരുമ്പോൾ എന്താണ്, അത്രമാത്രം ഓപ്പർച്യൂണിറ്റീസ് വരും, ഇൻഡസ്ട്രിയൽ ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവും. പിന്നെ അക്കാഡമിക് ഓപ്പർച്യൂണിറ്റി കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. കാരണം ടീച്ചിങ് മേഖലയും അതിൻ്റെ ഒരു റിസർച്ച് മേഖലയും ഒക്കെ പോകുന്ന റിസർച്ചുകളിൽ കുറച്ചും കൂടെ അവസരങ്ങളുണ്ട്. ഇപ്പോൾ ലോകത്തിലെ തന്നെ അറിയപ്പെടുന്ന ഫുഡ് അല്ലെ ഫുഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ കേരളത്തിലുണ്ട്, ഇന്ത്യയിലുണ്ട്. CFTRI ഒക്കെ, സെൻട്രൽ ഫുഡ് ടെക്നോളജിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞാൽ. അതുപോലെ തന്നെ ഡിഫറെൻറ്റ്, ഇപ്പം NDRI ഉണ്ട്, നാഷണൽ ഡയറി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. അതുപോലെ തന്നെ പിന്നെ ഡിഫൻസിൻ്റെ സ്ഥാപനങ്ങളുണ്ട്. ഇങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫുഡ് അക്കാഡമിക് സ്ഥാപനങ്ങളുണ്ട്, റിസർച്ച് സ്ഥാപനങ്ങളുണ്ട്. അവിടങ്ങളിലേക്കെല്ലാം നമുക്ക് ഒരു ഓപ്പർച്യൂണിറ്റി, റിസർച്ചിൽ താല്പര്യമുള്ള ആളുകൾക്ക് അവിടെ അവൈലബിൾ ആണ്. മറ്റൊന്ന്, ഏറ്റവും കൂടുതൽ സാധ്യതകളുള്ള ഒരു ഫുഡ് ടെക്നോളജിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം എവർഗ്രീൻ ഓപ്പർച്യൂണിറ്റിയാണ് പ്രൊഡക്റ്റ് ഡെവലപ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്. പുതിയ പ്രൊഡക്ട്സുകൾ ഉണ്ടാക്കുക, അതിൽ കൂടുതലായിട്ട് നമുക്ക് നിലവിലുള്ള പ്രൊഡക്ട്സുകളിലെ പ്രശ്നങ്ങൾ തീർക്കുക. ഇങ്ങനെ ആ ഒരു ബേസിൽ നമുക്ക് ഇഷ്ടംപോലെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അതുപോലെ തന്നെ ഓൺട്രപ്രണർഷിപ്പ് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടതില്ല. ഏറ്റവും കൂടുതൽ ഗ്രോയിങ് ആയിട്ടുള്ള ഒരു ഇൻഡസ്ട്രിയാണ് ഓൺട്രപ്രണർഷിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ബിസിനസ്, ഫുഡ് ഓൺട്രപ്രണർഷിപ്പ്, അതിന് സാധ്യതകളുണ്ട്. പ്രത്യേകിച്ചും PMFME എന്ന് പറയുന്ന ഒരു സ്കീം തന്നെ ഇപ്പോൾ നിലവിൽ അവൈലബിൾ ആണ്. പ്രൈം മിനിസ്റ്റർ ഫോർമലൈസേഷൻ ഓഫ് മൈക്രോ എന്റർപ്രൈസസ് എന്ന് പറഞ്ഞിട്ട്, അതിൽ ഫുഡ് സെക്ടറിനാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ദെൻ നിങ്ങളൊരു ഫുഡ് ടെക്നോളജിസ്റ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏതെല്ലാം മേഖലയിലേക്കായിരിക്കും ഓപ്പർച്യൂണിറ്റി വരിക എന്നുള്ളതാണ്. ഒന്ന്, ഒരു ഫുഡ് ടെക്നോളജിസ്റ്റ് ആയിട്ട് നമുക്ക് വർക്ക് ചെയ്യാം. ഇതൊന്നും കൂടുതൽ ഞാനിപ്പോൾ വിശദീകരിക്കുന്നത് അതിൻ്റെ ഒരു സമയമല്ല എന്ന് എനിക്കറിയാം. അവിടെ നമ്മൾക്ക് ഒരു പ്രോഡക്റ്റ് ഡെവലപ്മെൻറ്റ് ഇങ്ങനെയുള്ള ഒരു ബേസിക് ആയിട്ട് ഫുഡ് ടെക്നോളജിൻ്റെ റോൾ ഉണ്ടാകും. അതുപോലെ നമുക്കൊരു മാനേജീരിയൽ പൊസിഷനിലേക്ക് നമ്മൾ വരുമ്പോൾ, അതായത് ആദ്യം നമ്മൾ കയറുന്ന ഒരു ഫുഡ് ടെക്നോളജിസ്റ്റ് അല്ലെങ്കിൽ ഒരു എക്സിക്യൂട്ടീവ് പോസ്റ്റിലേക്കായിരിക്കും, ഒരു കമ്പനിയുടെ ബേസിക് ആയിട്ടുള്ള, ഇപ്പോൾ നമ്മളിപ്പോൾ സൂപ്പർവൈസർ എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ പോസ്റ്റിലേക്ക്, അല്ലെങ്കിൽ ക്വാളിറ്റി കൺട്രോൾ എന്ന് പറയുന്ന ക്വാളിറ്റി മാത്രം ആസ്പെക്ട്സ് ചെയ്യുന്നതായിരിക്കും. പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ്, ആ ഒരു ലെവലിലുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ ആദ്യം തന്നെ കയറുന്നുണ്ടാവും. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് പതുക്കെ എന്ത് ചെയ്യാൻ പറ്റും, മാനേജീരിയൽ പൊസിഷനിലോട്ട് കയറാൻ പറ്റും. മാനേജീരിയൽ പൊസിഷൻ എന്ന് പറയുന്ന സമയത്ത് നമുക്ക് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഈ ഫുഡ് ടെക്നോളജിയോട് കൂടെ അഡീഷണലി നമുക്കൊരു മാനേജീരിയൽ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ക്വാളിഫിക്കേഷൻ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ, ഇപ്പോഴത്തെ കാലത്ത് പുതിയ കരിയറിൻ്റെ ഒരു ട്രെൻഡ് എല്ലാവർക്കും അറിയാം. എല്ലാവരും കൂടുതൽ പോസ്റ്റുകളിലേക്കും ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് അല്ലേ. അപ്പൊ നമ്മൾ ഒരു കമ്പനിയിൽ മാനേജർ എടുക്കുന്നത് ആരെയാണ്? MBA കഴിഞ്ഞ ആളാണ്. ആ കമ്പനിയിൽ 10 വർഷം വർക്ക് ചെയ്ത ഒരാളെ കമ്പനി എന്ത് ചെയ്യുന്നില്ല, വലിയതായിട്ട് അയാൾ ഒരു മാനേജീരിയൽ ലെവലിലോട്ട് കൊണ്ടുവരാൻ പുതിയ കാലത്ത് വല്ലാതെ താല്പര്യപ്പെടുന്നില്ല. കാരണം പ്രത്യേകിച്ചും ടെക്നോളജീസ് വികസിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ ലെവലിൽ ഒരുപാട് തരത്തിലുള്ള മാറ്റങ്ങൾ വേണം. അതുകൊണ്ട് തന്നെ
പഠിച്ച ആളുകളെ ആ ഫീൽഡിൽ അക്കാഡമിക്കലി അല്ലെങ്കിൽ ടെക്നിക്കലി സ്ട്രോങ് ആയിട്ടുള്ള ആളുകളെയാണ് ഇൻഡസ്ട്രി പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം ഒരു MBA ലെവലിലുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഒക്കെ അവിടെ നിലനിൽക്കുന്നുണ്ട്. ഞാൻ അതിൻ്റെ സാധ്യതകൾ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, പ്രൊഡക്ഷൻ മാനേജർ. മറ്റൊന്ന് ക്വാളിറ്റി അഷുറൻസ് മാനേജർ. നമ്മൾ ക്വാളിറ്റിയെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് എല്ലാ ഇൻഡസ്ട്രിയിലും ഏറ്റവും നല്ല സാധ്യതയുള്ള ഒരു മേഖലയായിട്ട് ക്വാളിറ്റി അഷുറൻസ് മാനേജർ നിലനിൽക്കുന്നുണ്ട്. ഞാനിതൊന്നും വിശദീകരിക്കുന്നില്ല, എൻ്റെ സമയമല്ലാത്തതുകൊണ്ടാണ്. ദെൻ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള R&D സെക്ടർ. R&D സെക്ടറിൽ നമുക്ക് R&D സയൻറ്റിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് അവിടെ പുതിയ പ്രൊഡക്ട്സുകൾ ഉണ്ടാക്കുകയും നേരത്തെ പറഞ്ഞ പോലെ പുതിയ നിലവിലുള്ള പ്രൊഡക്ട്സുകളുടെ പ്രശ്നങ്ങൾ തീർക്കുക, അങ്ങനെ വൈഡായിട്ടുള്ള ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരു ഏരിയ പാക്കേജിങ് സെക്ടറിലാവും. അങ്ങനെ വലിയൊരു ഏരിയ അവിടെ നിലനിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഫുഡ് കെമിസ്റ്റ്. ഫുഡ് കെമിസ്റ്റിൻ്റെ ഏറ്റവും പ്രധാനം, ഇപ്പം നമ്മളിപ്പോൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള കളേഴ്സ് ഉപയോഗിക്കും, ഫ്ലേവേഴ്സ് ഉപയോഗിക്കും, അതുപോലെ തന്നെ ഡിഫറെൻറ്റ് ഫോമുലേഷൻസ് ഉണ്ടായിരിക്കും. ഇതൊക്കെ ആരെ പണിയായിരിക്കും? ഒരു ഫുഡ് കെമിസ്റ്റിൻ്റെ റോളാണ്. പ്രോപ്പർട്ടീസ് ഓഫ് ഇൻഗ്രീഡിയൻസ് ഇങ്ങനെയുള്ള സാധനങ്ങൾ. അതുപോലെ തന്നെ സെൻസറി. നമ്മളിപ്പോൾ ഒരു പ്രൊഡക്റ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ ഏറ്റവും അതെങ്ങനെ ആക്സെപ്റ്റൻസ് എങ്ങനെ വരുന്നത്? ഇപ്പോൾ നമ്മളെ മുന്നിലേക്ക് ഒരു പ്രൊഡക്റ്റ് വരുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പ്രൊഡക്റ്റ് അതെങ്ങനെയാണ് വരുന്നത്? ഒരുപാട് ട്രയലുകൾ അടിച്ച് ഒരുപാട് ആളുകളിൽ നിന്നും സെൻസറി അനാലിസിസ് നടത്തി അതിൽ നിന്ന് അവർ ഒപ്റ്റ് ചെയ്യുന്ന ഒരു ഫൈനൽ പ്രൊഡക്റ്റാണ് നമ്മുടെ കയ്യിലേക്ക് വരുന്നത്. അപ്പോൾ അത്രമാത്രം സെൻസറിക്ക് ഇമ്പോർട്ടൻ്റ്. അതായത് മാർക്കറ്റിന് മുഴുവനായും പഠിച്ച് ആളുകളുടെ ടേസ്റ്റ് മനസ്സിലാക്കി ആ ഒരു രംഗത്ത് വലിയ സാധ്യതകൾ സെൻസറി എന്ന് പറയുന്ന ഒരു മേഖല നിലനിൽക്കുന്നു. ഓക്കെ, അടുത്താണ് സപ്ലൈ ചെയിൻ ആൻഡ് ഓപ്പറേഷൻ. ഇൻഡസ്ട്രിയെ സംബന്ധിച്ചിടത്തോളം ഇൻഡസ്ട്രിക്ക് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളതാണ് സപ്ലൈ മേഖല. നമുക്കറിയാം, ഒരു ഇൻഡസ്ട്രിയുടെ നിലനിൽപ്പ് ഒരു കമ്പനി നമ്മൾ മനസ്സിലേക്ക് കൊണ്ടുവരാണ് എന്നുണ്ടെങ്കിൽ ആ ഇൻഡസ്ട്രിയിലോട്ട് ഒരുപാട് തരത്തിലുള്ള റോ മെറ്റീരിയൽസ് വരണം, അല്ലേ? അപ്പോൾ ആ റോ മെറ്റീരിയൽസ് ഒക്കെ വരുന്നിടത്ത് നമുക്ക് സാധ്യതകളില്ലേ? ആ റോ മെറ്റീരിയൽസ് വരുന്നതിലൊക്കെ ഒരു ഫുഡ് ടെക്നോളജിയുടെ ഒരു അപ്ലിക്കേഷൻ ഉണ്ടാവില്ലേ? അതാണ് സപ്ലൈ ചെയിൻ ആൻഡ് ഓപ്പറേഷൻ എന്ന് പറയുന്നത്. പ്രൊക്യൂർമെന്റ്, പുതിയ റോ മെറ്റീരിയൽ വാങ്ങുന്നിടത്ത് ആ വാങ്ങുമ്പോൾ ഉണ്ടാവുന്ന റെഗുലേറ്ററി ആയിട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ അതിൻ്റെ ക്വാളിറ്റി ആസ്പെക്ട്സ് ഉണ്ടാകും. അതുപോലെ നെഗോഷിയേറ്റിംഗ് വിത്ത് സപ്ലയർ ഭയങ്കര, അല്ലേ? നമുക്ക് മാർക്കറ്റ് എന്ന് പറയുന്ന അൾട്ടിമേറ്റ്ലി എന്താണ്? പൈസ എത്ര കുറച്ച് പൈസക്ക് സാധനം വാങ്ങാൻ പറ്റുമോ അത് എത്ര പൈസക്ക് കൂടുതൽ വിൽക്കാൻ പറ്റുമോ, അതല്ലേ? പ്രോഫിറ്റ് നോക്കിയിട്ടല്ലേ, നമ്മൾ മാർജിൻ നോക്കിയിട്ടല്ലേ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അപ്പോൾ ആ തലത്തിലൊക്കെ സപ്ലൈ ചെയിൻ ആൻഡ് ഓപ്പറേഷൻ രംഗത്തുള്ള സാധ്യതകൾ നിലനിൽക്കുന്നുണ്ട്. ദെൻ പ്രൊഡക്ഷൻ മാനുഫാക്ചറിങ് സെക്ടർ നമ്മൾ ജനറൽ ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഇപ്പം നമ്മൾ ഫുഡ് സേഫ്റ്റി ഓഫീസർ, ഫുഡ് സേഫ്റ്റി മാത്രം ഫോക്കസ് ചെയ്തിട്ട് ഫുഡ് സേഫ്റ്റി ഓഫീസർ എന്ന് പറയുന്ന ഓപ്ഷൻസ് ഉണ്ട്. ഇതിൽ തന്നെ സർക്കാർ മേഖലയിലുള്ള ഫുഡ് സേഫ്റ്റി ഓഫീസർ വേറെയാണ്, ഇൻഡസ്ട്രിക്കകത്ത് ഫുഡ് സേഫ്റ്റി. അപ്പോൾ സർക്കാർ മേഖലയിലുള്ള ഓപ്പർച്യൂണിറ്റി ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ഓടിച്ചു വിടാൻ ആഗ്രഹിക്കുന്നു. ദെൻ ഹാസപ്പ് കോർഡിനേറ്റർ, HACCP എന്ന് പറയുന്നത് എല്ലാ ഇൻഡസ്ട്രിയുടെയും ബേസിക് ആയിട്ടുള്ള ഫുഡ് മാനുഫാക്ചറിങ് ഒരു ഫുഡ് സേഫ്റ്റി മാനേജ്മെന്റ് സിസ്റ്റം. അപ്പോൾ ഇങ്ങനെയുള്ള വേറെയും ഫുഡ് സേഫ്റ്റി മാനേജ്മെന്റ് സിസ്റ്റം ഉണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ആ ഒരു രംഗത്തും അതിൻ്റെ ഓപ്പർച്യൂണിറ്റി നിലനിൽക്കുന്നു. നേരത്തെ പറഞ്ഞ അക്കാഡമിക്സിന്റെ കാര്യം ഞാൻ ഓൾറെഡി സൂചിപ്പിച്ചു. പാക്കേജിങ്, നമുക്കറിയാം ഒരു ഫുഡ് ഐറ്റത്തിന്റെ ഷെൽഫ് ലൈഫ്, ഇങ്ങനെ ഒരു പാക്കേജിങ് ഇൻഡസ്ട്രി നമുക്ക് മേ ബി ഫുഡ് ടെക്നോളജി കഴിഞ്ഞതിന് ശേഷം PG വേണമെങ്കിൽ സ്പെഷ്യലൈസ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും? പാക്കേജിങ് ഇൻഡസ്ട്രി, ഇപ്പോൾ IIP ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാക്കേജിങ് ടെക്നോളജി എന്ന് പറഞ്ഞിട്ട് സ്ഥാപനം നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അവർ തന്നെ മാസ്റ്റേഴ്സ് ഇൻ പാക്കേജിങ് ടെക്നോളജി കൊടുക്കുന്നുണ്ട്. അതുപോലെ 1 ഇയർ PG ഡിപ്ലോമ പ്രോഗ്രാംസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് പാക്കേജിങ്ങിൽ നമുക്കറിയാം, ഇപ്പോൾ കേരളത്തിലൊക്കെ ഏറ്റവും ബൂമിംഗ് ആയിട്ടുള്ള ഒരു മേഖലയാണ് പാക്കേജിങ് ഇൻഡസ്ട്രി. കാരണം ഒരുപാട് കമ്പനീസ് എന്ത് ചെയ്യുന്നുണ്ട്? പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അവർക്കൊക്കെയുള്ള പാക്കേജിങ് കൂടുതലും വരുന്നത് മിക്കവാറും ഇപ്പോൾ നോർത്ത് ഇന്ത്യൻ ആ ഒരു ലെവലിൽ നിന്നാണ് കൂടുതൽ വരുന്നത്. അപ്പോൾ അവിടെ അതിനൊക്കെ മാറ്റിയിട്ട് നമുക്ക് നമ്മുടെ നാട്ടിൽ തന്നെ എന്ത് ചെയ്യാൻ പറ്റും? പാക്കേജിങ് മേഖലയിൽ വലിയ സാധ്യതകൾ കൊണ്ടുവരാൻ പറ്റും. അതുപോലെ പ്രോസസ് എഞ്ചിനീയറിംഗ്, ഇപ്പോൾ നിങ്ങൾ ബിടെക് ലെവലിലൊക്കെ പോകുന്ന ആളുകൾക്ക് മേ ബി ഡിസൈനൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകളാണ് എന്നുണ്ടെങ്കിൽ അവർക്ക് ഫുഡ് മേഖലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡിസൈൻസ് അത് എങ്ങനെയാണ് ഇപ്പോൾ ഒരു ബിടെക് ലെവലിലുള്ള ആളുകൾക്ക് എങ്ങനെയാണ് ഓരോ ലൈൻസ്, ഇപ്പോൾ നമ്മളൊരു മെഷീനറിയുടെ ലൈൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ, ആ മേഖലകളിലേക്കുള്ള സാധ്യതകളുണ്ട്. അതുപോലെ തന്നെ കൺസൾട്ടിങ് ആൻഡ് ബിസിനസ് ഡെവലപ്മെന്റ്, ബിസിനസ് മേഖല നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ നല്ലൊരു ശതമാനം ആളുകളും കാര്യങ്ങളും വേണ്ട രൂപത്തിൽ പഠിക്കാതെയാണ് പല ബിസിനസ്സും ചെയ്യുന്നത്. അപ്പോൾ അവിടെ എന്താണ് കൃത്യമായിട്ടുള്ള ഒരു ബിസിനസ് സ്ട്രാറ്റജി കാര്യങ്ങൾക്കൊക്കെ അവിടെ ഒരു സാധ്യത നിലനിൽക്കുന്നുണ്ട്. ഗവൺമെന്റ് സെക്ടറിൽ ഫുഡ് സേഫ്റ്റി ഓഫീസർ പറഞ്ഞു, അതുപോലെ തന്നെ അനാലിസിസ് രംഗത്ത് വലിയൊരു സാധ്യത നിലനിൽക്കുന്നുണ്ട്.
നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ നിലവിൽ 3 ലാബുകളാണ്, ഫുഡ് ലാബുകളാണുള്ളത്. ഈ ലാബുകളിലൊക്കെ അനലിസ്റ്റുകൾ എന്നല്ല, ശരിക്കും അവരെ എൻട്രി പോസ്റ്റ് പറയുന്ന ടെക്നിക്കൽ അസിസ്റ്റന്റ് എന്ന് പറയുന്ന പോസ്റ്റാണ്. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ അവർ ജൂനിയർ റിസർച്ച് ഓഫീസർ ആവുന്നു, ഗവൺമെന്റ് അനലിസ്റ്റ് ആവുന്നു. അങ്ങനെ ആ തരത്തിലുള്ള വലിയൊരു മേഖല അവിടെ ഗവൺമെന്റ് രംഗത്ത് നിലനിൽക്കുന്നുണ്ട്. അതുപോലെ സസ്റ്റൈനബിലിറ്റി ആൻഡ് ഇന്നോവേഷൻ. നമ്മൾ ഇപ്പോഴത്തെ കാലത്ത് സസ്റ്റൈനബിലിറ്റിക്ക് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. സസ്റ്റൈനബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ഫുഡ് ഐറ്റം അല്ല, നമ്മൾ നല്ലൊരു ശതമാനം ഫുഡ് വേസ്റ്റ് ആക്കുന്ന ആളുകളാണ്. അപ്പോൾ ഇന്റർനാഷണലി ഉള്ള കമ്പനീസുകളിലെല്ലാം സസ്റ്റൈനബിലിറ്റി മാനേജർ ഉണ്ടാവും. സസ്റ്റൈനബിലിറ്റി മാനേജറുടെ പ്രധാനപ്പെട്ട പണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ നമുക്ക് എൻവയൺമെന്റലി ഫ്രണ്ട്ലി ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ആ ഒരു മേഖല തന്നെ വേറെ തന്നെ ഒരു സെഷനാണ്. എന്നാലും വളരെ ഓടിപ്പിടിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ സസ്റ്റൈനബിലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് ഫുഡ് എങ്ങനെ വേസ്റ്റ് ആക്കാതിരിക്കാൻ പറ്റും. എന്നിട്ട് ആ വേസ്റ്റ് നമ്മൾ കുറച്ച് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നു, അതത് രാജ്യത്തുള്ള ഇപ്പോൾ എസ്പെഷ്യലി ഇപ്പോൾ എബ്രോഡിലൊക്കെ വലിയ സാധ്യതകൾ നിലനിൽക്കുന്ന ഒരു മേഖലയാണ് സസ്റ്റൈനബിലിറ്റി മാനേജർ. പ്രത്യേകിച്ചും ഈ പിന്നെ എന്താ പറയുക, ഷിപ്പ് അങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ. അപ്പോൾ ആ ഒരു മേഖലയിലൊക്കെയുള്ള ഹോട്ടൽ ഇൻഡസ്ട്രി, അങ്ങനത്തെ ഇൻഡസ്ട്രീസിലൊക്കെ വലിയ സാധ്യതകൾ തുറക്കുന്നതാണ് സസ്റ്റൈനബിലിറ്റി. ഓക്കെ, ദെൻ മാർക്കറ്റിംഗ് ആൻഡ് പ്രൊഡക്റ്റ് ഡെവലപ്മെന്റ്. ഈ പ്രൊഡക്റ്റ് ഡെവലപ്മെന്റ് മാർക്കറ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഗ്രൗണ്ടിൽ മാർക്കറ്റിൽ ഇറങ്ങിയിട്ടുള്ള, അതായത് നിങ്ങൾക്ക് ഫുഡിനോട് പാഷനേറ്റ് ആണോ, മാർക്കറ്റിങ്ങിൽ അപാരമായിട്ടുള്ള സാധ്യതകൾ. അതായത് മാർക്കറ്റ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന പ്രൊഡക്റ്റ് ഏതാണ്, എന്തുകൊണ്ടാണ് മാർക്കറ്റ് അല്ലെങ്കിൽ കൺസ്യൂമേഴ്സ് ഏറ്റവും കൂടുതൽ പ്രൊഡക്റ്റ് ഇഷ്ടപ്പെടുന്നത്, ആ തരത്തിലുള്ള. അതുപോലെ തന്നെ ന്യൂട്രീഷൻ ആൻഡ് ഹെൽത്ത്. ഇപ്പോൾ എല്ലാവരും ഫുഡിൽ ഭയങ്കര കൺസേൺ ആണ് അല്ലേ. അപ്പോൾ ഹെൽത്തിയർ ആയിട്ടുള്ള ഫുഡ് എങ്ങനെയാണ്. അതുപോലെ തന്നെ ഫോർട്ടിഫിക്കേഷൻ. അപ്പോൾ ആളുകൾക്ക് ഒരു ഫുഡ് കഴിക്കുന്ന സമയത്ത് അവർക്ക് ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസ് ഒക്കെ അവർക്ക് കിട്ടണം എന്ന് താല്പര്യപ്പെടുന്നുണ്ട്. അപ്പോൾ ഫോർട്ടിഫിക്കേഷൻ എങ്ങനെ ചെയ്യാൻ പറ്റും, ഇത് വലിയൊരു. അതുപോലെ തന്നെ ഡയറ്റീഷ്യൻ, ന്യൂട്രീഷനിസ്റ്റ്, ഈ മേഖലകളിലൊക്കെ എന്താണ് ഫുഡിൻ്റെ മേഖലകളിൽ വ്യാപിച്ച് കിടക്കുന്നുണ്ട്. അതുപോലെ റീറ്റെയിൽ ഡിസ്ട്രിബ്യൂഷൻ. റീറ്റെയിൽ ഇൻഡസ്ട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം അല്ലേ, നമ്മുടെ എല്ലാ ഒരുവിധം ചെറിയ ചെറിയ പട്ടണങ്ങളിലൊക്കെ എന്തുണ്ട്, സൂപ്പർ മാർക്കറ്റുകൾ വന്നു അല്ലെ. അത്യാവശ്യം നമ്മൾ ചെറുകിട ടൗൺ എന്ന് പറയാവുന്ന വലിയ ടൗണുകൾ മാറ്റി നിർത്തിയാൽ പോലും, ഈവൻ നമ്മുടെ കോഴിക്കോടൊന്നും വലിയ ടൗൺ എന്ന് പറയാൻ പറ്റില്ല, എന്നാൽ പോലും കോഴിക്കോട് മാറ്റി നിർത്തി നമ്മുടെ പ്രാദേശികമായിട്ടുള്ള അത്യാവശ്യം വലിയ ടൗണുകളിലൊക്കെ സൂപ്പർ മാർക്കറ്റ് വന്നില്ലേ. ആ സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ എന്തുണ്ട്, നമുക്ക് റീറ്റെയിൽ സപ്ലൈ ചെയിൻ അനലിസ്റ്റ്, അത് ആ ഒരു തരത്തിലുള്ള പോസ്റ്റ് ആയിരിക്കില്ല, ഡിഫറെൻ്റ് ആയിട്ടുള്ള ആംഗിളിലുള്ളതുണ്ടാവും. കാറ്റഗറി മാനേജർ, ഇങ്ങനെ. കാരണം ആ ഇൻഡസ്ട്രിയിൽ അല്ലെങ്കിൽ നമ്മുടെ സൂപ്പർ മാർക്കറ്റിൽ നമ്മളൊരു പ്രൊഡക്റ്റ് എവിടെ പ്ലേസ് ചെയ്യുന്നു എന്നുള്ളതൊക്കെ അതിൻ്റെ ഭാഗമായിട്ട് വരുന്നത്. അപ്പം അത് പിന്നെ അതുപോലെ തന്നെ ഒരു പ്രൊഡക്റ്റിൻ്റെ അടുത്ത് ഏതൊക്കെ ടൈപ്പ് ഓഫ് പ്രൊഡക്ട്സ് വെക്കാൻ പറ്റും, അതുപോലെ അതിൻ്റെ സ്റ്റോറേജ് ടെമ്പറേച്ചർ, അതിൻ്റെ ലീഗലായിട്ടുള്ള കാര്യങ്ങൾ, അങ്ങനെയൊക്കെ സാധ്യതകളുണ്ട്. മറ്റൊന്നാണ് എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട്. എക്സ്പോർട്ട് ഇമ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, നല്ലൊരു ശതമാനം ഇപ്പോൾ ലോകത്ത് വളരെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളി ഇല്ലാത്ത ഒരു സ്ഥലവും ഇല്ല അല്ലേ. അപ്പം അവിടങ്ങളിലേക്കൊക്കെ അവൻ ഇഷ്ടപ്പെട്ട ഭക്ഷണം നമുക്ക് എത്തിക്കാൻ പറ്റും. ഇതുപോലെ ഇമ്പോർട്ടും ഉണ്ട്. കാരണം അവിടെയുള്ള ഒരുപാട് പ്രൊഡക്ട്സുകൾ ഇപ്പോൾ നമുക്ക് ഗ്ലോബലി എല്ലാ ഫുഡും എന്ത് ചെയ്ത് ഫെമിലിയറൈസ് ചെയ്യപ്പെട്ടിട്ടുണ്ട് അല്ലെ. നമ്മൾ ഇന്നോവേഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ തന്നെ ഇന്നോവേഷൻ, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇന്നോവേഷൻസ് ഉണ്ട്. ആ ഇന്നോവേഷനിൽ ആളുകൾ എപ്പോഴും എന്താണ്, മറ്റുള്ള ആളുകളെ ഇമിറ്റേറ്റ് ചെയ്യുകയും അവിടുത്തെ കൾച്ചർ സ്വീകരിക്കാൻ വ്യഗ്രത കൊള്ളുകയും ചെയ്യുന്ന ഒരു സമൂഹമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു രംഗത്ത്, എക്സ്പോർട്ട് ഇമ്പോർട്ട് രംഗത്ത് വലിയ സാധ്യതകൾ. ഓവർസീസ് ലോജിസ്റ്റിക്സ്, അതിൻ്റെ ഡോക്യുമെന്റേഷൻ വർക്കുകൾ, അതുപോലെ ഒരു പ്രൊഡക്റ്റ് ബോർഡർ ക്രോസ് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, ലീഗലി അവിടുത്തെ സ്റ്റാൻഡേർഡ്സ് എന്തൊക്കെയാണ്. ഇങ്ങനെ ഇപ്പോൾ ഗൾഫിലേക്കാണെങ്കിൽ അല്ല GSO സ്റ്റാൻഡേർഡ്സ് ഉണ്ടായിരിക്കും. അങ്ങനെ ഓരോ രാജ്യത്തിനനുസരിച്ചിട്ട് ഓരോ സ്റ്റാൻഡേർഡ്സുകൾ. അപ്പോൾ ആ മേഖലയിലൊക്കെ എക്സ്പോർട്ട് ഇമ്പോർട്ട് മേഖലയിലുള്ള സാധ്യതകൾ നിലനിൽക്കുന്നത്. വേസ്റ്റ് മാനേജ്മെന്റ് ഞാൻ ജസ്റ്റ് പറഞ്ഞു കഴിഞ്ഞു ഓൾറെഡി. ദെൻ ബയോടെക്നോളജി ആൻഡ് ഫുഡ് എഞ്ചിനീയറിംഗ് നേരത്തെ പറഞ്ഞു. ഇപ്പോൾ ഫെർമെന്റേഷൻ ടെക്നോളജി, ജനറ്റിക്കലി മോഡിഫൈഡ്, ഇങ്ങനെയൊക്കെയുള്ള ഫുഡ് എഞ്ചിനീയറിംഗ് മേഖലയിലുള്ള സാധ്യതകൾ. അതുപോലെ തന്നെ കൊമേഴ്സ് നമുക്കറിയാം. പിന്നെ എന്താ പറയുക, എല്ലാം അല്ലെ, ഫ്ലിപ്കാർട്ടും ആമസോണൊക്കെ ഇപ്പം നമുക്ക് വളരെ ഫെമിലിയർ ആയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു സാധ്യതകൾ, അപ്പോൾ അതിൽ ആ ഒരു മേഖല അവിടെ ഓപ്പൺ ആകും. അതുപോലെ തന്നെ ആൾട്ടർനേറ്റീവ് പ്രോട്ടീൻ ആൻഡ് നോവൽ ഫുഡ്സ്. അപ്പം നമുക്ക് പല ആളുകൾ എന്താണ്
ഇപ്പം നമ്മളിപ്പോൾ ഫുഡ് കഴിക്കുന്ന സമയത്ത് പ്രോട്ടീനേഷ്യസ് ആയിട്ടുള്ള ഫുഡ് കഴിക്കുന്ന സമയത്ത് നമ്മൾ പല കൺസേൺസുകളുണ്ട് അല്ലേ. അപ്പോൾ പല ആളുകളും എന്താണ് പ്ലാൻ ബേസ്ഡ് ആയിട്ടുള്ള ഫുഡ് ഡെവലപ്പിംഗ് മേഖലയിലേക്ക് വരുന്നുണ്ട്. അതൊക്കെ ലാബ് ഗ്രോൺ മീൻ സയൻറ്റിസ്റ്റ് ഇങ്ങനെ ഒരു വലിയൊരു മേഖല അവിടെ നിലനിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ സ്റ്റാർട്ടപ്പ് ഇൻഡസ്ട്രി. അപ്പോൾ നമ്മളിപ്പോൾ പുതിയ ആളുകളെ ഇപ്പം അല്ല യൂത്തിനെ സംബന്ധിച്ചിടത്തോളം അവർ കുറേ കാലമൊന്നും പിന്നെ പഠിക്കുക, കുറേ മാസ്റ്റേഴ്സ് എടുക്കുക, PhD എടുക്കുക, അതിലോട്ടൊന്നും വലിയൊരു ശതമാനം ആളുകൾക്കും താല്പര്യം ഉണ്ടാവില്ല. അതിൽ അത്രയും അക്കാഡമിക്കലി എക്സൽ ആയിട്ടുള്ള ആളുകൾക്ക് മാത്രം പറ്റുന്നതായിരിക്കും. അല്ലാത്ത വലിയൊരു വിഭാഗം ആളുകൾക്കുണ്ട്. അവിടെ സ്റ്റാർട്ടപ്സിന് വലിയ സാധ്യതകളുണ്ട്. സ്റ്റേറ്റ് ഗവൺമെൻറ് ആണെങ്കിലും ശരി, സ്റ്റേറ്റ് ഗവൺമെൻറ് വലിയ രൂപത്തിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെയും വലിയ സപ്പോർട്ടുണ്ട്. അപ്പം ആ തരത്തിൽ ഇൻക്യുബേഷൻ മേഖലയിൽ, ആക്സലറേഷൻ മേഖലയിലൊക്കെ സാധ്യതകൾ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ സ്റ്റാർട്ടപ്പുകൾക്ക് വലിയ സാധ്യത ഫുഡ് മേഖലയിൽ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഓടിപ്പിടിച്ച് പറയാൻ ശ്രമിച്ചിട്ടുള്ളത്. നമുക്ക് സമയം കറക്റ്റ് 40 മിനിറ്റ് ആണ് എന്നതുകൊണ്ടാണ്. ദെൻ ഇനി എന്തെങ്കിലും തരത്തിലുള്ള ഡൗട്ട്സുകൾ, നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. കുറച്ച് ഫാസ്റ്റായിട്ട് ഞാൻ പോയിട്ടുണ്ട്. യൂഷ്വലി ഈ ഒരു കണ്ടന്റ് ഒരു 3 മണിക്കൂറെങ്കിലും ഏറ്റവും ചുരുങ്ങിയ ക്ലാസ് എടുക്കുന്നതാണ്. പക്ഷെ അതിന് പറ്റിയൊരു സാഹചര്യമല്ല ഇവിടെ ഉള്ളത് എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഞാൻ ഈ രൂപത്തിൽ പോയിട്ടുള്ളത്. റിയലി സോറി. എന്തെങ്കിലും കൺഫ്യൂഷൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും ക്ലാരിറ്റി ആവശ്യമുണ്ടെങ്കിൽ എനിക്കറിയാവുന്ന കാര്യങ്ങൾ ചോദിക്കാം. അതിൽ കൂടുതലായിട്ട് എന്നെ സഹായിക്കാൻ ഇവിടെയുള്ള ഒരുപാട് ആളുകളുണ്ട്. പിന്നെ ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ടുകളെ വല്ലാതെ കവർ ചെയ്തിട്ടില്ല. അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് ഇപ്പോഴത്തെ കാലത്ത് അതിന് വലിയൊരു പ്രസക്തിയൊന്നുമില്ല. നമ്മൾക്ക് എന്തിനാ ഇത് പഠിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചൊരു ബോധം ഉണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. കാരണം ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ നിന്ന് നമുക്ക് കേരളത്തിൽ ഒരുപാട് തരത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട്സുകൾ അവൈലബിൾ ആണ്. ബേസിക്കലി ഞാൻ തന്നെയും ഒരു ഫുഡ് ബിസിനസ് സ്കൂൾ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഭാഗമായിട്ട് FTEC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുഡ് ടെക് റിസർച്ച് ആൻഡ് ഇൻക്യുബേഷൻ സെൻറ്റർ എന്നുള്ള, അതായത് ഫുഡ് മേഖലയിൽ ആവശ്യമായിട്ടുള്ള റിസർച്ച് ആക്ടിവിറ്റീസ് നടത്തുക. ഈ റിസർച്ച് ആക്ടിവിറ്റീസ് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് ഇൻഡസ്ട്രിയൽ റിസർച്ചാണ്. പലപ്പോഴും നമ്മുടെ പ്രോഡക്ട്സുകൾ മാർക്കറ്റിലുള്ള ഒരുപാട് ആളുകൾ മാർക്കറ്റിൽ പ്രോഡക്റ്റ് ഇറങ്ങിപ്പെട്ടിരിക്കുന്ന ആളുകളുണ്ട്. ഒരുപാട് ആളുകൾക്ക് ഈ മേഖലയിലേക്ക് എങ്ങനെ ഇറങ്ങണം എന്നറിയാത്ത ആളുകളുണ്ട്. അതുപോലെ ഉള്ളതിൽ ഇന്നവേഷൻ കൊണ്ടുവരാൻ താല്പര്യമുള്ള, അപ്പോൾ ഈ ആളുകളെയൊക്കെ സഹായിക്കത്തക്ക രൂപത്തിലുള്ള ഒരു ഫുഡ് ടെക് റിസർച്ച് ആൻഡ് ഇൻക്യുബേഷൻ സെൻറ്റർ ഞങ്ങൾ റൺ ചെയ്യുന്നുണ്ട്. ഇവിടെ ഏകദേശം കിംഫ്ര പാർക്കിനടുത്ത്, അതായത് കാക്കഞ്ചേരി പള്ളിക്കൽ ബസാറാണ് ഞങ്ങളുടെ ഓഫീസും അതിൻ്റെ സംവിധാനങ്ങളൊക്കെ നിലനിൽക്കുന്നത്. ഓൾവേസ് വെൽക്കം. നിങ്ങൾക്ക് ഈ മേഖലയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ഫിസിക്കലി നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പ്രൗഡ്ലി നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്നത് FTECനെ തന്നെയാണ്. കാരണം ഫുഡ് ടെക്നോളജി മേഖലയിൽ റിസർച്ച് ആൻഡ് ആക്ടിവിറ്റീസിലുള്ള പ്രൈവറ്റ് സെക്ടറിലുള്ള ഇന്ത്യയിലെ വേറൊരു സ്ഥാപനം വേറെ ഇല്ല എന്ന് പറയുന്നതാണ് കൂടുതൽ ശരി. സർക്കാർ മേഖലയിൽ ചില സ്ഥാപനങ്ങൾ നിലനിൽക്കുന്നുണ്ട്, എന്നിരുന്നാൽ കൂടിയിട്ട് അതിൻ്റേതായിട്ടുള്ള പരിമിതികളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും എന്നുള്ളത് നിങ്ങൾക്കറിയാം. ഓക്കെ, ആരെയും ചെറുതായി കാണിക്കല്ല, പക്ഷെ അതിനേക്കാളൊക്കെ ആയിട്ട് നമുക്ക് കുറച്ചും കൂടി ഫ്രണ്ട്ലി ആയിട്ടും ആവശ്യമുള്ള ടെക്നോളജീസിനെ ഉപയോഗപ്പെടുത്തുന്ന രൂപത്തിലൊക്കെ കൊണ്ടുവരാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് വളരെ സന്തോഷകരമാണ്. അപ്പോൾ നിങ്ങൾക്ക് എപ്പോഴും ഈ മേഖലയിലുള്ള തുടർ പഠനങ്ങളെ കുറിച്ചാവട്ടെ, ഇതിലുള്ള ഒരു സ്പെഷ്യലൈസേഷനെ കുറിച്ചാവട്ടെ ഒക്കെ നിങ്ങൾക്ക് ഞങ്ങളുടെ സഹായം തേടാവുന്നതാണ്. ഇപ്പോൾ ഈ മേഖലയിൽ ഇങ്ങനെയുള്ള ടെക്നോളജി മേഖലയിൽ നമുക്ക് അപ്രോച്ചബിൾ ആയിട്ടുള്ള ഒരു സ്ഥാപനം ഉണ്ട് എന്ന് മാത്രമാണ് ഞാനിപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. സാറേ, ഹലോ. സാറേ, അസ്സലാമു അലൈക്കും. ഞാൻ സാറിന്റെ തുടക്കം തൊട്ടുള്ള വോയിസ് കുറച്ച് മിസ്സായി പോയി, പ്രതികൂല കാലാവസ്ഥയും കാര്യമായതുകൊണ്ട്. പക്ഷെ ഈ ഒരു മേഖലയിൽ അധികം ആളുകൾ സംസാരിക്കാത്ത, ഇടപെടാത്ത ഒരു ഫീൽഡിലാണ് സാർ ഇന്ന് സംസാരിച്ചത്. പ്രതികൂല കാലാവസ്ഥ ആയതുകൊണ്ട് കുറച്ച് ആളുകളും കുറവായിരുന്നു. പക്ഷെ നിങ്ങളുടെ പ്രസന്റേഷന് വളരെ യൂസ്ഫുൾ ആയിരുന്നു സാർ. അപ്പൊ സാധാരണഗതിയിൽ ഫുഡ് പ്രിസർവേഷൻ, എക്സ്ട്രാക്ഷൻ, വാലിഡേഷൻ, കളറിങ്, ഫ്ലേവർ, ഇതൊക്കെയാണ് ഇതിൽ വരുന്നത്. അപ്പൊ നമ്മുടെ ഈ നാട്ടിൽ ഇപ്പൊ 2 കോഴ്സ് ഉണ്ട്. ഒന്ന് ഇപ്പൊ ഡിഗ്രി BSc ഫുഡ് ടെക്നോളജി, BSc ഫുഡ് സയൻസ് ഉണ്ട്, പിന്നെ BTech ഫുഡ് ടെക്നോളജി ഉണ്ട്. അപ്പൊ അത് ഒന്ന് എഞ്ചിനീയറിംഗ് ആണ്, ഒന്ന് സയൻസ് ആണ്. അപ്പൊ ഇതിന്റെ രണ്ടിന്റെയും ഏകദേശ ഓപ്പർച്യൂണിറ്റിയെ കുറിച്ചുള്ള ഒരു പരിമിതമായ ധാരണയാണ് നമുക്കുള്ളത്. അപ്പൊ അത് സാർ ഒന്ന് ക്ലാരിഫൈ ചെയ്ത ഉപകാരമായിരുന്നു. സാറ് ചോദിച്ച ചോദ്യം, ഒന്ന് ഫുഡ് ടെക്നോളജി BTechഉം BScയും തമ്മിലുള്ള വ്യത്യാസമാണോ കാര്യമായിട്ട് ചോദിച്ചത്? ഓക്കെ. BTech എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, അവിടെ ഒരു ഇൻഡസ്ട്രിയുടെ ഡിസൈൻ ലെവലിലുള്ള കാര്യങ്ങളായിരിക്കും BTechൽ കവർ ചെയ്യുന്നത്. അതായത് എന്തൊക്കെയാണ് കൂടുതലായിട്ട് എൻ്റെ മെഷീനറീസ് എന്താണ്, അതിന് കുറച്ചും കൂടെ ഒരു
തിയറട്ടിക്കൽ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞ് ഞാൻ മനസ്സിലാകാൻ വേണ്ടി പറയാണ്, തിയറട്ടിക്കൽ എഞ്ചിനീയറിംഗിനായിരിക്കും അവിടെ കൂടുതൽ പ്രാധാന്യം. അതായത് ഇപ്പോൾ നമ്മൾ റെഫ്രിജറേഷൻ സൈക്കിൾ പഠിക്കുന്നു, അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. അപ്പം അതിൻ്റെ കുറേ ഭാഗം അത് പഠിക്കുമ്പോഴേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഒരു ഇൻഡസ്ട്രിയെ നമുക്ക് സർവൈവ് ചെയ്തിട്ട് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. നേരെ മറിച്ച് ബി എസ് സിയിൽ ഡയറക്റ്റ് അറ്റാക്കിംഗ് ആണെന്ന് വേണമെങ്കിൽ പറയാം. അതായത് പ്രൊഡക്റ്റുകളെ കുറിച്ച് കുറച്ചും കൂടെ നോളജ് ഉണ്ടാകുന്നത് ബി എസ് സിയെക്കാളും. ഞാൻ പേഴ്സണലി എനിക്ക് എൻ്റെ ഒരു എക്സ്പീരിയൻസ് ബേസ് ചെയ്തുകൊണ്ട് ഞാൻ ഒരു 15 years ഓഫ് ഈ മേഖലയിൽ ഉള്ള ഒരാൾ എന്നുള്ള അർത്ഥത്തിൽ കറൻ്റ്ലി എനിക്ക് ഇത് നിങ്ങൾ കുറച്ചും കൂടെ റെഫർ ചെയ്തിട്ട് തന്നെ നിങ്ങൾ ഡിസിഷൻ എടുക്കണം. പക്ഷെ ഞാൻ എൻ്റെ കാര്യം പറയുന്നു, ബിവോക്ക് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് സിലബസ് ഓറിയൻറ്റഡ് ആയിട്ട് കാര്യങ്ങളെ കവർ ചെയ്യുന്നത് ബിവോക്ക് ഈസ് ഫാർ ബെറ്റർ ദാൻ ബി എസ് സി. പ്രൊഡക്റ്റ് നോളജും കാര്യങ്ങളും ഇൻഡസ്ട്രിക്ക് ഡയറക്റ്റ് ആയിട്ട് ആവശ്യമുള്ള ഒരാൾ എന്നുള്ള അർത്ഥത്തിൽ ബിവോക്കുകാരനായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ ദാൻ ബി എസ് സി. ബിടെക് എന്ന് പറയുന്നത് കുറച്ചും കൂടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ആംഗിളിലുള്ളതാണ്. ബിടെക് ഇൻഡസ്ട്രിയുടെ മെക്കനൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട അതിൻ്റെ ഒരു വർക്കിംഗ് പ്രിൻസിപ്പിൾസും അതിലായിരിക്കും കൂടുതൽ അവർക്ക് ധാരണയുണ്ടാവുക. അവർക്ക് കമ്പരറ്റീവ്ലി പ്രൊഡക്റ്റ് നോളജ് ഒരിച്ചിരി കുറവായിരിക്കും. അത് അവർക്ക് പ്രശ്നമല്ല, അത് ഓരോ കോഴ്സുകളും ഡിസൈൻ ചെയ്യുന്ന രീതി അതായതുകൊണ്ട് മാത്രമാണ്. പക്ഷെ അവർക്ക് കുറച്ചും കൂടെ ടെക്നോളജിക്കൽ, അതായത് അതിൻ്റെ ഒരു ബിഹൈൻഡ് സയൻസ് ആൻഡ് ടെക്നോളജി കുറച്ചും കൂടെ അവർ സ്ട്രോങ് ആയിരിക്കും. ഇതാണ് തമ്മിലുള്ള വ്യത്യാസം. ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവാത്ത ഏരിയ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഒന്നുകൂടെ ക്ലാരിഫൈ ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ സാർ, ഓക്കെ, ക്ലിയർ ആയിട്ടുണ്ട്. താങ്ക് യു സാർ. താങ്ക് യു. ഹലോ സാർ. ചോദിക്കും. കാക്കനാടുള്ള നമ്മളുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇപ്പോൾ സാറ് മെൻഷൻ ചെയ്തത് എന്താണ് നമ്മൾ അവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്, അതിനെ കുറിച്ച് ഒന്നും കൂടി ഒന്ന് പറയാവോ? കാക്കഞ്ചേരിയാണ് കേട്ടോ. കാക്കഞ്ചേരി അറിയാലോ, നമ്മളിവിടെ യൂണിവേഴ്സിറ്റിയുടെ അടുത്താണ് കാക്കഞ്ചേരി. കാക്കഞ്ചേരിക്ക് അടുത്ത് പള്ളിക്കൽ ബസാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാക്കഞ്ചേരിക്കും നമ്മുടെ കൊട്ടപ്പുറത്തിന് ഇടയിലുള്ള സ്ഥലം. ജസ്റ്റ് നിങ്ങൾ FTRIC എന്ന് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്താൽ മതി. ഇവിടെ നമ്മൾ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് മുകളിൽ FTRIC എന്ന് ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്യാൻ ശ്രമിച്ചാൽ നിങ്ങൾക്ക് കുറേ കൂടെ കാര്യങ്ങൾ മനസ്സിലാകും. അവിടെ നമ്മൾ പ്രധാനമായിട്ടും ചെയ്യുന്നത്, നിങ്ങളൊരു പ്രൊഡക്റ്റ് ഇറക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ A to Z കാര്യങ്ങളാണ്. അതായത് അതിൽ പ്രത്യേകിച്ച് A to Z എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് പറയണമെന്ന് തോന്നുന്നില്ല, കാരണം നമുക്ക് അതിന് രജിസ്ട്രേഷൻ ഉണ്ടായിരിക്കും അല്ലേ. പിന്നെ നമുക്കതിന് ഒരു പ്രൊഡക്റ്റിന് ഐഡിയ നമുക്ക് ഉണ്ടാവണം, അതിൻ്റെ ലീഗലായിട്ടുള്ള കാര്യങ്ങൾ അറിയണം. ഒരു പ്ലാന്റ് സെറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ ബിൽഡിംഗ് അല്ലേ, നമ്മൾ കൺസ്ട്രക്ഷൻ മുതലുള്ള കാര്യങ്ങൾ, നമ്മൾ ഡിസൈൻ മുതലുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതുപോലെ എന്ത് ടൈപ്പ് ഓഫ് മെഷീനറീസ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്, അവിടെ എന്ത് ടൈപ്പ് ഓഫ് പ്രോസസ്സിങ് നമ്മൾ ഉപയോഗിക്കണം, പാക്കേജിങ് മെറ്റീരിയൽ എങ്ങനെ ഉപയോഗിക്കണം, അതിൻ്റെ സ്റ്റോറേജുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതിൻ്റെ മാർക്കറ്റിംഗ് ആസ്പെക്ട്സ്, ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും കവർ ചെയ്യുന്ന ഒരു ഫുഡ് ടെക് റിസർച്ച് ആൻഡ് ഇൻക്യുബേഷൻ സെൻ്ററാണ് ഞങ്ങളുടെ സ്ഥാപനം ബേസിക്കലി. പിന്നെ ആസ് പാർട്ട് ഓഫ് ദാറ്റ് ഞങ്ങൾ ചെയ്യുന്ന ഒരു വർക്ക് എന്ന് പറയുന്നത്, ഞങ്ങൾ സ്വാഭാവികമായിട്ട് ഈ മേഖലയിലുള്ള ആളായതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് കേരളത്തിൽ തന്നെ ഏകദേശം 10-200 കമ്പനികൾ, മോർ ദാൻ കമ്പനീസുമായിട്ട് ഞങ്ങൾ ഓൾറെഡി ടൈപ്പ് ആണ്. അപ്പോൾ നമ്മൾ പല ആവശ്യങ്ങൾക്കും അവരുടെ റിക്വയർമെൻറ്റ് ബേസ് ചെയ്തിട്ട് ഞങ്ങൾ ആളുകളെ പമ്പ് ചെയ്യാറുണ്ട്. നമുക്ക് ഇവിടെ പഠിച്ചിട്ടുള്ളവരോട് നമ്മൾ തന്നെ കുറച്ച് കോഴ്സുകളും കാര്യങ്ങളും കൊടുക്കാറുണ്ട്. അതുപോലെ നമുക്ക് അറിയുന്ന കണക്ഷൻസ് ബേസ് ചെയ്ത് ഡിഫറെൻറ്റ് കോളേജസിലെ കുട്ടികളെ നമ്മൾ പമ്പ് ചെയ്യാറുണ്ട്. അപ്പോൾ അതിൻ്റെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇൻഡസ്ട്രിയുടെ കറക്റ്റ് റിക്വയർമെൻറ്റ് ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മളൊരാളെ ഇപ്പോൾ ചോദിക്കുന്ന ആളുകളെല്ലാം കുറച്ചും കൂടി ഒരു സീനിയേഴ്സ് ആയിട്ടുള്ള ആളുകളാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, ശബ്ദം കൊണ്ട് കുട്ടികളല്ല. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സക്സസ്ഫുൾ ആവുന്നത് അതിൻ്റെ ഫണ്ടിങ്ങിലോട്ട് അല്ലെങ്കിൽ അതിൻ്റെ സാമ്പത്തിക കാര്യങ്ങളിലോട്ട് ഒരാൾ എത്രമാത്രം ഇൻവോൾവ്ഡ് ആവുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിലോട്ട് വരുന്നതിന് വേണ്ടിയിട്ട് നമ്മളൊരു കോഴ്സ് വിഭാവനം ചെയ്യുന്നുണ്ട്, ഫുഡ് ഇൻഡസ്ട്രി മാനേജ്മെൻറ്റ്. നമ്മളെല്ലാവരും പ്രശ്നം എന്താ, നമ്മൾ ഒരു സ്ഥാപനം തുടങ്ങിക്കഴിഞ്ഞാൽ അത് മാനേജ് ചെയ്യാൻ ആൾ വേണം. അതാണ് നമ്മുടെ ഏറ്റവും വലിയ തലവേദന. ആ തലവേദന ഒഴിവാക്കുക എന്നുള്ളതാണ് ഈ ഫുഡ് ഇൻഡസ്ട്രി മാനേജ്മെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതൊരു മിനി MBA പ്രോഗ്രാം പോലെയാണ്. ഡിഗ്രി കഴിഞ്ഞ ആളുകൾക്കാണ് ഇപ്പോൾ ഫിസിക്സോ കെമിസ്ട്രിയോ മൈക്രോബയോളജിയോ അങ്ങനെ ഡിഗ്രി എനി സയൻസ് കാറ്റഗറി ഫിസിക്സുകാരെ അവർക്ക് ഇൻട്രസ്റ്റും കൂടെ ഒക്കെ വേണം കേട്ടോ ഏതൊരു കാര്യത്തിനും. അപ്പോൾ നമ്മൾ കുറേ ക്രൈറ്റീരിയാസ് വെച്ചിട്ടാണ് നമ്മൾ ആളുകളെ എടുക്കുന്നത് തന്നെ. കുറേ കാര്യങ്ങളുണ്ട്, അതിൻ്റെ ഒരു ഡിസ്കഷൻ സ്റ്റേജ് അല്ല. എന്നിരുന്നാൽ കൂടിയിട്ട് ആ ഒരു കൺസെപ്റ്റിലേക്ക് ഇൻഡസ്ട്രിക്ക് ആവശ്യമായിട്ടുള്ള ആളുകളെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുക എന്നാണ് ഈ ഒരു മേഖലയിൽ ഫുഡ് ബിസിനസ് സ്കൂൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അതുപോലെ തന്നെ കുറേ ഷോർട്ട് ടൈം പ്രോഗ്രാമുകളുണ്ട്. അപ്പോൾ പലപ്പോഴും ഇപ്പോൾ നമ്മൾ ആസ് പാർട്ട് ഓഫ് ഡിഗ്രി നമുക്ക് എല്ലാവർക്കും അറിയാം, അക്കാഡമിക്സും ഇൻഡസ്ട്രിയും തമ്മിലുള്ള എപ്പോഴുള്ള ഗ്യാപ്പ്
നമ്മൾ കുറേ പഠിച്ചിട്ടുണ്ടാകും, പക്ഷേ ഇൻഡസ്ട്രിക്ക് ഇതൊന്നും ആവശ്യം ഉണ്ടാവില്ല. അപ്പോൾ ആക്ച്വലി ഒരു ഇൻഡസ്ട്രിക്ക് എന്താണോ ആവശ്യമുള്ളത് അത് ബേസ് ചെയ്തിട്ടുള്ള ഒരുപാട് ഷോർട്ട് ടേം പ്രോഗ്രാംസ് അവൈലബിൾ. ഇപ്പോൾ QA/QC എന്ന് പറയുമ്പോൾ QC ലെവലിൽ മാത്രം ഒരാൾ ഫോക്കസ് ചെയ്യുന്ന, കാരണം അത് വലിയൊരു ഏരിയ ആണ്. പക്ഷെ അവർക്ക് നമുക്കൊരു എൻട്രി കിട്ടണ്ടേ? ആ എൻട്രി കിട്ടണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും ബേസ് വേണം. ആ ബേസ് ഉണ്ട് എന്ന് നമ്മുടെ ഇന്റർവ്യൂവറെ അല്ലെങ്കിൽ ആ കമ്പനിയെ നമുക്ക് ബോധിപ്പിക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ അടുത്ത് എന്തെങ്കിലും മരുന്ന് വേണം. അപ്പോൾ പ്രാക്ടിക്കലി ആ വിഷയത്തെക്കുറിച്ച് ഒരു ഹാൻഡ്സ് ഓൺ ആയിട്ടുള്ള ഒരു ട്രെയിനിങ്ങും ആ ഒരു എക്സ്പീരിയൻസും കൊടുക്കുന്നു. അങ്ങനെ ഡിഫറെൻ്റ് എല്ലാ ഏരിയകളിലും എന്ത് ചെയ്യുന്നുണ്ട്, ഷോർട്ട് ടേം പ്രോഗ്രാംസുകളായിട്ടും അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി തലത്തിലുള്ള മാസ്റ്റേഴ്സ് പ്രോഗ്രാം. ഇപ്പോൾ MBOK പ്രോഗ്രാമാണ് നമ്മൾ കൊടുക്കുന്നത്. രവീന്ദ്രനാഥ് ടാഗോർ യൂണിവേഴ്സിറ്റിയുടെ ഒരു പ്രോഗ്രാം ഉണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ കൊടുക്കുന്നത്. അതിൻ്റെ മറ്റൊരു പ്രത്യേകത, എനിക്ക് ഒരു ചെറിയൊരു പ്രയാസമുണ്ട്, കാരണം ഈ ഒരു വേദിയിൽ വെച്ച് അതിനെ ഒരു ലെവലിൽ മാർക്കറ്റ് ചെയ്യുന്നിടത്തുള്ള പ്രയാസമുണ്ട്. ഞാൻ മാനസികമായിട്ട് ഞാൻ അതിനെ അനുകൂലിക്കാത്ത ആളാണ്. പക്ഷേ നിങ്ങളുടെ ചോദ്യത്തിലേക്കുള്ള ഒരു ആൻസർ എന്നുള്ള അർത്ഥത്തിൽ മാത്രമാണ് ഞാൻ ഇതിനെ സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ ഞങ്ങൾ കൊടുക്കുന്ന ഒരു പ്രോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർക്ക് ഇൻ്റഗ്രേറ്റഡ് ലേണിംഗ് പ്രോഗ്രാം. കേരളത്തിൽ എവിടെയും കിട്ടാത്തൊരു സാധനമാണ്. അതായത് നിങ്ങൾ ഇവിടെ ഞങ്ങളുടെ ഒരു MBOK പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഫസ്റ്റ് ഇയറിൽ നമ്മളിവിടെ ക്യാമ്പസ് സ്റ്റഡി ആയിരിക്കും. മാത്രമല്ല അതിൻ്റെ കൂട്ടത്തിൽ തന്നെയും ഞാൻ ഓൾറെഡി പറഞ്ഞു നമ്മൾ ഒരുപാട് ഇൻഡസ്ട്രീസുമായിട്ട് ടൈപ്പാണ്. അപ്പോൾ അവരുടെ ഒരുപാട് പ്രോജക്ട്സുകൾ ഇവിടെ, ഞങ്ങളെ മെയിൻ വർക്ക് അതാണ്. ആ പ്രോജക്ട്സുകളിൽ ഇവർ ഇൻവോൾവ്ഡ് ആയിരിക്കും. അപ്പോൾ നമ്മുടെ ഒരു ടീം ലീഡറുടെ അണ്ടറിലായിട്ട് ഇവരെ വർക്ക് ചെയ്യിപ്പിക്കും. അപ്പോൾ ഇവർക്ക് എന്തായി പ്രൊജക്റ്റ് നോളജ്, അതായത് എന്താ ഇൻഡസ്ട്രിയിൽ നടക്കുന്നത് എന്നുള്ളത് അതിൻ്റെ കൂടെ ഇവിടെ നിന്നുകൊണ്ട് വർക്ക് ചെയ്യാണ്. അപ്പോൾ അതിനെ അവർക്ക് സ്വാഭാവികമായിട്ട് ആ പ്രൊജക്ട് ബേസ് ആയിട്ടുള്ള ഒരു സർട്ടിഫിക്കേഷൻ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ ഇവിടുന്ന് ഒരു ഇന്റേൺഷിപ്പ് ലെവൽ, ഒരു 6 month ഇന്റേൺഷിപ്പ് ലെവലിലുള്ള ഒരു ഇൻഡസ്ട്രിയുടെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു ഇന്റേൺഷിപ്പ് പ്രോഗ്രാംസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്റേൺഷിപ്പ് സർട്ടിഫിക്കറ്റ് കിട്ടും. പിന്നെ ഫസ്റ്റ് ഇയർ കഴിഞ്ഞാൽ അവർക്ക് ഒരു PG ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് കിട്ടും. ഈ ഫസ്റ്റ് ഇയർ കഴിഞ്ഞ് സെക്കൻഡ് ഇയറിലേക്ക് അവരെ ഞങ്ങൾ എന്ത് ചെയ്യും, ഒരു ഇൻഡസ്ട്രിയൽ പ്ലേസ്ഡ് ആക്കും. ആ പ്ലേസ്ഡ് ആക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വിത്ത് സാലറിയാണ്. ആ ഇൻഡസ്ട്രി അവർക്ക് ശമ്പളം കൊടുക്കും. എന്നിട്ട് ആ സെക്കൻഡ് ഇയർ അവർ പഠിക്കുന്നത് ആ ഇൻഡസ്ട്രിയിൽ വെച്ചിട്ടാണ്. അതിൻ്റെ ഞങ്ങൾ എന്ത് ചെയ്യും, വീക്കെൻഡിലും മറ്റ് ഗ്യാപ്പ് അനുസരിച്ച് എന്ത് ചെയ്യും, അവർക്ക് ആവശ്യമായിട്ടുള്ള സെക്കൻഡ് ഇയർ കംപ്ലീറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള, കാരണം ഈ ഫസ്റ്റ് ഇയർ കൊണ്ട് തന്നെ അത്യാവശ്യം വളരെ പാക്ഡ് ആയിട്ടുള്ള ഒരു സാധനം അവരെ പഠിപ്പിക്കും. എന്നിട്ട് സെക്കൻഡ് ഇയറിൽ അവർ ഒന്നും കൂടി ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ കൊടുക്കുന്നു. സെക്കൻഡ് ഇയർ അവസാനിക്കുന്നതോടുകൂടി ഒരു പ്രൊജക്ട് പ്രസന്റേഷനും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ നമ്മുടെ ഇവിടെ ചേർന്ന് കഴിഞ്ഞാൽ സെക്കൻഡ് ഇയർ ആകുമ്പോൾ അവർ ഇൻഡസ്ട്രിയിൽ കയറുന്നു, ശമ്പളം കിട്ടുന്നു. അതിനൊക്കെ അപ്പുറത്തേക്ക് അതൊരു എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് ആണ്. ഇൻഡസ്ട്രിയിൽ എന്താ നടക്കുന്നത് എന്നുള്ളത് നേരിട്ട് അവർ പഠിക്കുകയാണ്, അവർ ചെയ്ത് പഠിക്കുകയാണ്, മനസ്സിലാക്കുകയാണ്. ഇത് പഠിച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ പഠിക്കുന്നത് എന്താണ്, ഫുഡ് ഇൻഡസ്ട്രി മാനേജ്മെന്റ് ആണ്. ഒരു 5 വർഷം കൊണ്ട് മാക്സിമം അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ഇൻഡസ്ട്രിയിൽ മാനേജർ പൊസിഷനിലേക്ക് എത്താൻ പറ്റും. പലപ്പോഴും നമ്മളെ കുട്ടികളുടെ പ്രശ്നം എന്താ, ഒരു റേഞ്ച് കഴിഞ്ഞാൽ നിങ്ങൾ എന്നെക്കാൾ പരിചയമുള്ള ആളുകളായിരിക്കും, ഒരു 4-5 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കരിയറുണ്ട്, ഒരു ഗ്രോത്ത് ഇല്ല. ആ ഗ്രോത്ത് ഇല്ലാത്തതിൻ്റെ റീസൺ എന്താ, നമ്മുടെ കയ്യിൽ മാനേജറിയൽ സ്കില്ലില്ല എന്നുള്ളതാണ്. ആ സ്കില്ലിലേക്ക് അവരെ കൊണ്ടുവരിക എന്നുള്ളതാണ് ഞങ്ങൾ അക്കാഡമിക്കലി ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ടെക്നിക്കലി ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇൻഡസ്ട്രീസിന് ആവശ്യമായിട്ടുള്ള എല്ലാ തരത്തിലുള്ള ടെക്നിക്കൽ സർവീസും കൊടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, വേറെ എന്തെങ്കിലും ചോദിച്ച ആൾക്ക് ക്ലിയർ ആണോ? നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്പർ ജസ്റ്റ് ഒന്ന് സേവ് ചെയ്ത് വെച്ചോളൂ. സർ ക്ലിയർ ആണ്. ഞാൻ സ്ക്രീൻഷോട്ട് എടുത്തിട്ടുണ്ട് ഇപ്പൊ ലാസ്റ്റ് സ്ലൈഡിന്റെ. ഓക്കെ ഓക്കെ. സാർ, ചോദിച്ചോളൂ, എന്തും ചോദിക്കാം. ഈ ചാറ്റില് 2 പേര്, മീ ഇൻക്ലൂഡഡ്, 2 പേര് ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. ചാറ്റിലോ? അയ്യോ സോറി കേട്ടോ, ഞാൻ ശ്രദ്ധിച്ചില്ല, സ്ക്രീൻ നോക്കുന്നുണ്ട്. ഹലോ, ഇതില് പോസ്റ്റ് ചെയ്യുന്നത് ആരെങ്കിലും ഒന്നുമില്ല, സിജിയുടെ പാർട്ടിന്ന്? അവർ ആ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു കൊടുത്താൽ സൗകര്യമായിരിക്കുമല്ലോ. അല്ല, ഞാൻ വായിക്കാം. ഒരു മിനിറ്റ്, ആ ചാറ്റ് ബോക്സിലുണ്ട്. അതെ, യാസീൻ വായിക്കും. സാർ, പറയാ ഒരു മിനിറ്റ്. ഞാൻ ചോദിച്ച ചോദ്യങ്ങൾക്ക് ഗുഡ് ഇൻ ഇംഗ്ലീഷ്. ഐ തിങ്ക് സ്റ്റുഡന്റ് ക്യാൻ അണ്ടർസ്റ്റാൻഡ് ഇംഗ്ലീഷ്. റിയലി സോറി, ഞാൻ ഇപ്പോഴാണ് നിങ്ങളുടെ മെസ്സേജ് തന്നെ കാണുന്നത്. ഐ തിങ്ക് if you are speaking in a local language only, people can understand more, and I can also speak by open. It's okay, really sorry. Then who does the recipe validation startup? അടുത്ത ക്വസ്റ്റ്യൻ ശൈലജ ചോദിച്ചതാണ്.
റെസിപ്പി വാലിഡേഷൻ ഓഫ് എ സ്റ്റാർട്ടപ്പ് നമ്മൾ എന്താ ചെയ്യുന്നത്, അതൊരു നിങ്ങൾക്ക് സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ആശയം എന്താണ് എന്നുള്ളത് നമ്മുടെ അടുത്തേക്ക് വന്നാൽ മതി. ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് വിശദമായിട്ട് അതിനെക്കുറിച്ച് സംസാരിക്കാം. അത് തീർച്ചയായിട്ടും റെസിപ്പി ഞങ്ങൾ വാലിഡേറ്റ് ചെയ്യുന്നു. നമ്മുടെ റെസിപ്പി പലപ്പോഴും നമ്മളൊക്കെ ഒരു ബിസിനസ് മൈൻഡും കൂടെ ഉള്ള ആളുകളാകും, കുറച്ചെങ്കിലും ആളുകൾ നമ്മളെല്ലാവരും ഡേ ടു ഡേ ലൈഫിൽ കണക്റ്റഡ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ നിങ്ങളോട് ഹംപ്ലി റിക്വസ്റ്റ് യു, നിങ്ങൾ എന്ത് ചെയ്യണം, നമ്മളൊരു ബിസിനസ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ കോസ്റ്റിംഗ് നടത്തണം. അതുപോലെ തന്നെ റെസിപ്പി ബേസ് ചെയ്തിട്ടുള്ള പഠിക്കണം, ടെക്നോളജി പഠിക്കണം, ആ ഇൻഡസ്ട്രി എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതിന് മാർക്കറ്റ്, ഈ സാധനങ്ങൾ പഠിക്കാതെ ഒരിക്കലും നമ്മൾ പല ആളുകളും നമ്മൾ കൂടുതൽ വിജയിച്ച ആളുകളുടെ കഥകൾ കുറേ കേൾക്കുന്നുണ്ട്, പക്ഷെ പരാജയപ്പെട്ട ഒരുപാട് മനുഷ്യന്മാരുണ്ട്. അവരിൽ നിന്ന് നമുക്കൊരു പാഠം ഉണ്ടാവണം അല്ലേ. വേറൊരുത്തൻ ഒരു കുഴിയിൽ വീഴുമ്പോൾ നമ്മളത് കണ്ടിട്ട് അതിൻ്റെ വാർത്ത ആസ്വദിക്കുന്ന ആളുകളാവരുത്, പക്ഷെ നമുക്ക് അതിൽ നിന്ന് പാഠങ്ങൾ ഉണ്ടാവണം. അപ്പോൾ അതിനുള്ളൊരു സ്പേസാണ്. നിങ്ങൾ ആരെയും ഞെക്കിക്കൊല്ലുമൊന്നുമില്ല, ധൈര്യമായിട്ട് നിങ്ങൾക്ക് വരാം. ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഈ മേഖലയിൽ കുഴിയിൽ ചാടാത്ത കുറേ നല്ല മനുഷ്യന്മാരെ സൃഷ്ടിക്കുക എന്നുള്ളതാണ്. ഞങ്ങൾക്ക് സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് സർവൈവലിൻ്റെയോ ബിസിനസ്സിൻ്റെയോ ഒരു കുറവുമില്ല, ഫ്രാങ്ക്ലി സെയിം. പക്ഷെ ആരും റോങ് ആയിട്ടുള്ള രീതിയിൽ ബിസിനസ് പോകരുത്. ആ തരത്തിൽ നിങ്ങൾക്ക് എന്താണെങ്കിലും റെസിപ്പി വാലിഡേഷൻ പോലെയുള്ള കാര്യങ്ങൾ പറയാം. ഷിഹാബ് എന്ന് പറയുന്നുണ്ട്, ഡോണ്ട് ചൂസ് ദ ഫീൽഡ് ഓഫ് ടെക്നോളജി അറ്റ് ദിസ് ടൈം, ഇറ്റ് lacks scope, job opportunities are limited and the salary packages are quite low. അത് ഞാൻ സ്ട്രോങ്ലി ഡിസഗ്രി. ഞാൻ തന്നെ പറയുന്നു, സിമ്പിൾ. ഞാൻ ഈ മേഖലയിൽ അധ്യാപന മേഖലയിലുണ്ടായിരുന്നു. പേഴ്സണലി പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മമ്പാട് കോളേജിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ അവിടെ പഠിച്ച ആളാണ്. അത് കഴിഞ്ഞതിന് ശേഷം സെൽഫ് ഫിനാൻസിങ് മേഖലയിൽ ഈ മേഖല വന്നപ്പോൾ എന്താണ് ഇവിടുത്തെ, ഞാൻ ഇതിൻ്റെ ഒരു കറക്റ്റ് ചോദ്യത്തെ അഡ്രസ്സ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. സെൽഫ് ഫിനാൻസിങ് മേഖലയിൽ എന്തൊരു സാധനം വന്നപ്പോഴും അതിൻ്റെതായിട്ടുള്ള പരിമിതികളും പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതാണ് ഇവിടെയും ഇപ്പോൾ ഇവരിവിടെ പോയിന്റ് ഔട്ട് ചെയ്തിട്ടുള്ള കാര്യം. പക്ഷേ പൊട്ടൻഷ്യലായിട്ടുള്ള ഒരു കാൻഡിഡേറ്റ് ആണോ, നല്ല കാലിബറുള്ള ഒരു കാൻഡിഡേറ്റ് ആണോ നിങ്ങൾ നമ്മളെ മുന്നിലേക്ക് കൊണ്ടുപോകാൻ? ഞാൻ പോസ്റ്റ് ചെയ്തുതരാം. ഞാൻ ഇപ്പോൾ ഓപ്പണായിട്ടാണ് സംസാരിക്കുന്നത്. ഇവിടെ പോസ്റ്റിങ്ങിനോ ഇവിടെ ആളില്ലാത്ത പ്രശ്നമല്ല, അതായത് ജോബ് ഇല്ലാത്ത പ്രശ്നമല്ല, കുട്ടികൾക്ക് പൊട്ടൻഷ്യൽ ഇല്ലാത്തതാണ് പ്രശ്നം. കുട്ടികൾക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ ആ ഏജിനെയും കൂടെ നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ഈ ഏജിൽ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണേ, ഈ ജൻസിയെ നമ്മൾ കുറ്റപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. അതായത് അവർക്കൊന്നും അറിയില്ല, പക്ഷെ അവരുടെ പൊട്ടൻഷ്യൽ ലെവലിലേക്ക് അവരുടെ കാലിബർ ഉയർത്തിക്കൊണ്ടുവരാൻ നമ്മൾ എന്ത് ചെയ്തു? നമ്മളെ റെസ്പോൺസിബിലിറ്റി എന്താ? ഒരു അബവ് 40-45 ആ ഏജിലുള്ള അല്ലെങ്കിൽ സീനിയേഴ്സ് എന്നൊക്കെ പറയുന്ന ആളുകളുടെ റെസ്പോൺസിബിലിറ്റി ഏതാ? നമ്മൾ വി നീഡ് ടു ഫെസിലിറ്റേറ്റ്. നമ്മൾ അത് എന്ത് ചെയ്തു? ഈ ഇൻഡസ്ട്രിക്ക് അല്ലെങ്കിൽ ഗ്ലോബലൈസേഷന്റെ ഭാഗമായിട്ട് കുട്ടികളെ സർവൈവ് ചെയ്യത്തക്ക രൂപത്തിലേക്കുള്ള എന്ത് ഫെസിലിറ്റി നമ്മൾ ഒരുക്കി കൊടുത്തു. ഇപ്പോൾ ഇവിടെ കുറേ സെൽഫ് ഫിനാൻസിങ് സ്ഥാപനങ്ങൾ വന്നു. എന്ത് ക്വാളിറ്റിയാണ് അവിടെ ഉള്ളത്? ഈ ക്വാളിറ്റി പ്രശ്നങ്ങളാണ് കുട്ടികളെ എന്ത് ചെയ്യുന്നത്, നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനുള്ള ഒരു സൊല്യൂഷനായിട്ടാണ് ഞങ്ങൾ എന്ത് ചെയ്യുന്നത്, ഞങ്ങളുടേതായിട്ടുള്ള നമ്മൾ ക്യാമ്പസുകളുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ആഡ് ഓൺ കോഴ്സുകൾ ഇപ്പം ഇന്ന് തന്നെ ഇപ്പം ഞങ്ങളുടെ ക്യാമ്പസിൽ ഇപ്പോൾ ഈവൻ ഇന്ന് സൺഡേ ആണ് എന്നുണ്ടെങ്കിൽ പോലും MES കല്ലടി കോളേജിലെ കുട്ടികൾ ഞങ്ങളുടെ ക്യാമ്പസിലേക്ക് വരുന്നുണ്ട് ആസ് പാർട്ട് ഓഫ് ദിയർ ആഡ് ഓൺ കോഴ്സ്. ഇപ്പോൾ നമ്മളവിടെ അവർക്ക് ഇന്നവേറ്റീവായിട്ട് എങ്ങനെ ഫുഡ് ടെക്നോളജിസ്റ്റ് ആവാം എന്ന് ഞങ്ങൾ കഴിഞ്ഞ 2 ദിവസമായിട്ട് ഞങ്ങൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത്. സ്റ്റിൽ ഞങ്ങൾ കണ്ടിന്യൂയിങ് ആണ്. മാത്രമല്ല ഞങ്ങൾ ഇന്നലെ 2-3 ഇൻഡസ്ട്രീസ് അവർക്ക് വിസിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് കൊടുത്തു. അതോടുകൂടി അവർക്ക് ആ വിഷയത്തെക്കുറിച്ച് ബോധം വന്നു. കുട്ടികൾക്ക് നമുക്ക് എക്സ്പോഷർ കൊടുക്കാതെ കുട്ടികൾ ആരും ശരിയാവില്ല. എന്താ, നമ്മുടെ പഴയ തലമുറയിലുള്ള ആളുകൾക്ക് എന്തുകൊണ്ട് വേണ്ട രൂപത്തിൽ ഉയരാൻ പറ്റിയില്ല? നമ്മുടെ സാമ്പത്തിക സാഹചര്യങ്ങളൊക്കെ പ്രശ്നമായിരുന്നു, നമുക്ക് വളരാൻ പറ്റിയില്ല. പക്ഷെ പുതിയ തലമുറ എന്തുകൊണ്ട് ഉഷാറാവുന്നു? അവർക്ക് എക്സ്പോഷർ ഇതന്നെയാണ്. ആ എക്സ്പോഷർ നമ്മൾ കൊടുക്കുക എന്നുള്ളത് മാത്രമാണ്. ഒരു തർക്കമില്ല, ഫുഡ് ഇൻഡസ്ട്രിയുടെ അത്ര സ്കോപ്പുള്ള ഒരു മേഖല, ഇത്രമേൽ വൈഡ് ആയിട്ടുള്ള ഒരു മേഖല നമ്മൾ കോഴ്സ് പഠിക്കാത്തത് കൊണ്ടും ആ മേഖലയുടെ സാധ്യതകൾ പഠിക്കാത്തത് കൊണ്ടും മാത്രമാണ്. റിയലി സോറി, ആ ഒരു കമൻറ്റിന് ഞാൻ സ്ട്രോങ്ലി ഡിസഗ്രി ചെയ്യുന്നു. ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്നാണ് പറയുന്നത്. എന്നാൽ കുറേ ആളുകൾ പഠിച്ചിട്ട് ജോലി ഇല്ലാത്തവരുണ്ട്, ഞാനത് സമ്മതിക്കുന്നു. അതിൻ്റെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ആ മേഖലയെക്കുറിച്ച് മനസ്സിലായിട്ടില്ല. കാരണം നിങ്ങളൊരു പ്രൈവറ്റ് ഇൻഡസ്ട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുമ്മാ ഗവൺമെൻറ് ജോലി കിട്ടുന്ന പോലെ ഒരു ടെസ്റ്റ് എഴുതുന്ന ഗവൺമെൻറ് ജോലിയിൽ കിട്ടുന്ന ആളുകൾ ഭയങ്കര പൊട്ടൻഷ്യലുള്ള ആളുകളാണ്. പക്ഷെ അത് കഴിഞ്ഞതിന് ശേഷം അവരുടെ പ്രൊഡക്ടിവിറ്റിയുടെ ഒരു പ്രശ്നമുണ്ട്. പക്ഷെ ഇവിടെ നേരെ തിരിച്ചാണ്. പ്രൈവറ്റ് സെക്ടറിൽ കയറിക്കഴിഞ്ഞാൽ അവരുടെ പ്രൊഡക്ടിവിറ്റിയാണ് ഏറ്റവും കൂടുതൽ അളക്കപ്പെടുന്നത്. ആ പ്രൊഡക്ടിവിറ്റിയിലേക്ക് നമ്മൾ ഉയരുക എന്നുള്ളതാണ്. ഓക്കെ, അടുത്ത ചോദ്യം.
ഗവൺമെന്റ് ജോബ്സ് ദാറ്റ് ഫുഡ് ടെക്നോളജിസ്റ്റ് ക്യാൻ ഹാവ്. ഇതിൻ്റെ ഒരു ഡയറക്റ്റ് ആൻസർ പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടോയെന്ന് ചോദിച്ചുള്ള ഉത്തരം, ഗവൺമെന്റ് ജോലി ഉണ്ടോയെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഉണ്ട് എന്നുള്ളത് തന്നെയാണ് ഉത്തരം. എന്നാൽ ഞാൻ പൊതുവെ ഞാൻ പറയുന്നത് അതിലേക്ക് ഫോക്കസ് ചെയ്തുകൊണ്ട് ഒരു ഗവൺമെന്റ് ജോലി എന്നതിന് വലിയ സാധ്യതകൾ നിലനിൽക്കുന്നില്ല. ഒന്നാമത്തെ ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുഡ് സേഫ്റ്റി ഓഫീസറാണ്. ഫുഡ് സേഫ്റ്റി ഓഫീസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേഴ്സണലി ഞാനൊക്കെ ഇനീഷ്യേറ്റ് ചെയ്തിട്ട് തന്നെയാണ് ഫുഡ് സേഫ്റ്റി ഓഫീസർ എന്ന് പറയുന്ന ഒരു തസ്തിക കൊണ്ടുവരുന്നതും അങ്ങനെ കുറേ സംഭവങ്ങൾ. അതിന് ബിഹൈൻഡിൽ വർക്ക് ചെയ്ത ഒരാളും കൂടെ ഞാൻ 30 വർഷമായിട്ട് പോസ്റ്റിംഗ് നടക്കാത്തൊരു സാധനം കൊണ്ടുവന്നതാണ്. അപ്പോൾ എന്താ സംഭവിച്ചത്, റീസെൻ്റ്ലി ആണ് ഈ മേഖലയിലേക്ക് ഫുഡ് സേഫ്റ്റി ഓഫീസർ എന്ന് പറയുന്ന പോസ്റ്റിംഗ് വരുന്നതും. അപ്പോൾ ഇത് ഈ മേഖലയിൽ ആൾ ഫീൽഡാണ്. ഇനി ഉള്ള ഫുഡ് സേഫ്റ്റി ഓഫീസർ എന്ന് പറയുന്ന ഒരു തസ്തിക വരണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ സർക്കിൾ വർദ്ധിക്കുകയും അങ്ങനെയൊക്കെയുള്ള നമ്പർ ഓഫ് ഓപ്പർച്യൂണിറ്റി കൂടണം. ഇപ്പോൾ ഓപ്പണിംഗ് ഇല്ല, തസ്തികകളുടെ എണ്ണം കുറവാണ്. തസ്തികകളുടെ എണ്ണം കുറയുമ്പോൾ ബാക്കി കൂടുതൽ പറയേണ്ടതില്ല. അപ്പോൾ FSO എന്ന് പറയുന്നിടത്ത് വലിയ സാധ്യത നിലനിൽക്കുന്നില്ല. ഓക്കെ. ഇനി രണ്ടാമത്തെ ഒരു പോസ്റ്റ് എന്ന് പറയുന്നത് ടെക്നിക്കൽ അസിസ്റ്റന്റ് എന്ന് പറഞ്ഞിട്ട് ഗവൺമെന്റ് ലബോറട്ടറികളിലേക്കുള്ള, അത് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നത് ഒരു 3 വർഷം കൂടുമ്പോൾ ഒരു 25 പോസ്റ്റ് എന്നുള്ളതാണ് നമുക്ക് ആവറേജ് നമുക്ക് കണക്കാക്കാവുന്നത്. 3 കൊല്ലം കൂടുമ്പോൾ 25 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൊല്ലത്തിൽ 10 പോസ്റ്റ് പോലും മര്യാദക്കില്ല എന്നാണ് അർത്ഥം. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു തരത്തിലും വലിയൊരു സാധ്യതയുണ്ട്. പക്ഷെ ഒരാൾക്ക് ആ മേഖലയിൽ എക്സൽ ചെയ്യണം, അങ്ങനെയൊക്കെ ഒരു താല്പര്യമുള്ള ആളാണ്, ഒരു കോമ്പറ്റീറ്റീവ് മൈൻഡുള്ള ഒരാളാണ് എന്നുണ്ടെങ്കിൽ കമ്പാരിറ്റീവ്ലി ഏറ്റവും നല്ലൊരു സാധ്യത അവിടെ നിലനിൽക്കുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗവൺമെന്റ് സെക്ടറിന്റെ സാധ്യതകൾ കമ്പാരിറ്റീവ്ലി കുറവാണ്. പിന്നെ സെൻട്രൽ ലെവലിലുള്ളതാണ്. സെൻട്രലിലും വളരെ കുറവാണ്. ഇപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ, സെൻട്രലിൽ ഇഷ്ടംപോലെ പോസ്റ്റുകൾ ഏറ്റവും കൂടുതൽ ഒഴിഞ്ഞു കിടക്കുന്ന ഒരു സാധ്യത നമ്മൾ നിലവിലുള്ള ഒരു സാഹചര്യം അതാണ്. ഇറ്റ്സ് എ ഫാക്ട്. അപ്പം അത്രയൊക്കെയുള്ള പോസ്റ്റിങ്ങെ നമ്മൾ പ്രതീക്ഷിക്കേണ്ടതുള്ളൂ. അതുകൊണ്ട് തന്നെ അതിനെ വല്ലാണ്ട് എന്ത് ചെയ്യേണ്ടതില്ല. ഗവൺമെന്റ് സെക്ടറിലുള്ള സാധ്യത നമ്മൾ വല്ലാതെ ഉണ്ട് എന്ന് നമ്മൾ വിചാരിക്കേണ്ടതില്ല. ഇപ്പോൾ പറഞ്ഞ അഡ്രസ്സ് ഒന്നും കൂടെ പറയുന്നത് അഡ്രസ്സാണ്. അതുപോലെ നമ്മുടെ സ്ഥാപനം പള്ളിക്കൽ ബസാറാണ്. പള്ളിക്കൽ ബസാർ ജസ്റ്റ് FTRIC അടിച്ചാൽ മതി. ഇപ്പോൾ ഞങ്ങൾ മുമ്പ് കോഴിക്കോട് ആയതുകൊണ്ട് അഡ്രസ്സൊക്കെ മിക്സ് ചെയ്ത് കിടക്കുകയാണ്. ഗൂഗിൾ ഞങ്ങളെ പറ്റിച്ചതാണ്. നിങ്ങൾ ജസ്റ്റ് പള്ളിക്കൽ ബസാർ എന്ന് അടിച്ചാൽ മതി, അപ്പോൾ തന്നെ കറക്റ്റ് കിട്ടും. പിന്നെ സാർ ഇപ്പോൾ പിന്നെ നെയിം ഓഫ് ദാറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് യു ജസ്റ്റ് മെൻഷൻഡ്, എനിക്ക് തോന്നുന്നത് CFTR ആയിരിക്കും, അല്ലെങ്കിൽ ഞങ്ങളുടെ സ്ഥാപനത്തിൻ്റെ പേര് പറയുകയാണെങ്കിൽ FTRIC. CFTRI എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ പറയുക, ഒരു PGക്ക് ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്ന ഒരു സ്ഥാപനമാണ്. ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം ഈ PGക്ക് പ്രിഫർ ചെയ്യുന്ന ഒരു സ്ഥാപനമാണ്. നിങ്ങൾ വേറെ എന്തെങ്കിലും സ്പെസിഫിക്കലി ചോദിക്കുകയാണെങ്കിൽ ഞാൻ ഉത്തരം പറഞ്ഞുതരാം. വാട്ട് യൂണിവേഴ്സിറ്റി വുഡ് യു റെക്കമെൻഡ് ദാറ്റ് ഓഫർ ഫുഡ് ടെക്നോളജി ബോത്ത് ആസ് എ ബാച്ചലർ ആൻഡ് മാസ്റ്റേഴ്സ്? ഇപ്പോൾ നിലവിലിപ്പോൾ ഡിഗ്രി ലെവലിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനെ പല ആംഗിളിലൊക്കെ സംസാരിക്കാൻ പറ്റും. ഡിഗ്രിയിൽ ഇപ്പോൾ കേരളത്തിൽ കുറച്ച് നല്ല സ്ഥാപനം എന്ന് പറയാവുന്ന, ഇതൊരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ പറയുന്നതിന് ബുദ്ധിമുട്ടുണ്ട്, എന്നിരുന്നാലും അത്യാവശ്യം നല്ലൊരു അക്കാഡമിക്സ് ലെവലിലുള്ള നമ്മുടെ അടുത്തുള്ളത് സാഫി കുറച്ച് നല്ല രീതിയിൽ റൺ ചെയ്യുന്നൊരു സ്ഥാപനമാണ്. പിന്നെ MG സൈഡിലുള്ള ആ ഭാഗത്തുള്ള ആളുകൾ കാണുന്നുണ്ടെങ്കിൽ പിന്നെ സെൻറ് ജോർജ് അരുവിത്തറ കോളേജ് കുറച്ച് നല്ലതാണ്. ബാക്കിയുള്ളതൊക്കെ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ റിസർച്ച് നടത്തിയിട്ട് ഒന്ന് റിപ്പീറ്റ് ചെയ്യാവോ? ആ ഒരു എന്താ വെച്ചാൽ ഞാൻ എനിക്ക് വേഗമായിട്ട് ഈ വിഷയം പറയാൻ പറ്റുള്ളൂ, അതിൻ്റെ ചില ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ടാണ്. സാഫി കോളേജ് കുറച്ച് നല്ലതാണ്. അതുപോലെ പിന്നെ സെൻറ് ജോർജ് അരുവിത്തറ അവിടെയും വലിയൊരു കുഴപ്പമില്ല. ബാക്കിയുള്ള സ്ഥലങ്ങൾ നിങ്ങളൊന്നും കൂടെ ഒന്ന് അവിടുത്തെ ഒരു ഗ്രൗണ്ട് റിയാലിറ്റി പഠിച്ചിട്ട് വേണം നിങ്ങളൊന്ന് ഓപ്റ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും എന്നാണ് ഞാൻ പറയാം. പിന്നെ നമ്മൾ കൂടുതലായിട്ടും നിങ്ങൾ ഏത് കാറ്റഗറിയിലുള്ള കുട്ടികളെയാണ് നിങ്ങൾ നോക്കുന്നതെന്നൊക്കെ ഉണ്ട്. പിന്നെ BTech ലെവലിൽ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം കേളപ്പജി വലിയൊരു മോശമൊന്നുമില്ല. പിന്നെ നിഫ്റ്റം ഉണ്ട്, ഹരിയാന നിഫ്റ്റം കുറച്ച് നല്ലത് തന്നെയാണ്. PGക്ക് നമ്പർ 1 CFTRI ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. പിന്നെയുള്ള ഇടങ്ങളിലൊക്കെ പിന്നെ PGക്ക് പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി ഓക്കെ ലിറ്റിൽ ബിറ്റ് കുഴപ്പമില്ല, നല്ലത് തന്നെയാണ്. ബാക്കിയുള്ള സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ കൊടുക്കുന്നതിന് അത്രമേലൊരു ക്വാളിറ്റി ഇല്ലാത്തതായിട്ടാണ് എൻ്റെ ഒരു പെർസ്പെക്റ്റീവ്സ്. അത് നിങ്ങളാണ് കൂടുതൽ ക്ലാരിറ്റി വരുത്തേണ്ടത്. ഞാൻ ജനറലായിട്ട് എനിക്ക് പറയാൻ കഴിയുള്ളൂ. CFTRI നമ്പർ 1 അത് നമുക്ക് പറയാൻ പറ്റും, സംശയമൊന്നുമില്ല. പിന്നെ നിഫ്റ്റവും കുഴപ്പമില്ല. നിഫ്റ്റം ഹരിയാന കുറച്ചുകൂടെ പ്രൊഫഷണലി കുറച്ചുകൂടെ നല്ല ഒരു അക്കാഡമിക് ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളും ഉള്ളതാണ്.
ബാക്കിയുള്ള ഓരോ സ്ഥാപനങ്ങളും ഓരോ ആംഗിളിലാണ് വർക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ അതിന് അങ്ങനെ നമുക്ക് പറയാൻ പറ്റുള്ളൂ എന്നുള്ളത്. ഓക്കെ, അടുത്തത് ഓൺലൈൻ സർട്ടിഫിക്കറ്റ് കോഴ്സ് ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. തീർച്ചയായിട്ടും ഡിഫറൻസ് ആയിട്ട് നിങ്ങൾക്ക് ജസ്റ്റ് FTRIC ഓൺലൈൻ FTRIC online.com ജസ്റ്റ് അടിച്ചാൽ ഞങ്ങൾ കുറച്ച് ഓൺലൈൻ കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ ജസ്റ്റ് ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതി. ഇതെൻ്റെ മറ്റൊരു നമ്പറാണ്, ഇപ്പോൾ ഇവിടുത്തെ ഓഫീസ് നമ്പർ ഒരു പർപ്പസിന് ഉപയോഗിക്കാത്ത. അടുത്ത് 2 competencies ഗവൺമെൻറ് പോസ്റ്റിംഗ് 2 competencies ഫ്രം ഡോക്ടർ ഓർ BSc. ഓക്കെ, ഉദ്ദേശിച്ച എന്താണെന്നുള്ളത് ഉദ്ദേശിച്ച ഒരു പക്ഷേ ഇതായിരിക്കും, FSO തസ്തികയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടതായിരിക്കും. അതൊരു ഫാക്റ്റാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് FSO തസ്തികയിൽ വലിയ സാധ്യത. തന്നെ നമ്മൾ ഇങ്ങനത്തെ ഒരു വേദിയിൽ കുറേ കാര്യങ്ങൾ പറയാൻ പറ്റില്ലല്ലോ. അതായത് ഇപ്പോഴത്തെ ഫുഡ് സേഫ്റ്റി ഓഫീസർമാരിൽ നല്ലൊരു ശതമാനം ആളുകളും വെറ്റിനറി ഡോക്ടർമാർ ആ ഒരു കാറ്റഗറിയിൽ നിന്ന് വന്നിട്ടുള്ള ആളുകളാണ്. അതിൻ്റെ റിയാലിറ്റി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. ഇതിന് ഞാനൊരു നിങ്ങളോട് ഒരു ഹൃദയം തുറന്ന് സംസാരിക്കാം, അങ്ങനെ പറയാൻ പറ്റും. ഇതിൻ്റെ ഒരു സത്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെറ്റിനറി മേഖലയിലുള്ള സാധ്യതാ പ്രശ്നങ്ങളാണ്. അപ്പോൾ നമ്മുടെ നാട്ടിൽ ആളുകൾക്ക് കരിയറിൽ ഒരു +2 കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത് എന്നുള്ളത് ഇപ്പോഴും സ്റ്റിൽ ഒരു ക്ലാരിറ്റി വന്നിട്ടില്ല. CGO ഒക്കെ ചെയ്യുന്ന പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എത്ര പ്രശംസിച്ചാലും മതിയാവാത്ത, പക്ഷെ ആളുകളിലേക്ക് എത്തിയിട്ടില്ല. അപ്പോൾ ഇവരെന്താ ചെയ്യുന്നത്, നീറ്റ് എടുക്കുന്നു, നീറ്റിന് മാർക്ക് കുറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവരുടെ അഭിമാന പ്രശ്നം. എന്നിട്ട് എന്ത് ചെയ്യും, ഇങ്ങനെ വെറ്റിനറിക്ക് ഓപ്പർച്യൂണിറ്റി ഇല്ല എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഇങ്ങനത്തെ സാധനത്തിന് ഗവൺമെൻറ് സെക്ടറിൽ മാത്രമേ ഓപ്പർച്യൂണിറ്റി ഉള്ളൂ. പ്രൈവറ്റിൽ വളരെ കുറഞ്ഞ ഓപ്പർച്യൂണിറ്റി ഉള്ളത്. പറയപ്പെടുന്നത് ഈ മേഖലയിൽ ഒരേ ബൂമിങ് വരും എന്നൊക്കെ പറയപ്പെടുന്നു. പക്ഷെ അപ്പോഴേക്കൊക്കെ എന്ത് ചെയ്യും, നമ്മുടെ ഒരു കുറേയും കൂടെ സമയം കഴിയും. കാരണം വീടുകളിലൊക്കെ കുട്ടികളൊക്കെ കുറയും, അപ്പോൾ പെറ്റ്സുകൾ കൂടും. ഇതൊക്കെയാണ് ആ മേഖലയിലുള്ള പഠനങ്ങളൊക്കെ. പക്ഷെ അതൊക്കെ എത്രമാത്രം പ്രായോഗികമായിട്ട് അടുത്ത് നിൽക്കുന്നു എന്നുള്ളൊരു ചോദ്യം നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ വെറ്റിനറി മേഖലയിലുള്ള ആളുകൾക്ക് ഇന്ത്യയിൽ FSSAI എന്ന് പറയുന്ന ഇന്ത്യയുടെ ഒരു നിയമം. അതുകൊണ്ട് തന്നെ അവർ വൈഡ് ആംഗിളിലാണ് അതിൻ്റെ ക്വാളിഫിക്കേഷൻ നിശ്ചയിച്ചത്. അതുകൊണ്ട് തന്നെ ഈ വെറ്റിനറി മേഖലയിൽ നിന്നുള്ള ആൾക്കാരൊക്കെയാണ് കൂടുതൽ നിലവിൽ ഫുഡ് സേഫ്റ്റി ഓഫീസർമാരായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെതായിട്ടുള്ള നെഗറ്റീവ്സും പോസിറ്റീവ്സും ഒക്കെ അവിടെ നിലനിൽക്കുന്നുണ്ടാകും. പക്ഷെ എന്നോട് എൻ്റെ ഇപ്പോഴത്തെ ഡിസ്കഷൻ എന്ന് പറയുന്നത് ഫുഡ് സേഫ്റ്റി ഓഫീസർ തസ്തികയിലേക്ക് ഒരു ഫുഡ് ടെക്നോളജിക്കാരന് എത്ര ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ബ്ലൈൻഡ്ലി ഒറ്റയടിക്ക് പറയാൻ പറ്റിയ 0 എന്നാണ് പറയാൻ പറ്റുക. കാരണം ഓപ്പർച്യൂണിറ്റി ഇല്ല. ഇനിയിപ്പോൾ ഏതെങ്കിലും ഒരാൾക്കോ രണ്ടാൾക്കോ ജോലി കിട്ടൂല എന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കിട്ടും. പക്ഷെ അതിന് നമ്മൾ നെഗ്ലിജിബിൾ ആയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് മാത്രമാണ് ഞാൻ കാണുന്നത്. ഹൗ വി ക്യാൻ സ്റ്റാർട്ട് അവർ ഓൺ ഫുഡ് ഇൻഡസ്ട്രി അനാലിസിസ് ലബോറട്ടറി അപ്രൂവൽസ്. പിന്നെ ഇതിന് മുഹമ്മദ് അലി എനിക്ക് സർവീസ് ചാർജ് തരണം, അല്ലാണ്ട് ഇതൊന്നും പറയാൻ പറ്റില്ല. പിന്നെ ഇതിൽ നമ്മുടെ ഒരു ലാബ് തുടങ്ങുക എന്ന് പറയുമ്പോൾ ഞാൻ നിങ്ങളോടൊക്കെ ജനറലി പറയുന്നത് ഫുഡ് ലാബ് മാത്രം ഒരു ബിസിനസ് ആക്കിയിട്ട് സ്റ്റാർട്ടിങ്ങിൽ ചെയ്യരുത്. അത് എല്ലാ ബിസിനസ്സിൻ്റെയും കാര്യം തന്നെയാണ്. നമ്മൾ എന്ത് ചെയ്യണം, ഒരു ഇൻഡസ്ട്രി തുടങ്ങുന്ന സമയത്ത് ആദ്യം മാർക്കറ്റ് പഠിക്കണം, അല്ലേ? അതുപോലെ നമുക്ക് നല്ല കണക്ഷൻസ് ഉണ്ടാവണം. ഇതൊക്കെ ഒരു ഗ്രൗണ്ടിൽ നല്ല സ്ട്രോങ് കണക്ഷൻ ഉള്ള ആളുകൾക്ക് മാത്രമേ ലാബ് തുടങ്ങാൻ പറ്റുള്ളൂ. അനാലിസിസ് മേഖലയിൽ കോമ്പറ്റീഷൻ കുറവാണ് എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. പക്ഷെ നമുക്ക് കസ്റ്റമേഴ്സിനെ കിട്ടാൻ ഭയങ്കര പാടാണ്. മാത്രമല്ല അതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ ലെവലിൽ ഭയങ്കര കോസ്റ്റ്ലിയാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ ആകുമ്പോൾ പിടിച്ചു നിൽക്കാൻ പ്രയാസമായിരിക്കും. വലിയ ഒരു സാധ്യത നിങ്ങൾ ചെറിയ രൂപത്തിലുള്ള ഒരു ലാബ് കൊണ്ട് നമുക്കൊരു 10 കോടിയെങ്കിലും ചുരുങ്ങിയത്, ഏറ്റവും ചുരുങ്ങിയത് 10 കോടി, അത് പോരാ സത്യത്തിൽ. കാരണം അതിൻ്റെ ഒരു HPLCക്ക് വേണം 1.5 കോടി. ആ രൂപത്തിൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ അങ്ങനത്തെ ഒരു 4-5 എക്യുപ്മെന്റ് ഉണ്ടായാൽ തന്നെ അതിൻ്റെ കഥ കഴിഞ്ഞില്ലേ. പിന്നെ അതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ വേണ്ടേ, അത് മെയിൻറ്റെയിൻ ചെയ്യണ്ടേ, AMC വേണ്ടേ, ആനുവൽ മെയിൻ്റനൻസ് കോസ്റ്റ് തന്നെ ഏകദേശം പലതിനും 1 ലക്ഷം, 1.5 ലക്ഷം രൂപ, 2 ലക്ഷം രൂപ ആനുവൽ മെയിൻ്റനൻസ് കോസ്റ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊടുക്കണം. പിന്നെ അതിന് ബാക്കിയുള്ള മറ്റു കാര്യങ്ങളൊക്കെ ഞാൻ നെഗറ്റീവ് അടിക്കല്ല. പക്ഷെ അനാലിസിസ് ലാബ് എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ് ഇന്ത്യയിലെ നിലവിലുള്ളൊരു സാഹചര്യത്തിൽ. പിന്നെ നിങ്ങൾക്ക് മാത്രമല്ല ഇപ്പം ഈ മേഖലയിൽ അധികാരികരായിട്ടുള്ള ഒരുപാട് ലാബുകൾ എറണാകുളം ബേസ് ചെയ്തിട്ടാണെങ്കിലും ഇങ്ങനെ ഓരോ പ്രധാനപ്പെട്ട സിറ്റി ബേസ് ചെയ്തിട്ട് ഓൾറെഡി കുറേ ലാബുകൾ ഉണ്ട്. അപ്പോൾ അതിലേക്ക് ഇനി നമ്മളും കൂടെ പോയിട്ട്, പിന്നെ നമ്മൾ ആ ഫീൽഡിൽ എക്സ്പേർട്ട് ആണെങ്കിൽ ഓക്കെ, 10 years ഓഫ് നമ്മൾ ആ മേഖലയിൽ വർക്ക് ചെയ്തു, നമുക്കൊരു ഓപ്പർച്യൂണിറ്റി നമ്മളൊക്കെ ഒരു വരില്ലേ, അപ്പോൾ നമുക്ക് തുടങ്ങുന്നതിന് പ്രശ്നമല്ല. അല്ലാതെ ആ മേഖല വല്ലാണ്ട് ഒരു ഓപ്പണിംഗ് ഉണ്ട് എന്ന് ഡയറക്റ്റ്ലി നമുക്ക് പറയാൻ പറ്റില്ല. എന്നെല്ലാം നമ്മൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നത് അനുസരിച്ചല്ലേ. അടുത്ത് വേറെ ആരും നിലവിൽ ചോദിച്ചിട്ടില്ല എന്ന് വിചാരിക്കുന്നു. ആർക്കെങ്കിലും ചോദിക്കാണ്ട് ചോദിച്ചോളൂ.
സ്റ്റുഡൻസിന് ആർക്കെങ്കിലും എന്തെങ്കിലും കാര്യങ്ങൾ ക്ലാരിഫൈ ചെയ്യാനുണ്ടെങ്കിൽ ചോദിക്കാട്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ നമ്പറിൽ, സ്ക്രീനിൽ കാണിച്ച നമ്പറിൽ ജസ്റ്റ് വിളിക്കണ്ട, മെസ്സേജ് അയച്ചാൽ മതി. ഞാൻ എന്ത് ചെയ്തുതരാം, റെസ്പോണ്ട് ചെയ്യും, പ്രശ്നമൊന്നുമില്ല. ഓക്കെ, നമുക്ക് ബെറ്റർ ഇൻ ഫുഡ് സർ, സയൻസ് അല്ലേ? വേറെ ആർക്കെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് ചോദിക്കാം, അല്ലെങ്കിൽ നമുക്ക് പിന്നെ ഒറ്റ ചോദ്യം ഒരു ചോദ്യം കൂടെ ഉണ്ട്. ക്യാൻ യു റെക്കമെൻഡ് വിച്ച് ഫീൽഡ് ഈസ് ബെറ്റർ ഇൻ ഫുഡ് സയൻസ്? അങ്ങനെ ചോദിച്ചാല് എല്ലാത്തിനും നമ്മളൊരു പാഷനാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. എനിക്കിഷ്ടം, ഞാൻ പറയാ R&D സെക്ടറിൽ ഒരുപാട് അവസരം ഉണ്ട്. പക്ഷെ അത് കരുതിയിട്ട് പിന്നെ എഞ്ചിനീയറിംഗ് സെക്ഷനിൽ ഓപ്പർച്യൂണിറ്റി ഇല്ലാതാവില്ലല്ലോ, അവിടെ ഓപ്പർച്യൂണിറ്റി ഉണ്ട്. നമ്മൾ കുറച്ചുകൂടെ വൈഡായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ എക്കണോമിക്സിന് എന്ത് വില ഇപ്പം നമ്മുടെ നാട്ടിലെ കോളേജുകൾക്കുള്ളത്, കോളേജുകളിലുള്ളത്. പക്ഷെ ആക്ച്വലി എക്കണോമിക്സിന് അത്രയും സ്കോപ്പ് ഉണ്ടെന്നാണ്. ഇതാണ് എല്ലാ മേഖലയ്ക്കും ഈ സാധനം അപ്ലിക്കബിൾ ആണ്. ഓപ്പർച്യൂണിറ്റി ഇല്ലാത്തതുകൊണ്ട്, അതിന് സ്കോപ്പ് ഇല്ലാത്തതുകൊണ്ടല്ല, പക്ഷെ നമ്മൾ അതിനോട് എത്രമാത്രം പാഷനേറ്റ് ആകുന്നു അതിനനുസരിച്ച് സ്റ്റിൽ ഓപ്പർച്യൂണിറ്റി ഈസ് ദർ. അപ്പോൾ ഫുഡ് സയൻസ് മേഖലയിൽ ഒന്നാമത് ബേസിക്കലി നമ്മൾ എന്ത് ചെയ്യണം, ഒരു നല്ലൊരു കോളേജും നല്ലൊരു സ്ഥലവും നമ്മൾ ഓപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ നമ്മൾ പലപ്പോഴും അക്കാഡമിക്സിൻ്റെ കൾച്ചറുകളൊക്കെ ഒരുപാട് മാറിയിട്ടുണ്ട്. നമ്മൾ ഈ പരമ്പരാഗതമായിട്ടുള്ള യൂണിവേഴ്സിറ്റി ഡിഗ്രി ഇങ്ങനെ ആ ഒരു ലെവലിൽ മാത്രം ചിന്തിക്കുന്നതിന് പകരമായിട്ട് നമ്മൾ കരിയറിൽ എക്സൽ ചെയ്യും. അപ്പോൾ നമ്മളൊരു ഇൻ്റർവ്യൂവിന് പോകുന്ന സമയത്ത് ആരെങ്കിലും ചോദിക്കാറുണ്ടോ, ജസ്റ്റ് ആ CV-യിൽ നമ്മൾ എഴുതി വെക്കുന്നതാണ്, ആരെങ്കിലും ഡിഗ്രി ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ചോദിക്കുന്നുണ്ടോ? ആരും ചോദിക്കുന്നില്ല. മാക്സിമം അബ്രോഡ് പോകുന്ന സമയത്ത് ഒരു അറ്റസ്റ്റേഷന് വേണ്ടിയിട്ട് സ്റ്റാമ്പിങ്ങിന് മാത്രം ചോദിച്ചേക്കാം. അതിനപ്പുറത്തേക്ക് അതിനൊരു കഥയില്ല. നേരെ മറിച്ച് നമ്മളുടെ ഉള്ള പൊട്ടൻഷ്യലിനാണ് വാല്യൂ ഉള്ളത്. അപ്പം അത് എവിടുന്നാ കിട്ടുന്നതെന്നുള്ളത് ചൂസ് ചെയ്യുന്നിടത്താണ് പ്രധാനം. അക്കാഡമിക്സിൽ എന്താണെങ്കിലും ശരി, പ്രൈവറ്റ് സെക്ടറിൽ മാത്രമേ ഇനി വരും കാലത്ത് സർവൈവലുള്ളൂ. ഗവൺമെൻറ് സെക്ടറിൽ അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും, അല്ലെങ്കിൽ സിവിൽ സർവീസ് അങ്ങനെയൊക്കെ ലെവലിലൊക്കെ പോകുന്ന ആളുകൾക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമായിരിക്കും. ബാക്കി എല്ലായിടത്തൊക്കെ അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങൾ. പിന്നെ ഈ പറയുന്ന ഈ ഹൈ എൻഡ് ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് പറഞ്ഞല്ലോ, ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ഇൻസ്ട്രുമെൻറ്റേഷനൊക്കെ, ഇതൊക്കെ ഇനി എന്ത് ചെയ്യാൻ പോവുകയാണ്, പ്രൈവറ്റൈസേഷൻ ലെവലിലേക്ക് വരാൻ പോവുകയാണ്. അപ്പോൾ പ്രൈവറ്റൈസേഷനിലായിരിക്കും, പ്രൈവറ്റ് മേഖലയിലായിരിക്കും നമ്മുടെ എന്ത് ചെയ്യുക ഓപ്പർച്യൂണിറ്റി ഉണ്ടാവുക. സർക്കാർ മേഖലയിൽ ഇനി ഈവൻ നമ്മൾ എത്ര പൊട്ടൻഷ്യൽ കാൻഡിഡേറ്റ് ആണെങ്കിലും ശരി, നമുക്ക് അവിടെ നമ്മൾ ഔട്ട്പുട്ട് എടുക്കുന്നതിനുള്ള കുറേ ലിമിറ്റേഷൻസും കാര്യങ്ങളുണ്ട്. അടച്ചാക്ഷേപിക്കല്ല, പക്ഷെ അത് മനസ്സിലാക്കിയിട്ട് കരിയറിന് നിങ്ങൾ ആ ചോദ്യം ഒന്നും കൂടെ സ്പെസിഫിക് ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ എനിക്ക് മറുപടി തരാൻ പറ്റും. അടുത്ത ചോദ്യം, നഫീസ് ഖഫീഫ, ഹാസപ്പ് ചെയ്തുകൊണ്ട് കൊണ്ടുള്ള സ്കോപ്പ് പറഞ്ഞു തരുമോ ജോബ് ഓപ്പർച്യൂണിറ്റി? തീർച്ചയായിട്ടും. ഫുഡ് ഇൻഡസ്ട്രി മേഖലയിലെ ഏറ്റവും കോമൺ ആയിട്ടുള്ള വളരെ ബേസിക് ആയിട്ടുള്ള ഒരു ഫുഡ് സേഫ്റ്റി മാനേജ്മെന്റ് സിസ്റ്റമാണ് HACCP, ഹസാർഡ് അനാലിസിസ് ക്രിട്ടിക്കൽ കൺട്രോൾ പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ഇപ്പോഴത്തെ ഒരു ബേസിക് സാധനം. അപ്പോൾ ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത് ഞാൻ അത് പഠിച്ചിട്ടല്ല, മീൻസ് നമ്മൾ തിയറട്ടിക്കലി പഠിച്ചിട്ടുണ്ടെങ്കിൽ ഫുഡ് സർട്ടിഫിക്കറ്റോട് കൂടിയല്ല നമ്മൾ ഇൻഡസ്ട്രിയെ സമീപിച്ചിട്ടുള്ളത്. പക്ഷെ നമ്മൾ ഇൻഡസ്ട്രിയിൽ നിന്ന് തന്നെ നമുക്ക് എടുത്തിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അതെന്താണ് കോമൺ ആയതുകൊണ്ട് തന്നെ അത് പഠിച്ച ആളുകളെ മാത്രമേ ഇൻഡസ്ട്രി എടുക്കുന്നുള്ളൂ. അപ്പോൾ ഹാസപ്പ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഞാനൊരു HACCPയുടെ UK ബേസ്ഡ് ആയിട്ടുള്ള അപ്രൂവ്ഡ് ട്രെയിനർ കൂടിയാണ്. നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഹാസപ്പിൽ ഞങ്ങൾ തന്നെ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് റിലേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഫർദർ ആവശ്യങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഫുഡ് ടെക്നോളജി അല്ലെങ്കിൽ ഫുഡ് ഇൻഡസ്ട്രി മേഖല താല്പര്യപ്പെടുന്ന ആളുകളാണെങ്കിൽ 100% നിങ്ങൾ HACCP, GMP, GHP, ISO സർട്ടിഫിക്കേഷൻ, ഫുഡ് സേഫ്റ്റി ലെവലുള്ള സർട്ടിഫിക്കേഷൻസ് ഇതെല്ലാം ഉണ്ടാവൽ നിർബന്ധമാണ്. അതല്ലാതെ നമുക്കൊരിക്കലും ഒരു എൻട്രി പോസിബിൾ ആവുമെന്ന് തോന്നുന്നില്ല. വേറെ എന്തെങ്കിലും? ഒക്കെ സമയപരിധി ഉണ്ടാവുമായിരിക്കും. ഒരുപക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കും മറ്റൊരു സെഷൻ നമുക്ക് എന്റർപ്രണർക്ക് വാല്യൂഡിഷന്റെ ട്രെയിനിങ് എവിടെയൊക്കെ? ഇന്ത്യയിലെ മൈസൂർ എന്നാണ് എന്തോ ഒരു വാല്യൂ അഡീഷൻ എന്ന് മനസ്സിലായി, ഒന്നുകൂടെ ചോദിക്കോ പ്ലീസ്. ഉദാഹരണം ഇപ്പൊ ഞാൻ മഷ്റൂം മൈക്രോ ബീൻസ് ഒക്കെ ചെയ്യാൻ പ്ലാൻ ചെയ്യാണ്. അതിന്റെ വാല്യൂ അഡീഷൻ, എക്സ്പോർട്ടിങ്ങോ അങ്ങനെയൊക്കെ ചെറിയ ഐഡിയാസ് ഉണ്ട്. അപ്പൊ അതിന്റെ ഷോർട്ട് ടൈം ട്രെയിനിങ്ങോ ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയാ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പേ. അതിന് നിങ്ങളെ സ്ഥലം എവിടെയാ? ഞാൻ നാട് തൊടുപുഴ.
തൊടുപുഴയാണ് അല്ലേ? ഓക്കെ. ആ. പിന്നെ നിങ്ങൾക്ക് അവിടെയുള്ള മഷ്റൂം ആയതുകൊണ്ട് തന്നെ നിങ്ങൾ ജസ്റ്റ് ആദ്യം എന്ത് ചെയ്യൂ, ബുദ്ധിമുട്ടില്ലെങ്കിൽ നിങ്ങൾ അവിടുത്തെ എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല, എന്നാലും പോസിബിലിറ്റി കുറച്ചുകൂടെ ഉള്ളത് നിങ്ങൾ അവിടുത്തെ അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റിനെ ഒന്ന് സമീപിക്കൂ. കാരണം ആ ഒരു മേഖലയിലൊക്കെ ഒരുപാട് തരത്തിലുള്ള എന്താ പറയുക, സാമ്പത്തിക സഹായങ്ങളും മറ്റു കാര്യങ്ങളും കൂടുതലായിട്ട് അല്ല അവൈലബിൾ ആണ്. അതെല്ലാം എനിക്കറിയാം. ഞാൻ ആ പറയുന്നത് അത് ചെയ്യുന്നതിന് മുമ്പ് എനിക്ക് തന്നെ എന്തൊക്കെ ഇതിലേക്ക് പോകാം എന്നുള്ള ഫൈനൽ സ്റ്റേജിന് മുമ്പ് ഒരു ഐഡിയ കിട്ടാനും ചെറിയ ഇതിന്റെ ചെറിയ പ്രോസസ്സിംഗ് ലെവലിലുള്ള കാര്യങ്ങളൊക്കെയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നെ ഇപ്പോൾ എനിക്കിവിടെ കോഴിക്കോട് ബേസിലൊക്കെയാണ് നിങ്ങൾക്ക് ഒരുപാട് തരത്തിലുള്ള പിന്നെ അഗ്രി ഫാമേഴ്സ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ അവൈലബിൾ ആണ്. എനിക്ക് കോഴിക്കോടാണെങ്കിൽ കോഴിക്കോട് വേങ്ങരയിൽ വേങ്ങരല്ല സോറി വേങ്ങേരിയിൽ ഒരു സ്ഥാപനമുണ്ട് ഇവിടെ, എന്താ പറയുക, മലാപ്പറമ്പിന് ആ ഭാഗത്തായിട്ട്. ഇതുപോലെ നിങ്ങൾക്ക് ഫാർമേഴ്സ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട്. അതുപോലെ തന്നെ ഈ പിന്നെ ICAR-ന്റെ സ്ഥാപനങ്ങളുണ്ടാവും, ഇന്ത്യൻ കൗൺസിൽ ഫോർ അഗ്രികൾച്ചർ റിസർച്ച്. അതുപോലെ ISR ഉണ്ട്, സ്പൈസസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. ഇങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ, അതായത് അഗ്രി ബേസ്ഡ് ആയിട്ടുള്ള സ്ഥാപനങ്ങളിൽ നിങ്ങൾ ഒന്ന് എൻക്വയറി ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, കുറച്ച് നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ഗൈഡൻസ് കിട്ടും. നിങ്ങൾ ആ ഏരിയ കുറച്ച് ദൂരമായതുകൊണ്ട് ഞാൻ നിങ്ങളോട് ഇങ്ങോട്ട് വരാൻ പറയാത്തത്. പിന്നെ അല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞാലും നിങ്ങൾ വരണമെന്നില്ല, നിങ്ങൾ ഒന്ന് കണക്ട് ചെയ്താൽ ഞാൻ നോക്കാം എങ്ങനെയാണ് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നത്. മാക്സിമം നിങ്ങൾ ആ ഭാഗത്തുള്ള ഇത്തരത്തിലുള്ള അഗ്രികൾച്ചറൽ സ്ഥാപനങ്ങളെ ഫോക്കസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഓക്കെ, താങ്ക് യു ബൈ. Okay. What is the basic requirement for startup in Kimfra government support for small industries loans? Many of colleagues asking questions. Okay. ഒരു സ്റ്റാർട്ടപ്പ് കിംഫ്രയിൽ തുടങ്ങുന്നത്, ഇപ്പോൾ കിംഫ്രയുടെ ഇപ്പം നിലവിലുള്ള ഒരു ചെറിയ ബുദ്ധിമുട്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ ലാൻഡ് അവൈലബിലിറ്റി ആണ്. കാരണം ഒരുപാട് സ്ഥലങ്ങൾ ഓൾറെഡി എല്ലാവരും ആളുകൾ എടുത്തു വെച്ചിട്ടുണ്ട്. ചിലയിടങ്ങളിലൊക്കെ നമ്മളിങ്ങനെ കയറി പോകുമ്പോൾ അവിടെ ഫ്രീ ആയിട്ട് കാണുന്നുണ്ടെങ്കിലും ശരി, അവർ ലീസ് കൊടുക്കുന്നുണ്ട്. എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇപ്പം അതിനെ നമുക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതാണ് അവിടുത്തെ അവസ്ഥ. കിംഫ്രയിൽ ഇപ്പം നിലവിൽ നമുക്ക് കുറച്ചും കൂടെ കണ്ണൂർ കിംഫ്രയിൽ കുറച്ച് സ്പേസ് അവൈലബിൾ ആണ് നമ്മുടെ തൊട്ടടുത്തുള്ള. പിന്നെ വേറെയുള്ള കിംഫ്രകളൊക്കെ ഓൾമോസ്റ്റ് ഫിൽഡാണ്, പാക്ക്ഡ് ആണ്. കുറച്ചും കൂടെ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഏരിയകളൊക്കെ ഫോക്കസ് ചെയ്യുന്നതായിരിക്കും നന്നാവുക. കിംഫ്ര ബേസ് ചെയ്തുകൊണ്ട് ലാൻഡ് കിട്ടും. പിന്നെ സെസ് ആയിരിക്കണം, അതായത് നിങ്ങൾക്ക് 100% ഇമ്പോർട്ട് ആൻഡ് എക്സ്പോർട്ട് മേഖലയിലുള്ളതാണ് എന്നുണ്ടെങ്കിൽ നിലവിൽ പലയിടങ്ങളിലും സ്പേസ് അവൈലബിൾ ആണ്. അതാണ് അതിൻ്റെ ഒന്നാമത്തെ ചോദ്യം, അതിനുള്ള ഉത്തരം. അടുത്തത് ഗവൺമെൻറ് സപ്പോർട്ട് സ്മോൾ ഇൻഡസ്ട്രീസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണെങ്കിൽ ഇപ്പോഴത്തെ നിലവിലുള്ള ഒരു സ്കീമാണ് PMFME സ്കീം. അതേക്കുറിച്ച് ഞാൻ കോഴിക്കോട് ഡിസ്ട്രിക്ട് റിസോഴ്സ് പേഴ്സൺ ആയിട്ട് വർക്ക് ചെയ്യുന്നത്, അത് സെയിം സ്കീമിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇൻഡസ്ട്രിയൽ ഡിപ്പാർട്ട്മെൻറ്റിൽ പോകുക, അതായത് DIC അല്ലേ, ജില്ലാ വ്യവസായ കേന്ദ്രം. കോഴിക്കോടാണെന്നുണ്ടെങ്കിൽ ഗാന്ധി റോഡാണ്, മലപ്പുറത്താണെന്നുണ്ടെങ്കിൽ സിവിൽ സ്റ്റേഷനിലാണ്. മിക്കവാറും ആ ഒരു സിവിൽ സ്റ്റേഷൻ ആ ഒരു റേഞ്ചിൽ നിങ്ങൾ ജസ്റ്റ് ഗൂഗിൾ ചെയ്താൽ നിങ്ങളുടെ ജില്ലയിലുള്ള വ്യവസായ കേന്ദ്രത്തിൽ നിങ്ങൾ പോവുക എന്നുള്ളതാണ്. അവിടെ ചെന്നിട്ട് അവരുമായിട്ട് സംസാരിച്ചാൽ അതല്ലേ വേണ്ട. ഏറ്റവും ചുരുങ്ങിയത് നമ്മുടെ തൊട്ടടുത്തുള്ള ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസുകളിലൊക്കെ വ്യവസായ ഓഫീസർമാരുണ്ടാവും. എവിടെ? ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിൽ കേട്ടോ. അവിടെ നമ്മുടെ തൊട്ടടുത്തുള്ള എല്ലാ ബ്ലോക്ക് പഞ്ചായത്തിലും വ്യവസായ ഓഫീസർമാരുണ്ടാകും. അവരോടൊന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരൊക്കെ, നമ്മൾ ചില ഉദ്യോഗസ്ഥരെ കുറിച്ച് നമ്മൾ ഭയങ്കര നെഗറ്റീവായിട്ടാണ് നമ്മളെപ്പോഴും ചിന്തിക്കുന്നത്, നമ്മുടെ മൈൻഡ് സെറ്റിൻ്റെ പ്രശ്നമാണ്. പക്ഷെ അവരെന്ത് ചെയ്യുന്നുണ്ട്, നല്ല സപ്പോർട്ടീവായിട്ടുള്ള ആളുകളാണ് ഈ ഇൻഡസ്ട്രിയൽ ഡിപ്പാർട്ട്മെൻറ്റിൽ. ആ ഒരു പ്രത്യേകിച്ചും ഇപ്പോഴത്തെ മിനിസ്ട്രി കുറച്ചുകൂടെ നല്ലതാണ്. കേരളത്തിലുള്ള രാജീവ് മിനിസ്റ്ററുടെ കീഴിലൊക്കെ ഒരുപാട് നല്ല നല്ല ഇനീഷ്യേറ്റീവ്സ് നടക്കുന്നു. അപ്പോൾ തല നന്നായാലും ബാക്കിയൊക്കെ നന്നാവും എന്ന് പറഞ്ഞ പോലെ കുറേയൊക്കെ നല്ല രീതിയിൽ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അവരെ ഒന്ന് കണക്ട് ചെയ്താൽ നല്ല രീതിയിൽ കാര്യം കിട്ടും. അതവിടെ ഒരാൾ പറഞ്ഞിട്ടുണ്ട്, KVK CPCRIയിലൊക്കെ എന്തുണ്ട് മഷ്റൂം ഷോർട്ട് ടേം, അത് പറയുന്നത് KVKയിലും CPCRIയിലൊക്കെ എന്തുണ്ട് മഷ്റൂം ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. അത് ഞാൻ പറയുന്നത് ഒക്കെ അഗ്രി ബേസ്ഡുള്ള സാധനങ്ങളാണ്. അപ്പോൾ അവിടെ ഒന്ന് അതുകൊണ്ട് ഞാൻ പറയുന്നത് നമ്മുടെ ലോക്കലി ആയിട്ടുള്ള ഒന്നാമത് ഈ അഗ്രികൾച്ചറൽ ഓഫീസർമാർക്ക് ഇതിനെക്കുറിച്ച് നല്ല ധാരണയുണ്ട്. കാരണം അവരുടെ ഒരു മേഖല അതായതുകൊണ്ട് അപ്പോൾ അവർ ഏറ്റവും അടുത്തുള്ള സ്ഥാപനങ്ങളും കാര്യങ്ങളും പറഞ്ഞു തരും എന്നുകൊണ്ടാണ് ഞാൻ ആ സ്ഥാപനങ്ങളെ വല്ലാണ്ട് പറയാത്തത്. ഏറ്റവും അടുത്തുള്ള അഗ്രികൾച്ചർ സ്ഥാപനത്തെ സമീപിച്ചാൽ മതിയാവും. താങ്ക് യു പുരുഷോത്തമൻ, നിങ്ങളുടെ ഒരു സപ്പോർട്ട്. വേറെ ആരെങ്കിലും? സർ,
ഞാൻ അഫീഫ. ഞാൻ MSc കഴിഞ്ഞ് നിൽക്കാണ് സർ. MSc മൈക്രോബയോളജി എടുത്തിട്ട്. അപ്പോ കുറെ പ്രാവശ്യം ഇങ്ങനെ ജോലിക്ക് ഇങ്ങനെ ട്രൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ട്, ഫ്രഷർ ആയതുകൊണ്ട് അങ്ങനെ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. ഇനി ഏതെങ്കിലും സ്ഥലം കാസർഗോഡ്. കാസർഗോഡ്, ഓക്കെ ഓക്കെ. അപ്പൊ ഇനി ഫർദർ പഠിച്ചത് കാസർഗോഡ് തന്നെയാ. ഡിഗ്രിയും PGയും കണ്ണൂർ യൂണിവേഴ്സിറ്റിന്റെ അണ്ടറിലുള്ള ഒരു കോളേജിൽ ചെയ്തതാ, കാസർഗോഡ് തന്നെ. ഏത് പിന്നെ ജനറൽ മൈക്രോബയോളജി ആണോ പഠിച്ചത്? ജനറൽ മൈക്രോബയോളജി. ഓക്കെ ഓക്കെ. ജനറൽ മൈക്രോബയോളജി. പിന്നെ നിങ്ങൾ ഫുഡ് ഇൻഡസ്ട്രി, ഫുഡ് സെക്ടറുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ ഫോക്കസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ഒന്നാമത്തെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. പിന്നെ ഈ മൈക്രോബയോളജി കോഴ്സ് ഒക്കെ എന്ന് പറയുന്നത് ഫോക്കസ്ഡ് അല്ലാത്ത ഒരു കോഴ്സാണ് ജനറലി പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു മേഖല വല്ലാണ്ട് അങ്ങോട്ട്, അതിപ്പോൾ മെഡിക്കൽ മൈക്രോബയോളജി ഒരു ഭാഗത്ത് വേറെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഈ ഹോസ്പിറ്റൽ അല്ലെ കുറച്ചുകൂടെ ഇൻപുട്ട് തരാൻ പറ്റുന്നവരുണ്ടായിരിക്കും. എന്നാലും ഞാൻ എൻ്റെ ഒരു കാര്യം പറയാണ്. ഇപ്പോൾ ഹോസ്പിറ്റൽ ഇൻഡസ്ട്രി മാത്രമാണെങ്കിൽ മെഡിക്കൽ മൈക്രോബയോളജി എടുക്കുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ട്. പിന്നെ ഫുഡുമായിട്ട് ബന്ധപ്പെട്ടാണെന്നുണ്ടെങ്കിലാണ് കുറച്ചും കൂടെ എന്ത് ചെയ്യുക, ജനറൽ മൈക്രോബയോളജിക്കാർക്ക് വരാൻ പറ്റുന്നുണ്ടാവുക. പക്ഷേ ഈ ഫുഡ് മേഖലയിലേക്ക് ഈ ജനറൽ മൈക്രോബയോളജിക്കാർക്ക് വരണം എന്നുണ്ടെങ്കിൽ അവർക്ക് ഫുഡ് ഇൻഡസ്ട്രിയെ കുറിച്ചൊരു ധാരണ ഇല്ലാത്ത ഒരു ഗ്യാപ്പ് അവിടെ നിലനിൽക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ഏത് ഇൻഡസ്ട്രി ആണോ നിങ്ങൾ താല്പര്യപ്പെടുന്നത് അത് ബേസ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, അതിലൊന്ന് സ്പെഷ്യലൈസ് ചെയ്യണം. അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു 1 year PG ഡിപ്ലോമ. അപ്പോ എന്ത് ഫർദർ കോഴ്സ് ആയിരിക്കും ഫർദർ കോഴ്സ് ആയിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ പറഞ്ഞ പോലെ PG ഡിപ്ലോമ പ്രോഗ്രാംസുകൾ എടുക്കാം. ഏതെങ്കിലും QA/QC ലെവലുള്ള ഇത് വേണമെങ്കിൽ എടുക്കാം. ഫുഡ് സേഫ്റ്റി ക്വാളിറ്റി മാനേജ്മെന്റ് എടുക്കാം. അതുപോലെ ഫുഡ് ഇൻഡസ്ട്രി മാനേജ്മെന്റ് എടുക്കാം. ഈ ലെവലിലുള്ള കോഴ്സുകളൊക്കെ എടുക്കാൻ പറ്റും. അങ്ങനെ ഒന്ന് സ്പെഷ്യലൈസ് ചെയ്താൽ മാത്രമേ നമുക്ക് ഒരു ഇൻഡസ്ട്രി നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞ പ്രശ്നമാണത്. അതായത് നമ്മൾ ജനറൽ ആയിട്ട് പോകുന്നോണ്ട് അതിൻ്റെ ഒരു ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു മൈക്രോബയോളജിസ്റ്റിനെ മാത്രം ഇപ്പോൾ ഒരാൾ ഒരു ഇൻഡസ്ട്രിയിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് എന്ത് ജോബ് റോൾ കൊടുക്കും എന്നുള്ളൊരു പ്രശ്നമുണ്ട്. കാരണം ഒരു ഇൻഡസ്ട്രിയിൽ മൈക്രോബയോളജി ലാബ് സെറ്റ് ചെയ്യുന്നതിൻ്റെ ഒരുപാട് പ്രശ്നങ്ങൾ ഒരു ഭാഗത്ത്. പിന്നെ ബിസിനസ് നടത്തുന്ന ആളുകൾക്ക് അതിലൊരു അവയർനെസ്സിൻ്റെ പ്രശ്നങ്ങൾ. ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ഒരു മൈക്രോബയോളജി ലാബ് ഉണ്ടെങ്കിൽ തന്നെ അവർക്ക് എത്ര ആൾക്കാർ ജോലി കൊടുക്കാൻ പറ്റുക? ഏറിയ 2 ആൾക്ക് കൊടുക്കാൻ പറ്റും. അത് ആ ഒരു പ്രശ്നത്തെ നമ്മൾ എന്ത് ചെയ്യണം? അപ്പം അവിടുത്തെ ഓപ്പർച്യൂണിറ്റി ഇല്ല എന്ന് നമ്മളങ്ങ് വിചാരിക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ജനറൽ ആയിട്ടുള്ള ഫുഡിൻ്റെ മറ്റു മേഖലയിലേക്ക് പതുക്കെ ഇറങ്ങാൻ ശ്രമിക്കുക. അപ്പം നമ്മൾ പഠിച്ചിട്ടുള്ള മൈക്രോബയോളജി നമുക്ക് ഡെഫിനറ്റ്ലി ഹെൽപ്ഫുൾ ആയിരിക്കും. അങ്ങനെ നമ്മൾ ഒന്നുകൂടെ ഫോക്കസ് ചെയ്തുകൊണ്ട് കരിയറിന് മുന്നോട്ട് കൊണ്ടുപോയാൽ മാത്രമേ ഇപ്പോഴത്തെ കാലത്ത് നമ്മൾ ജനറലായിട്ട് ഇങ്ങനെ വാരികരിച്ചിട്ടുള്ള ഈ സാധനങ്ങൾ എടുക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എല്ലാ മേഖലയിലുണ്ട്. പ്രത്യേകിച്ചും സ്പെഷ്യലൈസ് ചെയ്തുകൊണ്ടുള്ള ഒരു PG or PG ഡിപ്ലോമ മാത്രമേ ഇനിയത്തെ കാലത്ത് ഒരു ജോലിക്ക് ആളുകളെ സഹായിക്കുകയുള്ളൂ. ഈവൻ ഡിഗ്രി തന്നെ ആ തരത്തിലേക്ക് കറക്റ്റ് ഫോക്കസ്ഡ് ആയിരിക്കണം. പക്ഷേ ദൗർഭാഗ്യവശാൽ നമുക്കിപ്പോൾ അതിലൊക്കെ ഇടപെടാൻ പറ്റുന്നതിന് പരിമിതിയില്ല. അപ്പം ആളുകൾ അതിൽ അവയർനെസ് ഉണ്ടാവുക എന്നുള്ളത് മാത്രമേ പരിഹാരമുള്ളൂ. അടുത്തത് ചോദിക്കുന്നത് ഡു ഇന്റേൺഷിപ്പ് ട്രെയിനിങ് ആൻഡ് ഓഡിറ്റ്സ് ഉണ്ടോ എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഡിഫറെൻ്റ് ആയിട്ടുള്ള ട്രെയിനിങ്സ് ആൻഡ് പ്രോഗ്രാംസുകൾ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്താൽ മതി. പിന്നെ ഈ മേഖലയിൽ ഇഷ്ടംപോലെ അവസരങ്ങളുണ്ട്. ഇപ്പോൾ ഫുഡ് സേഫ്റ്റിയിൽ ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ ഒരുപാട് ട്രെയിനിങ്സ് കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഫോസാക് എന്ന് പറയുന്ന ഒരു അതെ അടിപൊളി സാധനമാണ്. മെനി വേക്കൻസി ഇൻ ഫ്ലൈറ്റ് കാറ്ററിംഗ് ഇൻഡസ്ട്രിയിലൊക്കെ ഒരുപാട് സാധ്യതകൾ നിലനിൽക്കുന്നുണ്ട്. ഞാൻ അതിൻ്റെ കൂട്ടത്തിൽ ഒന്നും കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ കാറ്ററിംഗ് എന്ന് പറയുന്ന ഒരു ഫീൽഡിലേക്ക് നിങ്ങൾ അങ്ങനെ അതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ ലെവലിൽ അല്ലെങ്കിൽ ഒരു പ്രായോഗിക പ്രശ്നമാണ് നമ്മൾ പറയുന്നത്. പ്രാക്ടിക്കലി ഉള്ള വല്ലാണ്ട് ഫോക്കസ് ചെയ്യേണ്ട കാറ്ററിംഗ് ഇൻഡസ്ട്രി അത് നമുക്കൊരു 3-4 വർഷമൊക്കെ വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ഓപ്പണായി പറഞ്ഞു കഴിഞ്ഞാൽ പെണ്ണ് കെട്ടാനൊക്കെ പറ്റിയ കോഴ്സാണ്. അതായത് ജോലി ഉണ്ടെന്ന് പറയാലോ. പക്ഷെ നമ്മൾ കുറച്ചും കൂടെ കഴിയുമ്പോൾ കരിയറിൽ ഒരു ബ്ലോക്ക് വരും. അപ്പോഴേക്ക് നമ്മൾ എന്ത് ചെയ്യണം, കുറച്ചും കൂടെ അതിൻ്റെ ഒരു ഹൈ എൻഡിലുള്ള ഒരു സാധനം കൂടെ നമ്മളെ കയ്യിലുണ്ടായാൽ നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റുള്ളൂ. ഒന്നും കൂടെ ഒരു മാനേജീരിയൽ സാധനത്തിലൊക്കെ ഒന്ന് ഫോക്കസ് ചെയ്താൽ മാത്രമേ കിട്ടുള്ളൂ. പിന്നെ പ്യുവർലി ഉള്ള ഒരു QC, പക്ഷെ അവിടെയൊക്കെ ഒരു കരിയറിൻ്റെ ഒരു ഗ്രോത്തിൻ്റെ പ്രശ്നങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ കരിയറിന് എത്രമാത്രം ഡെവലപ്മെൻ്റ് ഉണ്ട്. അതായത് നമ്മളെപ്പോഴും ഒരു 5 ഇയറിന് ശേഷം നമ്മുടെ ഒരു പൊസിഷനിങ് എന്തായിരിക്കും, അതുപോലെ നമുക്കൊരു 10 വർഷത്തിന് ശേഷം ഏറ്റവും ചുരുങ്ങിയത് മാനേജീരിയൽ പൊസിഷനിലേക്ക് എത്താൻ പറ്റും.
അത് കഴിയുന്നതോട് കൂടെ തന്നെ നമുക്ക് ഒരു ഓൺ ആയിട്ട് ഒരു ബിസിനസ്സോ അല്ലെങ്കിൽ ആ ഒരു കൺസെപ്റ്റിലേക്ക് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ, അങ്ങനെയൊക്കെയുള്ള വൈഡ് ആയിട്ടുള്ള ഒരു ലെവലിലുള്ള ഒരു ചെറുതായിട്ട് എല്ലാം കൂടെ നമുക്ക് ഫോർകാസ്റ്റ് ചെയ്യാൻ പറ്റില്ലെങ്കിലും പ്ലാനിങ് ഇല്ലാത്ത കരിയറുകളാണ് എപ്പോഴും പ്രശ്നം ഉണ്ടാക്കുന്നത്. നമ്മളൊക്കെ ആക്സിഡൻ്റലി ഒരു ലെവലിൽ എത്തിയ ആളുകളായിരിക്കും, പക്ഷെ നമ്മൾ വരുന്ന ജനറേഷൻ അങ്ങനെ ആയിക്കൂടെ. അപ്പോൾ അവർക്ക് കുറച്ചും കൂടെ ഒരു ഡയറക്ഷൻ കൊടുത്താൽ എന്താണെങ്കിലും രക്ഷപ്പെടും. നമ്മൾ ഓപ്പർച്യൂണിറ്റി ഇല്ല എന്ന് പറയുന്നത് വെറുതെയാണ്. നമ്മൾ വാട്ട് കൈൻഡ് ഓഫ് കോൺട്രിബ്യൂഷൻ വി ഹാവ് ഡൺ എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. കാറ്ററിങ്ങിലൊക്കെ ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഞാൻ പറഞ്ഞ പോലെയുള്ള വിഷയങ്ങൾ അവിടെ നിലനിൽക്കുന്നു. സ്റ്റാർട്ടിങ് ഒരു കരിയർ എന്നുള്ള അർത്ഥത്തിൽ കാറ്ററിംഗ് എന്ന് പറയുന്നത് നല്ലതായിരിക്കും, പക്ഷെ അതിൽ പിടിച്ചിക്കരുത് എന്ന് എനിക്ക് സ്നേഹത്തോടെ പറയാനുള്ളത്. അതിനെന്തെങ്കിലും എമിറേറ്റ്സ് കാറ്ററിംഗ് വേക്കൻസി ഫ്രം ടെക്നീഷ്യൻ ടു മാനേജ്മെന്റ്, അതാണ് പറയുന്നത്. നമ്മൾക്ക് എന്ത് ചെയ്യണം, അവിടെ നമുക്ക് നമ്മളെ മാനേജറിയൽ പൊസിഷനിലേക്ക് നമ്മൾ എത്തണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഒരു MBA ലെവലിലുള്ള സാധനങ്ങളൊക്കെ എടുത്താൽ അത് നല്ലതായിരിക്കും. മനസ്സിലായില്ലേ? ഓക്കെ. വേറെന്തെങ്കിലും ചോദിച്ച ആൾക്ക് നഫീസ തഫീഫൊക്കെ ക്ലിയർ ആയോ? അവരെന്നല്ലേ ചോദിച്ചത്? അത് തന്നെയാ. അല്ല, ഇനി ഇപ്പൊ ഫർദർ കോഴ്സ് ചെയ്യുന്നെങ്കിൽ ഏതായിരിക്കും ഈ ഫുഡ് ടെക്നോളജി ഫീൽഡിൽ? അത് ഞാൻ ഒന്നുകൂടെ സ്പെസിഫിക് ആയിട്ട് നിങ്ങൾ പറയുകയാണെങ്കിൽ ഏതെങ്കിലും PG ഡിപ്ലോമ നിങ്ങൾ ജസ്റ്റ് എൻ്റെ നമ്പറിലൊന്ന് കണക്ട് ചെയ്യുക, ഞാൻ പറഞ്ഞുതരാം. കുറച്ചും കൂടെ നമ്മളൊന്നും കൂടെ ഒന്ന് അനലൈസ് ചെയ്തിട്ട് മാത്രം ഒരു പബ്ലിക് പ്രോഗ്രാമിൽ നിങ്ങളോട് എല്ലാ ചോദ്യം ചോദിച്ചതിന് മറുപടി പറയുന്നത് ശരിയായിരിക്കില്ല. മറ്റുള്ളവരുടെ സമയത്ത് മാനിച്ചുകൊണ്ട് ഒന്നും കൂടെ സ്പെസിഫിക് ആയിട്ട് നിങ്ങളൊരു ഇൻട്രസ്റ്റ്, ഇങ്ങനെ കുറേ കാര്യങ്ങൾ നോക്കണം. പക്ഷെ നമ്മൾ ആളുകൾ കരിയർ ചൂസ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഒരു അനാലിസിസിനൊന്നും തയ്യാറാവുന്നില്ല. അങ്ങനെ കുറേ പ്രശ്നങ്ങൾ, കരിയർ ഫെയിലിയർ വലിയൊരു ചർച്ചയാണ് ശരിക്കും. വേറെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഓക്കെ. ഇനി എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഈ നമ്പറിൽ ജസ്റ്റ് മെസ്സേജ് അയക്കാം. നല്ല ഒരു ടീമായിരുന്നു. എസ്പെഷ്യലി സിജിയോട് കൂടെ ഞാൻ കുറേ കാലം മുമ്പേ സിജിയെ വളരെ വിദൂരതയിൽ നിന്ന് നോക്കി കാണുന്ന ഒരാളാണ്. അതുപോലെ ഞാൻ സിജിയുടെ ഒരു അയൽവാസി കൂടിയാണ്. ബേസിക്കലി ഇപ്പം നിലവിൽ മൂഴിക്കലുള്ള ആളാണ്. പക്ഷെ നമ്മൾ സിജിയായിട്ട് അങ്ങനെ ആ രൂപത്തിലാണ് കണ്ടിട്ടുള്ളത്. വേറെ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ നമുക്ക് അസോസിയേറ്റ് ചെയ്യാൻ പറ്റിയില്ല, കാരണം ആ ഒരു മേഖലയിലേക്ക്. എനിവേ, ഹോട്ടൽ മാനേജ്മെന്റ് വേഴ്സസ് ഫുഡ് ടെക്നോളജി, ജസ്റ്റ് ബ്രീഫ് അല്ലേ? ഹോട്ടൽ മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത് കലിനറി അല്ലെ, ഒരു പ്രിപ്പറേഷൻ ലെവലിലുള്ള ഫുഡ് പ്രിപ്പറേഷൻ ലെവലിലുള്ള കാര്യങ്ങൾ. അതിൻ്റെ ഒരു ഏരിയ വളരെ വലുതാണ്. അതൊരു സർവീസ് ഇൻഡസ്ട്രി ആണെന്ന് വേണമെങ്കിൽ നമുക്ക് ഒറ്റയടിക്ക് പറയാൻ പറ്റും. ഫുഡ് ടെക്നോളജി എന്ന് പറയുന്നത് ഒരു സർവീസ് ഇൻഡസ്ട്രി അല്ല. കുറേയും കൂടെ വൈഡായിട്ട് പറയുകയാണെങ്കിൽ അതിനൊരു പ്രൊഡക്ഷൻ ലെവലിലാണ് അതിൻ്റെ അത് ഇൻഡസ്ട്രിയുടെ ഒരു കാറ്റഗറൈസേഷൻ പറയുകയാണെങ്കിൽ. നമ്പർ 2, അതിൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റി ബേസ് ചെയ്ത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഫുഡ് ടെക്നോളജി എടുക്കുമ്പോഴൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഞാനീ പറഞ്ഞ കുറേ ഏരിയകൾ അവിടെ ഇങ്ങനെ പരന്ന് കിടക്കുകയാണ്. അപ്പോൾ അതിൽ ഒരു കെമിസ്ട്രി സയൻസ് ബാക്ക്ഗ്രൗണ്ടൊക്കെ ഉള്ള അതിൽ പാഷനേറ്റ് ആയിട്ടുള്ള ആളുകൾക്ക് ഇഷ്ടംപോലെ അവസരങ്ങളുണ്ട്. പിന്നെ അതുപോലെ ഒരു മാനേജർ അങ്ങനെ പറന്ന് കളിക്കാറുള്ള അവസരങ്ങൾ അവിടെ കിടപ്പുണ്ട്. ഹോട്ടൽ മാനേജ്മെന്റ് എൻ്റെ അറിവിൻ്റെ പരിമിതി ആയിരിക്കാം, എന്നാലും നമുക്ക് പറയാൻ പറ്റുന്നത് അവിടെ നമുക്ക് ഒരു ഷെഫ് എന്ന് പറയുന്ന ഒരു സംഭവം, അതാണ് ഒരു പ്രിപ്പറേഷൻ ലെവലിൽ നമുക്ക് എത്താൻ പറ്റുക. അതിലേക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ തന്നെയും നിലവിലുള്ള ഷെഫുമാരിൽ അവരുടെ ഒരു സർവൈവൽ പ്രശ്നങ്ങൾ നമ്മൾ കാണാതെ പോകരുത്. അവർ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. ഒരുപാട് തരത്തിലുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും അതിൽ നിലനിൽക്കുന്നുണ്ട്. അപ്പം അതിലേക്ക് തന്നെ ഒരു പാഷനേറ്റ് ആയിട്ട് പോകുമ്പോൾ ഉണ്ടാവുന്ന ചെറിയ ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ നമ്മൾ എന്ത് ചെയ്യുക, അതിൻ്റെ ഒരു ടോട്ടൽ ഒരു മാനേജീരിയൽ ലെവലിലേക്കും കൂടെ ഒക്കെ ഒന്ന് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ കുറച്ചും കൂടെ ഒക്കെ ഒന്ന് എക്സൽ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. എനിക്ക് തോന്നുന്നത് അതിൽ പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ആളുകൾക്ക് എവിടെ എന്തായാലും നമ്മൾ വിജയിക്കും. പക്ഷേ ഓപ്പർച്യൂണിറ്റി കൂടുതൽ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ തീർച്ചയായിട്ടും ഫുഡ് ടെക്നോളജി തന്നെയാണ് പറയാം, ഹോട്ടൽ മാനേജ്മെന്റ് അല്ല. പിന്നെ അതിൻ്റെ സർവീസ് മേഖലകളിൽ കുറച്ചും കൂടെ വേറെ ഉള്ള ആളുകൾക്ക് കുറച്ചും കൂടെ കൈ കടക്കാൻ എളുപ്പമുള്ളതാണ്. പക്ഷെ ഫുഡ് ടെക്നോളജിയുടെ മേഖല കുറച്ചും കൂടി ഒന്നുകൂടെ സ്പെസിഫിക് ആയി മേഖല പഠിച്ച ആളുകൾക്ക് ഒന്നും കൂടെ നല്ലതായിരിക്കും. അതാണ് അതിൻ്റെ ഒരു ചെറിയൊരു വ്യത്യാസം. ഓക്കെ. ഹോട്ടൽ മാനേജ്മെന്റ് എനി ഹാസം ഗിവിംഗ് ഇൻ യുവർ ഇൻസ്റ്റിറ്റ്യൂഷൻ? ഡെഫിനറ്റ്ലി ഞാൻ പറഞ്ഞല്ലോ, ഞാൻ തന്നെയും ഒരു UK ബേസ്ഡ് അപ്രൂവ്ഡ് ആയിട്ട് HBC HPL അപ്രൂവ്ഡ് ആയിട്ടുള്ള ട്രെയിനറാണ്. ഞങ്ങൾ തന്നെയും
സർട്ടിഫിക്കേഷൻസ് കൊടുക്കുന്നുണ്ട്, ഹാസപ്പിൽ കൊടുക്കുന്നുണ്ട്, ISO, GMP, GHP, ലെവൽ 4 ഫുഡ് സേഫ്റ്റി, ഇങ്ങനെ ഒരു ഫുഡ് ഇൻഡസ്ട്രീസിന് ആവശ്യമായിട്ടുള്ള അത്യാവശ്യം എല്ലാ മേഖലകളിലും ട്രെയിനിങ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഞങ്ങൾ ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ട്രെയിനിങ് ഇപ്പോൾ ഹാസപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം ഒരു ഇപ്പം നിലവിൽ കേരളത്തിൽ ഒരുപാട് സെൻറ്ററുകൾ ഹാസപ്പ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ചോദിക്കേണ്ട കാര്യം, നിങ്ങൾ എത്ര ദിവസത്തെ ക്ലാസ് എടുക്കേണ്ടത്, എത്ര മണിക്കൂർ ക്ലാസ് എടുക്കുന്നുണ്ട് ചോദിക്കണം. ഞാനത് പറയാൻ കാരണം ഒരു ട്രെയിനിങ്, ഏതൊരു ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുന്ന സമയത്തും അതിനൊരു ഔട്ട്പുട്ട് ഉണ്ട്, ഒരു കോഴ്സ് കണ്ടന്റ് ഉണ്ട്. 14 മണിക്കൂർ ഏറ്റവും ചുരുങ്ങിയത് ക്ലാസ് എടുത്താലേ മര്യാദക്ക് ഹാസപ്പ് എന്താണെന്നാവുള്ളൂ. പക്ഷെ നമ്മുടെ നാട്ടിൽ പല ആളുകളും 4 മണിക്കൂർ 5 മണിക്കൂറൊക്കെയാണ് ആ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ എത്ര മണിക്കൂർ ക്ലാസ് എടുക്കുന്നുണ്ട് എന്ന് ചോദിക്കാം. ഞാൻ പേഴ്സണലി പറയാൻ, ഞങ്ങളുടെ സ്ഥാപനം ഞങ്ങൾ എന്താണെങ്കിലും കൃത്യമായിട്ട് 14 മണിക്കൂർ, പിന്നെ കഴിഞ്ഞതിന് ശേഷം മോഡൽ എക്സാം, പിന്നെ മെയിൻ എക്സാം, അങ്ങനെ എല്ലാ ഇതും കടന്നു വരുന്ന ആളുകൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഈ ഷോർട്ട് ടൈം പല ആളുകളുടെയും പ്രശ്നം, നമ്മളെ പുതിയ ആളുകൾ എല്ലാവരും വിചാരിക്കുന്ന സർട്ടിഫിക്കറ്റ് ഇങ്ങനെ വാരി വെച്ചാൽ ജോലി ഇങ്ങനെ കിട്ടുന്ന അതല്ല. സർട്ടിഫിക്കറ്റ് എപ്പോഴും നമ്മളൊരു റെസ്പോൺസിബിലിറ്റിയാണ് ഇവിടെ മനസ്സിലാക്കണം. അതായത് ഞാൻ ഹാസപ്പ് പഠിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി അവരെന്നോട് ഹാസപ്പ് ചോദിക്കും. മനസ്സിലായില്ലേ? അപ്പം നമുക്ക് എന്താ കുറച്ചും കൂടെ റെസ്പോൺസിബിലിറ്റി വരിക ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എത്രയോ ആളുകളോട് വാട്ട് ഇസ് ഹാസപ്പ് എന്ന് വെച്ചാൽ അവർക്ക് മറുപടി ഇല്ല. അവരിപ്പോഴും അതിൻ്റെ ഫുൾ ഫോം പറയുന്നു. നേരെ മറിച്ച് എന്താ ഹാസപ്പ് എന്ന് വെച്ചാൽ അവർക്കറിയില്ല. അപ്പം അവിടുന്ന് മുതലാണ് ഇതിൻ്റെ പ്രശ്നം തുടങ്ങുന്നത്. നേരത്തെ ആരോ പറഞ്ഞില്ലേ, ഈ മേഖലയിൽ ഒരു ഓപ്പർച്യൂണിറ്റി ഇല്ല. മേഖലയിൽ ഓപ്പർച്യൂണിറ്റി ഇല്ലാത്തതുകൊണ്ടല്ല, ഇവൻ ഈ വിഷയം പഠിച്ചെടുത്തുള്ള പ്രശ്നമാണ്. മനസ്സിലായി? അപ്പം നിങ്ങൾ എന്ത് കോഴ്സ് എടുക്കുകയാണെങ്കിലും ശരി, അവിടെ എന്താണ് നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യാണ്, നമ്മളെ പൈസ സ്പെൻഡ് ചെയ്യുക. പൈസയേക്കാൾ കൂടുതൽ ടൈമിനാണ് വാല്യൂ ഉള്ളത്. ഇപ്പം നമ്മൾ എടുക്കുന്ന ഒരു സാധനമുണ്ട്, അതിന് ആ കറക്റ്റ് സാധനം നമ്മൾ എടുത്താൽ നമുക്ക് ഒരു ദിവസം നേരത്തെ കരിയറിൽ എക്സൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരുപാട് ആഡ് ഓൺ കോഴ്സും സാധനങ്ങൾ അവൈലബിൾ ആണ്. അത് എന്ത് ചെയ്യണം, നമ്മൾ എടുക്കുന്ന കറക്റ്റ് ഡെസ്റ്റിനേഷൻ നമ്മളത് പ്ലാൻ ചെയ്തിട്ട് വേണം സാധനങ്ങൾ ചെയ്യാൻ. അടുത്ത് ഓൺലൈൻ ഓഫ്ലൈൻ അവൈലബിൾ ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. നിലവിൽ ഓൺലൈനാണ് കൂടുതലായിട്ട് നമ്മൾ കൊടുക്കുന്നത്. ഓഫ്ലൈൻ ആണ് എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ബാച്ചസ് ഒക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ മാത്രമേ ഓഫ്ലൈൻ ചെയ്യാൻ പറ്റുള്ളൂ. ഒന്നാമത് പിന്നെ ഫീസ് കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ഒന്നാമത് ഇതിൽ കുറച്ചും കൂടെ ഫീസ് ഉള്ളതാണ്, കമ്പാരറ്റീവ്ലി കുറച്ച് ഫീസ് ഉള്ളതാണ്. അപ്പോൾ ഓഫ്ലൈൻ ആകുമ്പോൾ ഒന്നും കൂടെ എക്സ്പെൻസ് കൂടും. ഹോട്ടലും മറ്റു കാര്യങ്ങളൊക്കെ എടുക്കുമ്പോൾ നമ്മൾ കൂടുതലും ഓൺലൈൻ തന്നെയാണ് പ്രിഫർ ചെയ്യാറുള്ളത്. ഏറ്റവും ലോവസ്റ്റ് ആയിട്ട് പിന്നെ ഞങ്ങൾക്ക് നിലവിൽ ചെയ്യുന്ന ഒരു ഡ്യുവൽ സർട്ടിഫിക്കേഷൻ മോഡലാണ്. GMP, GHP സർട്ടിഫിക്കേഷനൊക്കെ അതിൻ്റെ കൂടെ കൊടുക്കുന്ന രൂപത്തിലാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ളതും ഏറ്റവും ക്വാളിറ്റി ഉള്ളതും അറ്റ് ദി സെയിം ടൈം ഞങ്ങൾ നിലവിൽ ഒരു ട്രെയിനിങ് പ്രോഗ്രാം, ഹാസപ്പിൻ്റെ ഒരു ട്രെയിനിങ് പ്രോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 ട്രെയിനേഴ്സാണ് ഹാൻഡിൽ ചെയ്യുക. അതായത് ഒരു ദിവസം ഒരാൾ, അടുത്ത ദിവസം വേറെ ആളായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത, ഓരോരുത്തരും ആ ഫീൽഡിൽ എക്സ്പേർട്ട് ആയിരിക്കും. മനസ്സിലായില്ല? അപ്പം അങ്ങനെയൊക്കെയുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടാണ് ഞങ്ങൾ ട്രെയിനിങ്സ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഓക്കെ, വേറെ എന്തെങ്കിലും? ഓക്കെ, എന്തായാലും സന്തോഷം. നല്ല എനർജറ്റിക് ആയിട്ടുള്ള ഒരു ടീം ഉണ്ടായിരുന്നു എന്നുള്ളത്. സാധാരണഗതിയിൽ ഒരു ഓൺലൈൻ സെഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തന്നെ മടുക്കും, പറഞ്ഞു പോകുന്നു. പക്ഷേ ഇത് കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ആളുകളാണ്. അപ്പോൾ സാറേ, നമുക്ക് വൈൻഡ് അപ്പ് ചെയ്താലോ? ഓക്കെ, നമുക്ക് പിന്നെ അവസാനിപ്പിക്കാമെന്ന് തോന്നുന്നു. ഏകദേശം ഈ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ പരമാവധി മേഖലകൾ അമീർ സർ നമ്മളോട് സംവദിച്ചിട്ടുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളും ഏകദേശം നമ്മൾ ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ഇനിയും സംശയങ്ങൾ ഉണ്ടാവും. അപ്പോൾ സാറുമായിട്ട് നിങ്ങൾക്ക് ബന്ധപ്പെടാം. അതുപോലെ തന്നെ സിജിയുടെ ഓഫീസുകളുമായിട്ടും നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. സിജിയിൽ കരിയർ ഗൈഡൻസ് സേവനം എല്ലാ തിങ്കൾ മുതൽ ശനി വരെയുള്ള ദിവസങ്ങളിൽ മലപ്പുറം, കോഴിക്കോട് സെൻറ്ററുകളിൽ പിന്നെ നടന്നു വരുന്നുണ്ട്. ആ രീതിയിലും നിങ്ങളുടെ സംശയങ്ങൾ നിങ്ങൾക്ക് ഇനിയും ദൂരീകരിക്കാവുന്നതാണ്. ഏതായാലും ഈ ഒരു പരിപാടിയിൽ നമ്മളോട് സംവദിച്ച അമീർ സാറിന് എല്ലാവിധ നന്ദിയും സിജി കരിയർ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പേരിൽ അറിയിക്കുകയാണ്. അതോടൊപ്പം ഈ പരിപാടിയിൽ എത്തിച്ചേർന്ന എല്ലാവർക്കും, ഇതിലിടപെട്ട എല്ലാവർക്കും, നമ്മുടെ സിജിയുടെ മറ്റ് കരിയർ കൗൺസിലേഴ്സ് എല്ലാവർക്കും ഒറ്റ വാക്കിൽ സിജി കരിയർ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പേരിൽ നന്ദി അറിയിച്ചുകൊണ്ട് ഈ ഒരു പ്രോഗ്രാം ഇവിടെ അവസാനിച്ചതായിട്ട് അറിയിക്കുന്നു. താങ്ക് യു ഓൾ. ഓക്കെ, താങ്ക് യു ഓൾ. ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു വെബിനാർ പ്രൊവൈഡിങ് സർട്ടിഫിക്കറ്റ് കൊടുക്കുക എന്നുള്ളത്. ജസ്റ്റ് ഒന്ന് ക്ലാരിഫൈ ചെയ്യുന്നത് നല്ലതായിരിക്കും തോന്നുന്നു. ഇല്ല, നമ്മളങ്ങനെ ഒരു സംഭവമില്ല. നമ്മൾ പൊതുവെ സിജിയുടെ പ്രോഗ്രാംസ് എല്ലാം ഒരു അവയർനെസ് ഉണ്ട്. നമ്മൾ എല്ലായിടത്തും സർട്ടിഫിക്കറ്റ് എന്നതിനേക്കാൾ കൂടുതലായിട്ട് നമ്മൾ കാര്യങ്ങൾ പഠിക്കുകയും അത്
നമ്മൾ ലൈഫിൽ കൊണ്ടുവരികയും ചെയ്യാന്നുള്ളത് എന്തായാലും സന്തോഷം. താങ്ക് യു.